യോവിൻ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത് അധികാരം 8-ാം വാക്യം. 8-ാമത് വചനം. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല താനും. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇവിടെ യോബിന്റെ സാക്ഷ്യത്തിൽ ഇங்கே யோபுடைய சாட்சி வாக்கியங்களில் തന്റെ ഒരു പരീക്ഷണ ഘട്ടം നമുക്കറിയാം. அவருடைய சோதனை காலம் நமக்கு தெரியும். ലോകത്തിൽ ചുരുക്കം പേർക്ക് വരുന്ന ഒരു പരീക്ഷയാണ് യോബിന് വന്നത്. உலகத்திலே மிகவும் குறுகின நபர்களுக்கு வரக்கூடிய ஒரு சோதனை யோபுடைய வாழ்க்கையில் வந்தது. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് നിർദ്ദേശമായിട്ട് പുതിയ ഏർപ്പാട്ട് സഭയ്ക്ക് കട്ടളയാക യാക്കോബ് ഇത് ദൃഷ്ടാന്തമായിട്ട് പറയുന്നുണ്ട്. യാക്കോബ് ഇதை ദൃഷ്ടാന്തமாக യോബിന്റെ സഹിഷ്ണുത, யோவனுடைய பொறுமை. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. இங்கே பரிசுத்தவான்களுடைய பொறுமையும் அவருடைய கீழ்ப்படுதலையும் பார்க்கிறோம். ഇവിടെ നമ്മൾ ഈ വിശ്വാസ മാർഗത്തിൽ ജയമെടുക്കണമെങ്കിൽ இந்த விசுவாச மார்க்கத்திலே நாம் வெற்றி பெற வேண்டும் என்றால் നമുക്ക് സഹിഷ്ണുത വളരെ ആവശ്യമാണ്. நமக்கு பொறுமை மிகவும் தேவை. ഈ സഹിഷ്ണുത ഉണ്ടാകണമെങ്കിൽ இந்த பொறுமை நமக்கு வர வேண்டும் என்றால் ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്ന് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. தேவனுக்கு நம்மை குறித்து ஒரு திட்டம் இருக்கிறதை நாம் புரிந்து கொள்ள வேண்டும். അത് മാത്രമല്ല, அது மட்டுமன்றி ആ പരീക്ഷാ ഘട്ടത്തിൽ എൻ്റെ ദൈവം എന്നെ സഹായിക്കും. அந்த சோதனை நேரத்தில் என் தேவன் எனக்கு உதவி செய்வார். പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, சோதனையை സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ വാക്യങ്ങളെല്ലാം നമുക്കറിയാം. இந்த வார்த்தைகளெல்லாம் நமக்கு தெரியும். അങ്ങനെ യോബ് ഇപ്പോൾ പറയുന്നു, யோபு இப்பொழுது சொல்லுகிறார், ഞാൻ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞാലും நான் கிழக்கு பக்கமோ மேற்கு பக்கமோ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. எங்கே போவதென்று எனக்கு தெரியவில்லை. ചില സമയങ്ങൾ നമുക്ക് അങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയമുണ്ട്. சில நேரங்களில் நமக்கு வழி இல்லாத நிற்கிற நேரம் இருக்கிறது. ഞാൻ ഒരിക്കൽ തിരുവണ്ണാമലയിൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ நான் ஒரு முறை திருவண்ணாமலையிலே தேவனுடைய ஊழியத்தை செய்யும் பொழுது ആത്മാക്കളെ നേടാനുള്ള ആവേശത്തില് ஆத்துமாக்களை ஆதாயப்படுத்திக் கொள்ள வேண்டும் എവിടെങ്കിലും ഓരോരുത്തർ തേടിയങ്ങ് പോകും. ஒவ்வொருவரையா தேடி நான் செல்வேன். അങ്ങനെ രണ്ട് ആത്മാക്കളുടെ ഒരു വിവരം കിട്ടിയപ്പോൾ அங்கே 2 பேரை குறித்ததான ஒரு விவரம் எனக்கு கிடைத்தപ്പോൾ ഞാൻ 48 കിലോമീറ്റർ ദൂരത്തിൽ ഒരു അന്നത്തെ സുവേഗ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. சுவேகா வாகனத்தை நான் அதை 48 கிலோமீட்டர் செலுத்தினேன். പോയത് പകൽ സമയം, போனது பகல் நேரம். അപ്പോൾ 1 മണിക്കൂർ യാത്ര, 2 മണിക്കൂർ അവിടെ ചെലവഴിച്ച് അടുത്ത 1 മണിക്കൂർ തിരിച്ചു വരാം. 1 மணி நேரம் என்னுடைய பயணம், 2 மணி நேரம் அவ்விடத்தில் செலவிட்டு 1 மணி நேரத்தில் திரும்பி வரலாம். ഇതൊക്കെ നമ്മുടെ കണക്കൂട്ടിൽ പോയെങ്കിലും இப்படி நான் தீர்மானித்து போனாலும் ഞാൻ അവിടെ ചെന്നപ്പോൾ நான் அங்கே போன பொழுது ആത്മാക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, 1, 2 ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. ஒவ்வொருவராக 1க்கு அதிகமான பேர்கள் கடந்து வருகிறார்கள். എനിക്ക് ഈ ആത്മാക്കളെ കാണുമ്പോൾ ആവേശമുണ്ട്. எனக்கு ആത്മാക്കളെ பார்க்க வேண்டும் என்று ഞാൻ അവരോട് സത്യം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. அவர்களுக்கு சத்தியத்தை சொல்லி அவர்களுக்காக ஜெபித்தேன். നോക്കണം, பாருங்கள், 1 മണിക്ക് ചെന്നിട്ട് 1 மணிக்கு நான் அங்கே போனேன். രാത്രി 9 മണിക്ക് അവിടെ ഇറങ്ങുന്നത്. நான் இரவு 9 மணிக்கு அங்கே இருந்து வெளியேறுகிறேன். നല്ല അഭിഷേകത്തില് അല്ല ആത്മനിറവിലാ വരുന്നത്. நான் ஆவியின் நிறைவிலே செல்கிறேன். അപ്പൊ അവർ ചോദിച്ചു, ഞങ്ങൾ ആരെങ്കിലും വരണോ? அவர்கள் கேட்டார்கள், உங்களுக்கு துணைக்கு நாங்கள் யாராவது ഞാൻ ഇങ്ങോട്ട് വന്ന വഴി എനിക്കറിയാമല്ലോ. நான் வந்த வழி எனக்கு தெரியுமே. അങ്ങനെ തിരിച്ചുപോയി. நான் திரும்பி வந்தேன். ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേ ஒரு 5 കിലോമീറ്റருக்கு பிறகு ഇടത്തോട്ടും വലത്തോട്ടും ഒരു ടേണിംഗ് ഉണ്ട്. വലതുപുറമും ഇടതുപുറമും 2 பிரிவு. ഞാൻ ഇടത്തോട്ട് വണ്ടി തിരിച്ചു. പുതിയ വണ്ടിയാണ്. புது வண்டியானால் இடது பக்கம் திருப்பினேன். തിരിഞ്ഞ ഉടനെ വണ്ടി അങ്ങ് നിന്നുപോയി. அப்பொழுது அங்கே வந்த വണ്ടി நின்று விட்டது. ഞാൻ എത്ര സ്റ്റാർട്ട് ചെയ്തിട്ടും വണ്ടി പോകുന്നില്ല. எவ்வளவு நேரம் நான் அதை ഞാൻ ഈ ആത്മനിറവിൽ സന്തോഷത്തിൽ വണ്ടി ഓടിച്ചു പോകുന്നു, ഇതായിരിക്കും വഴിയെന്ന് ഞാൻ വിചാരിച്ചു. நான் ஆவின் நிறைவிலே நான் அந்த வண்டியை செலுத்தின பொழுது நான் நினைத்து இதுதான் வழி என்று. എത്ര നോക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ ഞാൻ അവിടെ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി, ശരിയാവുന്നില്ല. 1/2 மணி நேரம் நான் முயற்சித்தும் வண்டி செலுத்தப்படும். അപ്പോൾ മണി 10 മണിയായി. அப்பொழுது இரவு 10 மணி, ഏകദേശം 10 മണിയാവുന്നു. ഏറെക്കുറെ 10 മണി. ഞാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ നല്ല നീറ്റായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഫ്രഷ് അലക്കി തേച്ച തുണിയോടുകൂടി ഇങ്ങനെ യാത്ര ചെയ്ത് വരിക. ஒருவன் நன்றாக புதிய வஸ்திரம் போன்ற வஸ்திரத்தை உடுத்திக் கொண்டு என்னிடத்தில் வந்தார். അല്ല, ഞാൻ നിന്ന സ്ഥലത്തൂടെ പോവാ. நான் இருந்த வழியாக கடந்து செல்கிறார். ഇതെന്താ വണ്ടി ഇവിടെ തിരിച്ചു നിർത്തിയിരിക്കുന്നു ചോദിച്ചു. ஏன் வண்டியை இப்படி திருப்பி நிறுத்தியிருக்கிறீர்கள்? ആ ശബ്ദം ഞാൻ കേൾക്കുന്നില്ല, அந்த சத்தத்தை நான் പക്ഷെ എൻ്റെ മനസ്സിൽ ആ ശബ്ദം വീഴുന്നുണ്ട്. என்னுடைய மனதிற்குள் அந்த சத்தம் வருகிறது. താൻ സംസാരിക്കുന്നത് എൻ്റെ മനസ്സിൽ വീഴുന്നുണ്ട്, പക്ഷേ താൻ എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് നിൽക്കുകയാണ്. அவர் அங்கே அப்படி நிற்கிறார், ஆனால் பேசுவது என்னுடைய மனதில் விழுந்தது. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നാഗപട്ടണം പോകാൻ വേണ്ടി, അല്ല സോറി, തിരുവണ്ണാമലയ്ക്ക് പോകാൻ വേണ്ടിയാന്ന്. സോറി നാഗപട്ടണത്തിരിക്കുമ്പോഴാണ്. நான் நாகப்பட்டினத்திற்கு போக வேண்டும் என்று சொன்னேன்.
അപ്പോൾ അവർ അയ്യോ നാഗപട്ടണത്ത് ആ വഴി കൂടെ പോകേണ്ടത്, ഇത് ചുടുകാട്ടിലേക്കുള്ള വഴിയാണോ? இந்த வழி சுடுகாட்டுக்கு போகிற வழி, அந்த பக்கம் தான் நாகப்பட்டினத்திற்கு போகிற வழி. ആ മനുഷ്യൻ പിന്നെ കണ്ടില്ല. அதுக்கு ஒருபாடு அந்த மனிதனை பார்க்க முடியவில்லை. ദൂതനായിരിക്കാം, ஒரு தூதனாயிருக்கலாம். ഞാൻ പിന്നെ ആ മനുഷ്യൻ കണ്ടേ ഇല്ല. பின்பு நம்ம நபரை நான் பார்க்கவில்லை. അവർ ഇത്രയും ശബ്ദം പറഞ്ഞിട്ട് പോയി, പിന്നെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. அவர் இந்த വാർത്തകളെ பேசிவிட்டு கடந்து சென்றார். ഞാൻ വണ്ടി തിരിച്ച് நான் വണ്ടി திருப்பி ഒരൊറ്റ വണ്ടി സ്റ്റാർട്ട് ആകും. ஒரே ஒரு முறை உதைத்தேன், வண்டி ஸ்டார்ட் ஆனது. അപ്പൊ ഇതുപോലെ നമുക്ക് വഴി അറിയത്തില്ലെങ്കിലും இதை போல நமக்கு வழி தெரியாத நேரங்களில் ഈ ഭൗമിക വഴിയല്ല, இந்த உலக பிரகாரமான ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സ് ചില ശക്തിക്ക് അടിമപ്പെട്ടു പോകും. சில நேரங்களில் மனது சில வல்லமைகளுக்கு அடிமையாகும். എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. எனக்கு அப்படி ஆயிருக்கிறது. അങ്ങനെയാണല്ലോ നമ്മുടെ മുൻപിൽ നിന്ന് ചില പാസ്റ്റർമാർ, പാസ്റ്റർ ആൽവിൻ ഉൾപ്പെടെ വീട് പോകാൻ കാരണം. இப்படி நமக்கு முன்னால் நின்றவர்கள் பலரும் இப்படி அடிமைப்பட்டுதான் விழுந்து போனார்கள். ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചോണം, நாம் ஒன்றை உறுதிப்படுத்துவோம். ഏത് വലിയ പാസ്റ്റർമാരാണെങ്കിലും ശരി, எவ்வளவு பெரிய ஊழியராயிருந்தாலும், ഏത് ചെറിയ വിശ്വാസിയാണെങ്കിലും எந்த சின்ன விசுவாசியாயிருந்தாலும் മൈൻഡിനെ പിശാച് പെട്ടെന്ന് തിരിച്ചു കളയും. மனதை சாத்தான் திருப்பி விடுவார். നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു മാറിപ്പോകും. நீங்கள் இயேசு கிறிஸ்துவை பற்றிய ஏக சிந்தையிலிருந்து விலகி போவதற்கு ഞാൻ പാസ്റ്റർ, സെൻട്രൽ പാസ്റ്റർ, ലോക്കൽ പാസ്റ്ററാണ്, മദറാ, വിശ്വാസി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും. பாஸ்டர் என்றோ சென்டர் பாஸ்டர் என்றோ மதர் என்றோ விசுவாசி என்றோ எந்த வித்தியாசமும் இல்லை. അങ്ങനെ മാറിയാൽ அப்படி மாறி അതെങ്ങനെ മനസ്സിലാകും? நாம் என்ன புரிந்து கொள்வோம்? എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? எப்படி நாம் அதை புரிந்து கொள்ள முடியும்? നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്. நம்முடைய செயலின் மூலமாக. നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. நாம் கிறிஸ்துவோடு சேர்ந்து செயல்பட்டால், ക്രിസ്തുവിന്റെ മനസ്സോട് കൂടിയാണോ நாம் தேவனுடைய மனதோடு சேர்ந்திருக்கிறோமா? അത് മനസ്സിലാകുമ്പോഴാണ് എന്നിൽ അല്ലെങ്കിൽ നടത്തിപ്പുകാരിൽ നിങ്ങളിൽ ഏത് സ്പിരിറ്റ് വ്യാപരിക്കുന്നു നമുക്ക് இதை മനസ്സിലാക്കാം. நாம் புரிந்து கொள்ளும் பொழுதுதான் நடத்திப்புக்காரராக இருந்தாலும் யாரிடத்தில் இருந்தால் என்ன ஆவி செயல்படுகிறது என்பதை புரிந்து கொள்ள முடியும். അപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും ചിലപ്പോൾ ദൈവം തിരുത്താൻ വിടും. ஆண்டவர் யாரையாவது கொண்டு நம்மை திருத்த முயற்சிப்பார். രാജാക്കന്മാരും ராஜாக்களும் പുരോഹിതന്മാരും ஆசாரியர்களும் അല്ലെങ്കിൽ എല്ലാ ആൾക്കാരിയ്ക്കുമ്പോൾ, அப்படிப்பட்டவர்கள் இருக்கும் பொழுது കാഴ്ചയിൽ ഒരു ഭംഗിയില്ലാതെ ദരിദ്രവാസികളെ പോലെ ചില പ്രവാചകന്മാർ വന്ന് ആലോചന പറഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. பார்ப்பதற்கு அவ்வளவு விசேஷமல்லாத தீர்க்கதரிசிகள் வந்து ஆலோசனை சொல்லி கடந்து போவார்கள். ദാവീദിന്റെ അടുത്ത് പോയി നാഥാൻ തന്റെ ആലോചന അറിയിച്ചു. നാഥാൻവേൽ ദാവീദിடத்தில் போய் தன்னுடைய ஆலோசனை சொன்னார். എന്നാൽ സൗലിന്റെ കാലത്തിൽ അങ്ങനെ ആലോചന അറിയിക്കുന്നവനെ അവൻ വെട്ടിക്കൊല്ലും. சவுல் தன்னுடைய வாழ்நாளில் அந்த ஆலோசனை சொல்லி வெட்டி. അതുകൊണ്ട് ആ കാലത്തിൽ ആരും ദൈവം ആരെയും വിടുന്നുമില്ല, ശൗലിനൊട്ട് അറിവുമില്ല. தேவன் யாரையும் அனுப்பவும் இல்லை, சவுலுக்கு அந்த அறிவும் இல்லை. അപ്പൊ അങ്ങനെ ശൗലിന് വിചാരിച്ചു ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, சவுல் நினைத்தான் நான் செய்வதெல்லாம் சரியே, എല്ലാം എനിക്കറിയാം, எல்லாம் எனக்கு എന്നെ தெரியும், കവിഞ്ഞ് ആരുമില്ല, எனக்கு மிஞ்சி யாரும் இல்லை. ഇങ്ങനെയുള്ള അഹംഭാവം, നിഗളം ചില സമയത്ത് എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാകും. இப்படிப்பட்டதான மேட்டிமையான சிந்தை எனக்கும் உங்களுக்கும் வரலாம். അങ്ങനെ എനിക്ക് കയറിയാൽ, அப்படி எனக்குள் வந்தால் ആത്മീയർക്ക് തിരിച്ചറിയാൻ കഴിയും. ஆவிக்குரியவர்கள் அதை அறிந்து கொள்வார்கள். അതങ്ങോട്ട് ഒരുപാട് വഷളായി പോകാതിരിക്കാൻ, நாம் மிகவும் വീഴ്ച അടയാതപടിക്ക് ചിലപ്പോൾ സഭായോഗത്തിന് ആരും പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ കൊച്ചു പിള്ളേർ പ്രവചിച്ചിട്ട് പ്രവൃത്തികൾ പറയും, നീ മര്യാദയ്ക്ക് അടക്കം, അല്ലെങ്കിൽ അഹങ്കാരം നീളം, പാസ്റ്റർ എന്ന് പറഞ്ഞില്ലെങ്കിലും പേര് പറയാതെ ചിലപ്പോൾ പ്രവചിച്ചെന്നിരിക്കും. நாம் எதிர்பாராத நேரத்தில் தேவனுடைய ஆவியானவர் ஒருவேளை சிறுபிள்ளைகள் மூலமாகவும் தீர்க்க അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ വേല. இப்படித்தான் நம்முடைய ஊழியம். ഇല്ലെങ്കിൽ ദൈവം ചിലരോട് പറയും, നീ പോയി ഇന്നവരുടെ ആലോചന അറിയിക്കേ. இல்லாவிட்டால் ஆண்டவர் சிலரை அனுப்பி நீங்கள் போய் இதை சொல்லுங்கள் என்பார். എന്നെ കൊണ്ട് പല പ്രാവശ്യം അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട്. என் மூலமாக தேவன் அப்படி செய்திருக்கிறார். പക്ഷെ ദൈവം ചെയ്യുന്നതിന് മുമ്പ് தேவன் அதை செய்வதற்கு എന്നെ ശരിക്കും ശുദ്ധീകരിക്കും. என்னை முதலாவது சுத்திகரிப்பார். ഒരു താഴ്മയുടെ ആത്മാവ് തന്നിട്ടേ ദൈവം വിടത്തുള്ളൂ. எனக்கு ஒரு தாழ்மையின் ஆவியை தந்தே ஆண்டவர் விடுவார். അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പോകും, இல்லாவிட்டால் நான் மேட்டிமை அடைவேன். അപ്പൊ ഈ അടുത്ത സമയത്തും அடுத்த നാட்களிൽ എനിക്ക് കട്ടപ്പന വേലയെ കുറിച്ച് ഒരു വലിയ ഭാരമുണ്ട്. കട്ടപ്പന ஊழியத்தை குறித்த ஒரு பாரம் எனக்கு. ഈ നാളുകളിൽ കട്ടപ്പന വേല ഒരു പ്രത്യേക പ്രതിസന്ധി കൂടെ കടന്നു പോവുകയാണ്. இந்நாட்களிலே ஒரு பிரதிகூலமான சூழ்நிலையில் நம்முடைய கட்டப்பனை ஊழியம் போகிறது. പിശാച് ഈ വേലയെ തകർക്കാൻ, சாத்தான் இந்த வேலையை முறித்து போடும்படி, നടത്തിപ്പുകാരിൽ പോലും പിശാച് അവരെ തെറ്റിച്ച് നടത്തുന്ന ഒരു സമയമാണ്. நடத்துகிறவர்களை கூட தவறாய் நடத்துகிற ஒரு சூழ்நிலை. ഞാൻ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. இது நான் ഉൾപ്പെടെ கவனிக்க வேண்டிய நேரம். വളരെ താഴ്മയോടെ പറയുകയാണ്, மிகவும் தாழ்மையோடு சொல்லுகிறேன். പക്ഷെ ആ സമയത്ത് അവർക്കത് അറിയത്തില്ല. அந்த நேரத்தில் அவர்களுக்கு அது தெரியாது. അവര് സിംഹാസനത്തിൽ ഞാൻ ഇരുന്നാൽ ഇനി ഞാൻ വിചാരിക്കും ഞാനെല്ലാം ഉസിയാവുണ്ടല്ലോ. ഉസിയാവിന്റെ കാലത്തിൽ, உசியாவுடைய நாட்களிலே അവൻ എന്ത് ചെയ്താലും അവൻ വിചാരിക്കുന്നത് ഞാൻ അതിന് യോഗ്യനാണ്, ഞാൻ പറയുന്നത് കേട്ടോണം. நான் என்ன செய்தாலும் நான் அதற்கு தகுதியானவன், நான் சொல்வதே ஜனங்கள் கேட்க வேண்டும். അപ്പൊ പുരോഹിതന്മാരും പ്രവാചകന്മാരും അവർ പോയി പറഞ്ഞു, നീ അങ്ങനെ ചെയ്യരുത്. ஆசாரியர்களும் தீர்க்கதரிசிகளும் போய் சொன்னார்கள், அப்படி செய்யக்கூடாது. അവനെന്താ പറയുന്നത്? அவன் என்ன சொன்னான்? ഞാൻ 8
8ാമത്തെ വയസ്സിൽ രാജാവായവനാണ്. நான் என்னுடைய 8வது வயதிலே ராஜாவானவன். അത് ബൈബിളിലുണ്ട്. அது வேதாமத்தில் അവൻ ബാലനായിരുന്നപ്പോൾ അവനെ രാജാവാക്കി. அவன் சிறுவனாய் இருக்கும்போது ராஜாவாகப்பட்டான். പക്ഷെ അവൻ കുറെ നാൾ ബലപ്പെട്ടു. அவன் கொஞ்ச நாளானவன் வல்லமை அடைந்தான். ദൈവം അവന്റെ അതിർത്തി വിശാലമാക്കി. அவனுடைய எல்லைகளை தேவன் അവൻ விசாலமாக்கினார். ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. தேவன் அவன் உயர்ந்த ஸ்தானத்தில் வைத்தார். അപ്പോൾ അവന്റെ ഹൃദയം നിഗളിച്ചു. அப்பொழுது அவன் மேட்டிமையானான். അപ്പൊ എന്ത് ചെയ്തു? அப்பொழுது என்ன അവൻ செய்தான்? അരുതാത്ത കാര്യങ്ങൾ ദൈവത്തെ പോലും ഭയമില്ലാതെ அவன் தேவனுக்கு பயப்படாமல் ദൈവസന്നദ്ധിയെ അലക്ഷ്യമാക്കി தேவ சமூகத்தை அலட்சியப்படுத்தி പച്ചമലയാളത്തിൽ പറഞ്ഞ് എന്ത് തോന്നിവാസവും ചെയ്യാമെന്നുള്ള നിലവാരത്തിൽ അവനെത്തി. அவன் என்ன வேணுமானாலும் செய்யலாம் என்கிற நிலைக்கு வந்தான். അപ്പോൾ പറയുന്ന അനുസരിച്ചില്ല. அவன் சொன்னதற்கு കാരണം എന്നെ പറയുന്നത് നീ ആരാ? எனக்கு சொல்வதற்கு நீ யார்? ഞാനാണ് ഇവിടുത്തെ തലവര്, நான் தான் இங்கே தலைவர், ഇവിടുത്തെ രാജാ, நான் தான் இங்கே ராஜா, ഓ എനിക്കെല്ലാം അറിയാം. எனக்கு எல்லாம் தெரியும். എത്ര സമയം വരെ? எவ்வளவு நாள்? ദൈവത്തിന്റെ ആലോചന മറുതലിച്ചപ്പോൾ தேவனுடைய ஆலோசனையை மறுதலித்த நேரத்தில் അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. அவருடைய நெற்றியிலே குஷ்டரோகம் வந்தது. ഇപ്പൊ ആരും പറയണ്ട, இப்ப யாரும் சொல்ல வேண்டாம். ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നു, தேவனுடைய வசனம் சொல்லுகிறது കുഷ്ഠരോഗി പാളയത്തിന് പുറത്ത്. குஷ்டரோகம் பிடித்தவன் பாளையத்தில். ഇത് പാസ്റ്റർമാരായ നമ്മളും இது ஊழியக்காரர்களாக അല്ല നടത്തിപ്പുകാരും நடத்துகிறவர்களும் വിശ്വാസികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. விசுவாசிகளும் இதை அறிந்திருக்க வேண்டும். നമ്മൾ അഹങ്കരിച്ചാൽ, நாம் மேட்டிமை നിഗളിച്ചാൽ, நாம் மேட்டிமை ഞാനാണ് യേശുവിനേക്കാൾ വലിയ ആള്, நான் இயேசுவோட பெரியவன், ഞാനാണ് പരിശുദ്ധാത്മാനേക്കാൾ വലിയ ആളെന്നുള്ള അഹന്ത പിശാച് നിന്നിൽ കൊണ്ടുവരുമ്പോൾ വിചാരിച്ചോണം നിന്നെ തകർക്കാനാണ്. பரிசுத்தாவியோட நான் பெரியவர் என்கிற அந்த அகந்தை உனக்குள்ளே வரும் என்றால் சாத்தான் உன்னை தகர்க்க நினைக்கிறான். ഒരുപക്ഷെ നിന്റെ കസേരയുടെ ബലത്തിലോ நீங்கள் உங்களுடைய நாற்காலியின் பலத்தில் അല്ലെങ്കിൽ അധികാരത്തിൽ ഇന്ന് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലെ ആത്മീയത്തിലും ചില അധികാരങ്ങൾ നടത്താം. அரசியல்வாதிகள் செய்கிறது போல ஆத்மீய கோலத்திலேயும் சில அதிகாரங்களை பயன்படுத்தலாம். ചില വർഷങ്ങൾക്ക് മുമ്പ്, சில ആണ്ടുகளுக்கு മുൻ നമ്മുടെ അണക്കരയിരിക്കുന്ന സ്റ്റാൻലി ബ്രദർ ഒരു നടത്തിപ്പുകാരനോട് ഇപ്രകാരം പറയുണ്ടായി. அணக்கரையில் இருக்கிற ஸ்டான்லி சகோதரர் நடத்துப்பு காரணத்தில் விதமாக சொன்னார், അച്ഛാ ഈ അധികാരം കാണിക്കാൻ എന്ത് കൊടുക്കാനാ? நீங்கள் இந்த அதிகாரத்தை பயன்படுத்தி என்ன செய்ய? எங்களை ரொம்ப அதிகாரம் காட்டி எங்களை உங்களுடைய அதிகாரம் பயப்படுத்தி ஊழி செய்தால் ஊழியம் எங்களை செய்ய வைத்தால் அது യേശുവിന്റെ അൻപിൻ ஊழியமாகுமா? இயேசுவின் அன்பின் ஊழியமாகுமா? அதிகாரம் வேணும். ஆனால் அதிகாரம் வேண்டும். അത് ദേവന്റെ ചിത്തത്തിൻപടിയുള്ള അധികാരമായിരിക്കും. அது தேவனுடைய சித்தத்தின்படி இருக்க வேண்டும். മലയാളം പറ, ഞാൻ തമിഴ് പറയുമ്പോൾ നിങ്ങൾ മലയാളം പറയണം. அது ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കണം. അപ്പോൾ ദേവചിത്തത്തിൻപടി ഉള്ള അധികാരം എല്ലായിടവും നല്ലവണ്ണം ആയിരിക്കും. ദൈവഹിത പ്രകാരമുള്ള അധികാരം എല്ലാവർക്കും നല്ലവണ്ണം അറിയാം. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞത്, സ്റ്റാൻലി சொன்னார், ഒരു സെൻട്രൽ പാസ്റ്റർ വിചാരിച്ചാൽ, ഒരു സെൻട്രൽ പോതകൻ നിனைத்தாൽ, ഒരു ലോക്കലിലെ ഉപദേശിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സഹോദരിമാരോ എന്ത് അധികാരമാണ് അവർക്കുള്ളത്? அந்த ஊழியம் செய்கிற ஊழியக்காரர் மீதும் சகோதரிகள் மீதும் அவருக்கு என்ன அதிகாரம் இருக்கிறது? ഉണ്ട്. ദൈവത്തിന്റെ അധികാരമുണ്ട്. സ്നേഹത്തിൽ കൂടെ தேவனுடைய அதிகாரத்தை அன்பினால் அவர் செலுத்தி, അത് മാനുഷികമായി പോയാൽ, அது മനുഷികമാனால் ഇവരുടെ അധികാരത്തിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. അവരുടെ അധികാരത്തിനാൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഏറ്റവും മോശമെന്ന് തരം താഴ്ത്തപ്പെട്ടതായ ഒരു വേലസ്ഥലത്ത് വേണം വിടാം. എങ്കിയാவது നലിവടൈந்த அந்த ஊழிய സ്ഥലத்துக்கு விடலாம். ഇല്ലാവിട്ടാൽ നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള ചില സഹോദരിമാരെ ഉണ്ടല്ലോ, PhD എടുത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ വേണം ഇങ്ങോട്ട് അയക്കാം. தேர்ந்தெடுக்கப்பட்ட சகோதரிமாரிடத்தில் அனுப்பிவிடுவார்கள். അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് അയക്കാം. ഇല്ലാവിട്ടാൽ അവരെ ഇങ്ങ് അനുപ്പുവാர்கள். പക്ഷെ ഒരുവേളை അവിടെ ചെല്ലുമ്പോഴായിരിക്കും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നടക്കുന്നത്. അങ്ങേ ചെല്ലും പൊழுது தேவனுடைய അത്ഭുതം നടക്കും. ഞാൻ കഴിഞ്ഞ സമയം 5 വർഷം മുമ്പ് കട്ടപ്പനയ്ക്ക് ചേലച്ചോട് വരുമ്പോഴേ, நான் 5 ஆண்டுகளுக்கு முன் சேலச்சோடுக்கு வரும் பொழுது, നമ്മുടെ അപ്പം മദറുണ്ട്, സിസ്റ്റേഴ്സ്, ഉമ്മച്ചനാ വണ്ടി ഓടിക്കുന്നത്. സഹോദരികൾ இருக்கிறார்கள், മദർ இருக்கிறார்கள், ഉമ്മച്ചൻ தான் വണ്ടി செலுத்துகிறவர். അപ്പോൾ അതിനു മുമ്പ് പല പ്രാവശ്യം അവർ തന്നെ സെൻട്രൽ പാസ്റ്റർ ആക്കണം, അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അസിസ്റ്റന്റ് ആക്കണമെന്നൊക്കെ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പല ആണ്ടുകൾക്ക് മുന്നേ എന്നെ സെൻട്രൽ പാസ്റ്റർ ആക്ക வேண்டும், അസിസ്റ്റന്റ് ആക്ക வேண்டும் എന്നിടത്തിൽ சொல்லி இருக்கிறார். ഞാൻ പറഞ്ഞു, എനിക്ക് എന്തിനാ പോസ്റ്റ്? எனக்கு எதுக்கு ஏன் போஸ்ட்? ഇതെന്റെ അപ്പന്റെ സ്വത്താണ്. ഇത് என்னுடைய தகப்பனாருடையது. ഇതെന്റെ സ്വന്തം കമ്പനിയാണ്. ഇത് என்னுடைய சொந்த കമ്പനി. എനിക്കെന്തിനാ ഒരു പോസ്റ്റ്? எனக்கு இதற்கு இல்லை என்ன போஸ்ட்? അപ്പോൾ MT അപ്പനോട് ഞാൻ തമാശ പറഞ്ഞു. MT அப்பாவிடத்தில் நான் தமாஷாக சொன்னேன், உங்களையெல்லாம் இந்த ஊழியத்திலே மேனேஜர்மாராய் வச்சிருக்கிறேன். இந்த ஊழியத்திலே உங்களை நாங்கள் வைத்திருக்கிறோம் பிரதிநிதிகளாக. இல்லை, மேனேஜர்களாக வைத்திருக்கிறோம். அதனால ஜாக்கிரதையாയിരിக்கணும். அப்பாவை கம்பெனியானு தமாசில பேசுறேன். தமாசல்ல, ஒரிஜினல் தான், தமாசு போல பேசுறேன். உண்மையான காரியத்தை நான் தமாசாக சொன்னேன். உங்களை மேனேஜராக வைத்திருக்கிறேன், இது என்னுடைய அப்பாவுடைய கம்பெனி. അപ്പോൾ പാസ് MT അന്ന് ഞാൻ ചേലച്ചോട് വരുമ്പോൾ മലേഷ്യയിലാണ്. MT அவர்கள் மலேசியாவில் இருந்தார்கள். ഞങ്ങൾ ആദ്യത്തെ മാസം കഴിഞ്ഞ് ചേലച്ചോട് പോകുമ്പോൾ, நான் முதலாவது மாத குடுவை கழிந்து சேலச்சோடுக்கு போகும்பொழுது സാറാമ്മ മദറുണ്ട്, அங்கே சாராம மதர் இருந்தார்கள், വേറെ 2 സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, വേറെ கொஞ்சம் സഹോദരികൾ இருந்தார்கள். ഇപ്പോൾ ഇത് ഇവിടെ നമ്മുടെ മരിച്ചുപോയ ഒരു സഹോദരി
വിക്ടോറിയ പിന്നീട് ഇപ്പോൾ കിച്ചണിൽ ഇരിക്കുന്ന അല്ല കട്ടപ്പന ഇരിക്കുന്നതായ വായിക്കുന്ന സഹോദരി വരുന്നത് റീന என்கிற சகோதரி இவர்கள் കാർ പോവാം. இப்படி நாங்கள் போய் கொண்டிருக்கும்போது ഞാൻ സ്പീക്കർ ഫോണിലിട്ടിരിക്കുകയാണ്. நான் സ്പീക്കർ ഫോണിൽ പാസ്റ്റർ എം ഡി എന്നെ വിളിച്ചിട്ട് ചെറിയ കുഞ്ഞെ ഇതാരാണ് ഇപ്പം അങ്ങോട്ട് അയച്ചത്? നിങ്ങളെ ഇങ്ങ இப்பொழுது அங்க அனுப்புனது யார்? കാരണം എനിക്ക് ഈ തണുപ്പൊട്ടും പറ്റത്തില്ലെന്ന് അവർക്കറിയാം. അവർക്ക് എനിക്ക് കുളിർ പൊടിക്കാതെന്ന് தெரியும். കാലാവസ്ഥ തന്നെയല്ല ചേലച്ചോടല്ലേ പുള്ളിക്കാരനാരോട് പറഞ്ഞു ഇത് സഹോദരന്മാർക്ക് താമസിക്കാൻ മുറി പോലും ഇല്ലാത്ത സ്ഥലമാണ്. സഹോദരർക്ക് തങ്ങുവதற்கு கூட இடமில்லாத ഒരു സഹോദരന്മാർ തങ്ങുവதற்கு கூட இடமில்லாத ஒரு இடம். നിങ്ങൾക്കറിയാം ചേലച്ചോടിന്റെ ആ പരിതാപകരമായ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ചേലച്ചോടിന്റെ அந்த പരിതാപകരമായ உங்களுக்கு தெரியும். ബാക്കി കട്ടപ്പനയിലെ പല ഫെയ്ത്തുവവും നന്നായി കിടക്കുക. പല ഫെയ്ത്തുവങ്ങളും കട്ടപ്പന സെന്ററിൽ നന്നായി ഇരിക്കുന്നത്. അപ്പോൾ തനിക്ക് വിഷമം തോന്നി. തനിക്ക് അവർക്ക് വേദനയായി ഇരുന്നത് ഇതാരിപ്പടി പണിനാ യാർ ഇപ്പടി ചെയ്തത്? ഞാൻ പറഞ്ഞു മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ആരെങ്കിലും പാറ വെച്ചെന്നാണോ? ஐயா நீங்கள் எப்படி நினைக்கிறீங்க? யாராவது எனக்கு ஆப்பு வைத்து விட்டார்கள் நினைக்கிறீர்களா? ശരിയായ ഒരു ആപ്പ് ഒരാൾ വെച്ചു. சரியான ஆப்பை ஒருவர் வைத்தார். ആരാണെന്ന് അറിയണ്ടേന്ന് ചോദിച്ചു. அது யார் என்று தெரியுமா? யாரது? யார் அது? പാസ്റ്റർ ഏബ്രഹാമിട്ട് ആര് ചൊല്ലിക്കൊടുത്തത്? പാസ്റ്റർ ആബ്രഹാമിടത്തിൽ யார் சொன்னது? ഞാൻ പറഞ്ഞു நான் சொன்னேன் യോഹന്നാൻ അപ്പോസ്തലനെ അറിയാമല്ലോ അല്ലേ? യോവാൻ അപ്പോസ്തലനെ உங்களுக்கு தெரியுമല്ലോ. കർത്താവിന്റെ മാർവിൽ ചാരി കിടന്ന ആണ്ടവരായ യേശുക്രിസ്തുവിന്റെ മാർവിലെ യേശുക്രിസ്തുവിന്റെ ഹാർട്ട് ബീറ്റ്സ് വിത്ത് സെക്കൻഡിൽ എത്രയെന്ന് ചോദിച്ചാൽ യോഹന്നാൻ കൃത്യമായിട്ട് പറയും. യേശുക്രിസ്തുവിന്റെ ഇതേ തുടിപ്പை തെളിവാக യോവാൻ சொல்வார். അതുപോലെ മാർവിൽ കിടന്നിട്ട് അതുപോലെ മാർവിലെ സാய்ந்திருந்து ആസിയയിലെ എല്ലാ അപ്പോസ്തലന്മാരെല്ലാം മരിച്ചുപോയി. അപ്പോസ്തലർ എല്ലാവരും AD 67 കൂടി ക്രിസ്തുവിന് പിൻ 67 വരെ അപ്പോസ്തലന്മാരെല്ലാം മരിച്ചുപോയി. അപ്പോസ്തലരെല്ലാം മരണമടഞ്ഞു. യോഹന്നാൻ ഒഴികെ. യോവാൻ തവിര. അതിനുശേഷം അതற்கு പിൻപ് ഏകദേശം 32 വർഷം അതற்கு പിൻ 32 ആണ്ടുകൾ കഴിഞ്ഞ് നല്ല വയോധികനായി 95ാമത്തെ വയസ്സിൽ പൂർണ്ണ വയതുള്ളവരായി 95ാമത് വയതിലെ താനെ നോക്കണം എത്രയോ ശുശ്രൂഷകൾ ലഭിക്കേണ്ട സമയം, എவ்வளவோ ஊழியங்கள் கிடைக்க வேண்டிய நேரம், മറ്റുള്ളവർ ഉദവി ചെയ്യണം, മറ്റുള്ളവരുടെ ഉദവി അവർക്ക് தேவைப்பட்டது. അന്ത വയസ്സാന അപ്പച്ചന് പ്രായം അപ്പച്ചൻ പത്മോസിലേക്ക് ഒരു ട്രാൻസ്ഫർ കൊടുത്തില്ലേ? പത്മോസുക്ക് ഒരു ട്രാൻസ്ഫർ കൊടുക്കപ്പെട്ടത്. അന്ത കർത്താവ് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അന്ത ആണ്ടവർ താൻ എന്നെ ഇങ്ങ് അനുപ്പിയിരിക്കാർ. ചേലച്ചോടുകാരോട് ഞാൻ പറഞ്ഞു ചേലച്ചോട് ഉള്ളവരുടെ ഇത് നിങ്ങൾക്കൊരു നല്ല സന്ദർഭമാണ്. ഇത് നിങ്ങൾക്ക് ഒരു നല്ല സന്ദർഭം. ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞു പോണ പോതേ എന്റെ മനസ്സിൽ 5 മാസമുണ്ട്. என்னுடைய மனதில் 5 மாதங்கள். നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ബുദ്ധിശാലികളായിരുന്നാൽ ചെറിയാങ്കുഞ്ഞിനെ ശരിക്കും പിഴിഞ്ഞെടുത്തോണം. ചെറിയാങ്കുഞ്ഞെ നിങ്ങൾ ശരിയാ പിഴിഞ്ഞെടുക്ക വേണം. പിഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. പിഴിഞ്ഞാൽ നിങ്ങൾക്ക് கிடைக்க വേണ്ടത് கிடைக்கும். നിങ്ങൾ അവരോട് ചോദിച്ചാൽ അറിയാം. അവരുടെ കേട്ടാൽ தெரியும். നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ബുദ്ധിശാലികളായി മാക്സിമം പിഴിഞ്ഞ് നിങ്ങൾ ഉപയോഗിച്ചോണം. നിങ്ങൾ എന്നെ മാക്സിമം പിഴിഞ്ഞ് യുദ്ധകാല അടിസ്ഥാനത്തിൽ നമുക്ക് തുടങ്ങാം. നാം യുദ്ധകാല മുറയിലെ அதை ആരംഭിക്കും. അങ്ങനെ ഭൗമികമായി 5 മാസം കൊണ്ട് 5 മാസങ്ങൾക്കുള്ളേ കുറെ അധികം വർക്കുകളോടെ തീർത്തു. അങ്ങേ അധികமான വേലകൾ ചെയ്തു മുടിത്തു. ഞങ്ങളെല്ലാം ഇതുപോലെ സുവിശേഷ പ്രവർത്തനം ട്രാക്ടൊക്കെ അടിച്ച് ഉമ്മച്ചനും ഞങ്ങളുടെ ആ പ്രദേശം മുഴുവൻ സുവിശേഷം അറിയിച്ചു. 2 വാരങ്ങൾ ഞങ്ങൾ അങ്ങേ സുവിശേഷ ഊഴിയം ചെയ്തു. മീറ്റിംഗും വെച്ചു. ഒരു കൂട്ടമും നടത്തിനോ. എനിക്ക് മാറ്റവും കിട്ടി. എനിക്ക് ട്രാൻസ്ഫർ ആണത്. അപ്പൊ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു പുതുമയല്ല. മാറ്റങ്ങൾ എന്നത് ഒരു പുതുമയല്ല. അത് നടത്തിപ്പുകാരുടെ ഔദാര്യമല്ല, അവരുടെ ശിക്ഷയുമല്ല. അത് നടത്തിപ്പുകാരുടെ ഈവോ അല്ലത് തണ്ടനയോ അല്ല. കാരണം ഈ നടത്തിപ്പുകാർക്കും ട്രാൻസ്ഫർ ഇല്ലേ? നടത്തിപ്പുകൾക്കും ട്രാൻസ്ഫർ. കട്ടപ്പന വന്ന 2 അപ്പച്ചന്മാർ പറഞ്ഞു എന്നെ പണിഷ്മെന്റിൽ ഇങ്ങോട്ട് വിട്ടെന്ന് പറഞ്ഞു. ഇത് കട്ടപ്പന പോലെ ഇത്ര ഐശ്വര്യമുള്ള സ്ഥലം എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കട്ടപ്പനയ്ക്ക് വന്ന 2 പേർ சொன்னார்கள் ഞങ്ങൾ നാട്ടിലെ ചൂടും കൊണ്ട് ഇങ്ങനെ കോഴിമുട്ട ഇരിക്കുന്ന പോലെ ചൂടും കുട്ടി കെട്ടിക്കിട്ടിരിക്കുന്നവർ ഈ തണുപ്പ് കാണുമ്പോൾ ആദ്യം ഒരു പ്രയാസം വരും. ഇങ്ങനെ ഉള്ള കുളിർ വെളിയേറുന്നവർക്ക് കൊഞ്ചം കഷ്ടമായി. ജൈവോച്ചായൻ ഇവിടുന്ന് മാറ്റം കിട്ടാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൈവോച്ചായൻ മാറ്റം കിടക്കാமல் ഇരിക്കുമ്പോൾ പുള്ളി മാറിയ ഒക്കത്തുള്ള ഒരു നിലവരത്തി വന്നു. അവർ நான் இங்கிருந்து மாறித்தான் ஆவேன் என்று சொன்னார். എന്നോട് പല പ്രാവശ്യം പറഞ്ഞു. എன்கிட்ட പലമുறை சொன்னார். 4 ചീഫ് പാസ്റ്റർമാരോട് പറഞ്ഞു. 4 ചീഫ് പാസ്റ്റർ 4 ചീഫ് പാസ്റ്റർമാർ 4 ചീഫ് പാസ്റ്റർ എടുത്ത് சொன்னார். അവരെന്തോ സമയമായി കാണത്തില്ല. അവർക്ക് നേരമാകവില്ലേ. അവസാനം എന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഇരുവരും പാസ്റ്റർ ഏബ്രഹാമിന്റെ അടുത്ത് ചെന്നു. ഞങ്ങൾ പാസ്റ്റർ ഏബ്രഹാമിന്റെ അടുത്ത് പോണം. അപ്പോൾ ഞാനിവിടെ ഒരു യൂത്ത് മീറ്റിംഗിന് പ്രസംഗിക്കാൻ വന്നതാണ്. ഞാൻ ഇങ്ങനെ ഒരു യൂത്ത് മീറ്റിംഗ് പ്രസംഗിക്കാൻ വന്നേ. കൺവെൻഷനുക്ക്. അപ്പോൾ പാസ്റ്റർ ഏബ്രഹാമിനോട് ഞാൻ പറഞ്ഞു, അച്ഛാ ജൈവോച്ചായന് 17 വർഷമായി നാട്ടിലോട്ടൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവോച്ചായൻ 17 ആണ്ടുകളാக இந்த ஹைரஞ்சில் இருக்கிறார். ஊருக்கு போக விரும்புகிறார். ദൈവഇഷ്ടമാണെങ്കിൽ കൊടുക്കേ. ദൈവസിദ്ധമാണെങ്കിൽ കൊടുங்கள்.
പകരം ആളില്ലെങ്കിൽ பதிலுக்கு ஆள் இல்லாவிட்டால் എന്നെ കട്ടപ്പനയ്ക്ക് അയച്ചു. என்னை கட்டப்பனைக்கு அனுப்புங்கள். എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സെന്ററാണ് കട്ടപ്പന. எனக்கு மிகவும் பிடித்த சென்டர் கட்டப்பனை. എൻ്റെ യൗവന സമയത്തിൽ என்னுடைய வாலிப பிராயத்தில் ഇവിടെ നന്നായി പ്രവർത്തിക്കാൻ, ഈ കോട്ടയം സെന്ററിലും കട്ടപ്പനയിലും പ്രവർത്തിക്കാനും கோட்டயம் சென்டரிலும் கட்டப்பனையிலும் പ്രവർത്തിக்க അനേക ആത്മാക്കളെ കിട്ടി. அநேக ஆத்துமாக்கள் கிடைத்து ഒരു സഭയിൽ തന്നെ 17 പേര് വേലയ്ക്ക് വന്നു. ஒரே சபையிலிருந்து 17 பேர் ஊழியத்துக்கு வந்தார்கள். എത്ര ആത്മീയ അനുഭവങ്ങൾ! இப்பேற்பட்ட ஆத்மீக அனுபவம் അതെല്ലാം ഈ കട്ടപ്പനയിൽ വെച്ച് ഉണ്ടായ അനുഭവങ്ങളാണ്. இவைகளெல்லாம் கட்டப்பனையில் கிடைத்த அனுபவம். പിറ്റേ ദിവസം അടുത്ത 2 ദിവസം ജയ്ബോയ്ക്ക് മാറ്റം കൊടുത്തു. 2 നാட்கள் പാസ്റ്റർ ജയ്ബോ അവർക്ക് മാറ്റം. പകരം ആളെ വിട്ടില്ല. பதிலுக்கு ஆளை விடவில்லை. 7 മാസം കഴിഞ്ഞപ്പോൾ 7 മാസങ്ങൾ കഴിച്ച് കോഴിക്കോട് ഉള്ളതായ എൻ്റെ 13ാമത്തെ വർഷത്തിൽ എൻ്റെ മിനിസ്ട്രി അവിടെ അവസാനിച്ചു. കോഴിക്കോട്ടിലെ 13வது ആണ്ടിലെ என்னுடைய ஊழியம் நிறைவேற்றது. ഒരു സുപ്രഭാതത്തിൽ കട്ടപ്പനയ്ക്ക് വിട്ടു. ഒരു സമയത്തിലെ എന്നെ കട്ടപ്പനയ്ക്ക് ഇപ്പം ഞാൻ 5 വർഷം കഴിഞ്ഞു. 5 ആണ്ടുകളാണത്. വന്നിട്ട് നമ്മൾ മെനക്കെട്ട് അല്ല ചുമ്മാ സമയം കളഞ്ഞില്ല. വീണാക നേരത്തെ ചെലവിടവില്ലേ. നിങ്ങൾക്കറിയാം, உங்களுக்கு தெரியும். കർത്താവിന്റെ വേല ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ഭംഗിയായി ചെയ്തുകൊണ്ടേ. தேவனுடைய வேலையை தேவன் தந்த கிருபைக்கு தக்கவண்ணமாய் நான் மிகவும் சிறப்பாய் செய்ய. അതിലുപരി ഈ കാലഘട്ടങ്ങളിൽ നടക്കാത്ത വിധത്തിൽ, இந்த നാட்കളിൽ നടക്കக்கூடாத அளவுக்கு ഈ സുവിശേഷം നമ്മുടെ ഞായറാഴ്ചത്തെ ഈ മെസ്സേജുകൾ, നമ്മുടെ ஞாயிற்றுக்கிழமையில் നടക്കുന്നതാണ് ചെയ്തികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളും പലരും കേട്ട് അനുഗ്രഹം പ്രാപിക്കാനിടയായി. ഉലകത്തിൻ പല പകുതികളും പലരും കേട്ട് ആശീർവാദം പെറുகிறார்கள். ഇത് അറിയിക്കണമെന്ന് പാസ്റ്റർ ഏബ്രഹാം എന്നോട് പ്രത്യേകം നിർദ്ദേശം തന്നു. இதை தெரிவிக்க வேண்டும் என்று பாஸ்டர் ஆபிரகாம் அவர்கள் எனக்கு கட்டளையிட்டார்கள். ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എന്നോട് പറഞ്ഞു. நான் சொன்னேன் அல்லவா, അവരെന്നോട് പറഞ്ഞു. அவரிடத்தில் சொன்னார், ചെറിയ കുഞ്ഞ് മദ്രാസിൽ ഇരിക്കുമ്പോൾ, நீங்கள் சென்னையில் இருக்கும் பொழுது 5 വർഷം 5 ആണ്ടുകൾ പാസ്റ്റർ ജേക്കബ്, പാസ്റ്റർ ഏണസ്റ്റിനോടൊക്കെ വളരെ ക്ലോസ്ലി ഇടപെടാൻ എനിക്ക് കഴിഞ്ഞു. പാസ്റ്റർ ഏണസ്റ്റിനോട് ഞാൻ മിகவும் നெருக்கமாயிருந்தேன். പാസ്റ്റർ ഫിലിപ്പ് ആണ്ടപ്പിള്ള, പാസ്റ്റർ ഫിലിപ്പ് ആണ്ടപ്പിള്ളை, പാസ്റ്റർ എം ജി എബ്രഹാം, പാസ്റ്റർ ബോബി, പാസ്റ്റർ കെ സി വർഗീസ്, ആ സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റർ ഡോണ്, പാസ്റ്റർ ടി യു, ഞങ്ങൾ ഫോണിൽ കൂടെയും അല്ലാതെയൊക്കെ വളരെ ബന്ധപ്പെട്ടിരുന്നു. ഇതുകൂടാതെ എത്രയോ പാസ്റ്റർമാർ, സിലോണിലെ പാസ്റ്റർ വേദസിംഗ്, പാസ്റ്റർ സാംബോൾ, പാസ്റ്റർ പോളിന്റെ മകൻ സാംബോൾ, ഇങ്ങനെ അനേക വിശുദ്ധന്മാരോട് നമുക്ക് ഈ നാളുകളിൽ പഴകാനും இந்த നാட்களிலே അനേക പരിശുദ്ധവാന്കളോട് പഴകവും എനിക്ക് അവിടെയൊക്കെ വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. அங்கே எனக்கு சுதந்திரம் இருந்தது. ഞാൻ ഈ ഉപദേശം പഠിച്ചൊന്നും വന്നവനല്ല. நான் இந்த உபதேசத்தை கற்று வரவில்லை. അവിടെ ഇരുന്നു കൊണ്ട് ഈ ഉപദേശങ്ങളെല്ലാം പഠിക്കാൻ കർത്താവ് அங்கே இருந்து கொண்டு உபதேசங்களை கற்றுக்கொள்ள ஆண்டவர் உதவி செய்தார். വേലയും ചെയ്യാൻ കൃപ തന്നു. ആണ്ടുடைய ஊழியத்தை ചെയ്തു. ഇതറിയാവുന്നതുകൊണ്ടാണ് പാസ്റ്റർ ഏബ്രഹാം പറഞ്ഞത്, ചെറിയാൻ കുഞ്ഞ് ഇങ്ങനെയൊക്കെ വിശുദ്ധന്മാരോട് ഇത് പഠിച്ച മനുഷ്യനാണ്. ചെറിയാൻ കുഞ്ഞ് പരിശുദ്ധവാന്കളോട് കற்றுകൊണ്ടവർ, ഉപദേശം നന്നായിട്ട് അറിയാം. ഉപദേശം നന്നായി தெரியும். മറച്ചു വയ്ക്കരുത്. அதை மறைத்து வைக்க, എവിടെയും തുറന്ന് പറഞ്ഞോണം. എങ്ങേയും തുറന്ന് சொல்ல வேண்டும். അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ പറഞ്ഞാലും അവർക്കതിന് പ്രശ്നമില്ല. ആകവേதான் நாம் യൂട്യൂബിൽ சொல்வது அவர்களுக்கு விஷயமில்லை. അവരുൾപ്പെടെ പലരും കേൾക്കുന്നുണ്ട്. ഇത് അവர்களுം കേൾക്கிறார்கள். മറ്റാർക്കും കൊടുക്കാത്ത പെർമിഷനാണ് എനിക്ക് തന്നത് പാസ്റ്റർ PM തോമസ്, പാസ്റ്റർ TU ഇവരെല്ലാം. പാസ്റ്റർ TU, പാസ്റ്റർ PM തോമസ് എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാതെ എനിക്ക് അനുമതി അளித்தார்கள். പുസ്തകങ്ങൾ അടിക്കാനും, പുസ്തകങ്ങൾ അടിപ്പதற்கு, ട്രാക്ട് അടിക്കാനും, കൈപ്രതി അടിക്കവും ഇവര് എനിക്ക് അനുവാദം തന്നു. അവർക്ക് എനിക്ക് അനുമതി അളിച്ചു. ആ അനുവാദത്തോടെയാണ് ഇന്നും അടിക്കുന്നത്. എല്ലാ വർഷവും ഞാൻ മദ്രാസിൽ നമ്മുടെ ഇത് മെൽക്കിസദേക്കിന്റെ വിഷയം കൊടുത്തയക്കാറുണ്ട്. ஆனால் எல்லா ആണ്ടുകളിലും ചെന്നൈക്ക് ഞാൻ മെൽക്കിസദേക്കിന് அந்த குறிப்பை എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് അല്ലെങ്കിൽ സന്തോഷമില്ലാത്ത ചില വേലക്കാരുണ്ട്. ഇതെല്ലാം பார்த்து മகிழ்ச்சி ഇല്ലാത്ത ചില ഊഴിയர்கள், നടത്തിപ്പുകാർക്കും ഇത് ചെയ്യാൻ ഒക്കാത്തതിന്റെ ബുദ്ധിമുട്ട്, அவர்களால் ഇത് ചെയ്യ முடியாதது. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ. അதைத்தான் நான் கடந்த வாரம் சொன்னேன். തൊഴുത്തിൽ തിന്നാനും അറിയത്തില്ല, തീറ്റിക്കുന്നവനോട്ട് തീറ്റിക്കത്തില്ലെന്ന് പറഞ്ഞു. തൊഴുവത്തിലെ ഇരുന്ന് அதை சாப்பிடவும் தெரியாது, சாப்பிடுகிறவனை சாப்பிட. അങ്ങനെ ചുരുക്കം ചില പുള്ളികൾ ഇതിനകത്തുണ്ട്. அப்படி கொஞ்சம் சுருங்கிய നടത്തിപ്പുകാരെന്ന് പറയുന്നവർ പോലും അങ്ങനെയുള്ള പാർട്ടികളുണ്ട്. നടത്തുகிறവர்கள் என்பவர்களுം எப்படிப்பட்டவர்கள், അവരെയൊക്കെ ഓർത്ത് നമ്മൾ സഹതപിക്കാനും പ്രാർത്ഥിക്കാനും പരിതാപപ്പെടവും. സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൈവത്തെ നമ്മളെ ഏൽപ്പിച്ച ദൗത്യമല്ലേ. സുവിശേഷം അറിയിപ്പ് என்பது ആണ്ടവൻ നമുക്ക് കൊടുത്ത കട്ടളை. അത് അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇதை அறிவிக்காவிட்டால் எனக்கு ஐயோ. അത് ട്രാക്ട് അടിക്കുകയും പുസ്തകം അടിക്കുകയൊക്കെ ചെയ്യണം. നാം കൈപ്രതികളെയും പുസ്തകങ്ങളെയും അച്ചിട வேண்டும். പിന്നെ നടത്തിപ്പുകാരത് അനുവദിക്കാത്തതിന് കാരണം വായി തോന്നുന്നല്ലേ എഴുതി പിടിപ്പിക്കുന്ന കുറെ പാർട്ടികളുണ്ട്. വായിക്ക് வருவதெல்லாம் எழுதுகிறவர்கள் இருக்க. അതുകൊണ്ടാണ് അവര് ചില സ്ട്രിക്റ്റുകൾ വെച്ചിരിക്കുന്നത്. ஆகவேதான் அவர்கள் சில கட்டளை வைத்திருக்கிறார்கள். അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നാം செய்ய வேண்டியவை. നന്മയെ പ്രസിദ്ധമാക്കുന്നവർ, നന്മയെ പ്രസിദ്ധപ്പെടുത്തുகிறவர்கள். ചെരിപ്പെട്ടിരിക്കുന്ന പ്രഭുകുമാരി നിന്റെ കാലത്ര മനോഹരം. മലയിൽ മേൽ നടക്കുന്ന സുവിശേഷങ്ങളുടെ പാദം എവിടെ അഴകായി. അല്ല, കിട്ടുന്നതെല്ലാം കെട്ടിടവും കെട്ടിടം പണിയണം. പണിത് കെട്ടിടം എല്ലാം വെറുതെ കിടക്കുക. கிடைக்கிற வைத்து கட்டிடங்கள் செய்வதோ
கட்டப்பட்ட கட்டிடங்கள் எல்லாம் அப்படியே இருக்கிறது. പണ്ടത്തെ പോലെ ഇപ്പോൾ ആരും സുവിശേഷ വേല ഇവിടെ വന്ന് തങ്ങുന്നുമില്ല. கடந்த காலங்களை போல யாரும் இங்கே வந்து தங்குவதும் இல்லை. നാട്ടിൽ തന്നെ പലയിടത്തും പണിതിട്ടിരിക്കുന്നെല്ലാം ചുമ്മാ പൊടി പിടിച്ച് മാറാറ് കയറി കിടക്കുക. നാട്ടിലെ இப்படி செய்து வைத்திருக்க அநேகம் அப்படி வீணா அப்படி பூட்டப்பட்டு ആവശ്യമില്ലാതാണെങ്കിലും പണിതുകൊണ്ടിരിക്കാമെങ്കിൽ അവർക്ക് നേരം പോകുമല്ലോ. അതാണ് ஆவசியமில்லை என்றாலும் இதை செய்து கொண்டிருந்தால் நேரம் പോകും, കുറെ കസരത്തെ കാണിക്കാം. ஏதாவது கொஞ்சம் நாம் എന്നാൽ കർത്താവിന്റെ വേല ശരിക്കും ചെയ്യുന്നുമില്ല. ஆனால் ஆண்டவருடைய ஊழியத்தை சரியா செய்யவில்லை. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. இதை நாம் புரிந்து கொள்ள வேண்டும். അധികാരമുണ്ട്, കസേരയുണ്ടെന്നും പറഞ്ഞ് എന്ത് വൃത്തികേടും പറയാൻ ആഗ്രഹിക്കരുത്. அதிகாரம் இருக்கிறது, நாற்காலி இருக்கிறது, எதையும் சொல்லக்கூடாது. ദൈവം തമ്പുരാനോ തന്നെ എടുത്ത് ദൂരെ കളയുന്ന പറഞ്ഞിരിക്കുന്നത്. ஆண்டவர் உங்களை எடுத்து எரிந்து விடுவார். പകരം വിശ്വസ്തരെ ഞാൻ ആക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. அதற்கு பதிலாக உண்மையுள்ளவர்களை ഞാൻ എന്നെ കൂടെ ചേർത്ത് പറയുക കേട്ടോ. என்னையும் சேர்த்து தான் சொல்லுகிறேன். വിശ്വാസികളായി നിങ്ങൾ ഓർത്തോണം. വിശ്വാസികളായി നിങ്ങൾ പുரிந்து கொள்ள നിങ്ങൾ ഇങ്ങനെ കുറെ കഴിച്ചും കുടിച്ചും വീടും വളർത്തി പിള്ളേരെയും വളർത്തി അവരെ ഇത് ഗൾഫിൽ അയച്ച് അല്ലെങ്കിൽ UK അയച്ച് ഇതൊന്നും അല്ല പ്രധാന വിഷയം. നിങ്ങൾ പുസിത്ത് കുടിത്ത് പിള്ളകളെ വെളിനാടുകളിലേക്ക് അனுப்புகிறது அல்ல விஷயம். നിങ്ങൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കണം, കർത്താവിന്റെ വേല ചെയ്യണം. നിങ്ങൾ ஆண்டவரோடு சேர்ந்து வாழ வேண்டும், தேவனுடைய ஊழியத்தை செய்ய வேண்டும். അല്ലാത്തവനെ ഒന്നും ദൈവം അംഗീകരിക്കത്തില്ല. அல்லாதவர்களை தேவன் அங்கீகரிக்க மாட்டார். പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഒരു കാര്യം ഓർത്തോണം. இந்த நாட்கள் நாம் ஒன்றை நினைப்போம். നാം വായിച്ച വേദവാക്യ പ്രകാരം നാം വാസിத்த വേദവചനം മുടി എന്തായിരിക്കുന്ന വഴി നമുക്ക് അറിയാതെ പോകും. വഴി നമുക്ക് தெரியாது. പക്ഷേ വഴി പറയാൻ നമ്മോട് ഒരാളുണ്ടല്ലോ. ആ വഴിயை காட்டுவதற்கு நம்மோடு கூட ஒரு അതാണ് യേശു പറഞ്ഞത്, ഒരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ മേലെ അയക്കും. நான் உங்களுக்கு தேற்றரவாளனை அனுப்புவேன். അവൻ വന്ന് സകല സത്യത്തിലും വഴി നടത്തും. உங்களை சகல சத்தியத்திற்குள்ளும் വഴി. പരിശുദ്ധാത്മാവിനെ പലരും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. இந்த பரிசுத்தாவியை பலரும் தள்ளிவிட்டார். പകരം ഞങ്ങൾക്ക് സകലം അറിയാവുന്ന അഹന്തയോട് കൂടിയാണ് പല വേലക്കാരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. பதிலுக்கு எங்களுக்கு எல்லாம் தெரியும் என்ற அந்த மேட்டிமையோடு போகிறார்கள். അതുകൊണ്ട് ലക്ഷ്യത്തിലെത്താതെ ஆகவே இலக்கை அடையாமல் കാലത്തിനു മുമ്പ് ചിലർ മരിച്ചു പോവുകയാണ്. காலத்திற்கு முன் மரணத்திற்கு அடிமையாகிறார்கள். അവസാനം സമാധാനമില്ലാതെ പിരിയുകയാണ്. முடிவிலே சமாதானம் இல்லாமல் போகிறார்கள். ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. இதை நாம் பார்க்கிறோம். അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ അവസാന കാലങ്ങളിൽ ചെയ്യണമെങ്കിൽ, கடைசி நாட்களில் தேவனுடைய வேலை செய்ய வேண்டும். നമ്മുടെ അവസാനം നന്നായി പോകണമെങ്കിൽ நம்முடைய இறுதி நன்றாய் இருக்க வேண்டும். പരിശുദ്ധാത്മാവിന് വലിയ പ്രാധാന്യം കൊടുക്കണം. பரிசுத்த ஆவிக்கு முக்கியத்துவம் கொடுப்போம். യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ யோவான் സുവിശേഷത്തിൽ അവൻ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. அவர் உங்களை சகல சத்தியத்திற்கு രണ്ടാമതായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് എന്താണ് നടക്കുന്നത്? இரண்டாவது பரிசுத்த ஆவியினுடைய செயல்பாடு ആ വാക്യം ഒന്ന് വായിച്ച്, അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ചും அவர் உங்களுக்கு பாவத்தைக்குறித்தும் നീതിയെക്കുറിച്ചും நீதியைக்குறித்தும் ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. நியாய தீர்ப்பைக்குறித்தும் கண்டித்து உணர்த்துவார். ഇപ്പോൾ ഒരു ചില സുവിശേഷ വേലക്കാരുടെ വിശ്വാസികളും താല്പര്യം, சில ஊழியர்களுக்கும் விசுவாசிகளுக்கும் അവരെന്താ പറയുന്നത്? அவர்கள் என்ன சொல்லி, ഞങ്ങളൊന്നും തുടരുത്, ഞങ്ങൾ എന്ത് തോന്നിവാസങ്ങളും കാണിച്ചു വന്നാലും ഞങ്ങൾ മാന്യന്മാരായിട്ട് തന്നെ ഇരിക്കും, അതുപോലെ തന്നെ പ്രസംഗിക്കാവൂ. நாங்கள் எந்த தாண்டொடித்தனம் காணித்தாலும் மேன்மையானவளா இருப்போம். അത് സുവിശേഷ വേലക്കാരൻ നടത്തിപ്പുകാർ പോലും ഇപ്പോഴും അങ്ങനെ പറയുന്നത്. அது ஊழியர்கள் சிலர் அப்படி சொல்லுகிறார்கள். ஏன் அப்படி பேசணும்? ஏன் அப்படி பேச வேண்டும்? എല്ലാവരും സുഖിപ്പിച്ച് പ്രസംഗിക്കണം. கவனமாய் பேச வேண்டும். സുവിശേഷ വേലക്കാർക്ക് ഞങ്ങളെ കുത്തി, സുവിശേഷ ஊழியர்கள் കത്തിയോട് കുത്തുകയാണ്. கத்தி வைத்தா குத்துகிறோம். ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വരുമ്പോൾ നിനക്ക് കുത്തൽ ഉണ്ടാകും. பரிசுத்தாவினுடைய செயல் உங்களை குத்தும். എനിക്കുണ്ടാകാറുണ്ടല്ലോ, எனக்கும் உண்டானது. എത്രയോ യൂട്യൂബിലെ പ്രസംഗം കേൾക്കുമ്പോൾ പോലും എനിക്ക് ആരുടെയെങ്കിലും ചിലരൊക്കെ പ്രസംഗം കേൾക്കുമ്പോഴേ, ചിലരുடைய செய்தியை நான் യൂട്യൂബ് വഴിയാ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഈ സാജു മാത്യു എന്ന് പറഞ്ഞൊരു സാജു വി ജോൺ എന്നോ ഒരു സഹോദരനുണ്ട്. സാജു വി ജോൺ എന്ന ഒരു സഹോദരൻ இருக்கிறார். അദ്ദേഹത്തിന്റെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോഴേ, അവരുடைய செய்தியை கேட்கும் பொழுது ചിലപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ചില നേരങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. ചില നേരങ്ങളിൽ അവരോട് പേശിയിരിക്കുന്നു. TPM കാരനൊന്നും അല്ല, അവർ TPM കാരനല്ല. എത്ര നന്നായിട്ട് യേശുവിനെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പറ്റിയും എന്താ പറയുന്നത്? അവർ യേശു ക്രിസ്തുവെ കുറിച്ചും പരിശുദ്ധാവിയെ കുറിച്ചും എவ்வளவு തെളിവായി പേശി. അത് എന്റെ ശബ്ദമായതുകൊണ്ട്, എന്റെ വിഷയമായതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അതും என்னுடைய விஷயமா இருக்கலாம், எனக்கு அவரை மிக பிடிக்கும். കഴിഞ്ഞ ദിവസം പുഷ്പഗിരിയിലെ, கடந்த நாட்களிலே புஷ்பகிரியிலே കമ്മ്യൂണിറ്റി മെഡിസിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, அங்கே தலைமைத்துவத்தில் இருக்கிறவர்கள் ഡോക്ടർ ഫെലിക്സ്, டாக்டர் பிலிப், ഞാൻ പാലായിലിരിക്കുമ്പോൾ நான் பாலாவில் இருக்கும் തന്റെ കുടുംബം നമ്മോട് വളരെ ഐക്യതയോടെ വന്നുകൊണ്ട് സമയമായിരുന്നു. அவர் நம்முடைய ஐக்கியமா இருந்த நேரம், വർഷങ്ങൾക്ക് ശേഷം வருடங்களுக்கு பின் ഈ ഡോക്ടർ ഫെലിക്സ് എന്നെ വിളിച്ചു. டாக்டர் ஃபெலிக்ஸ் என்னை அழைத்தார். അദ്ദേഹത്തിന്റെ വൈഫ് മരിച്ചുപോയി, அவருடைய மனைவி மரணமடைந்தார்கள். ഡോക്ടറായിരുന്നു. அவர்கள் டாக்டர். ഞാൻ ഇരിക്കുമ്പോഴാണ് ആ ഭാര്യ സ്നാനപ്പെട്ടതും ഈ കൂട്ടായ്മ വന്നതൊക്കെ. நான் இருக்கிற நேரத்தில் அவருடைய மனைவி ஞானஸ்நானம் பெற்று நமக்கு ஐக்கியத்திற்குள்ள. അദ്ദേഹത്തിന്റെ അപ്പൻ ഉലകനാൻ സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷം അറിയിച്ചു, ദൈവത്തിന്റെ ആലോചന അറിയിച്ചു, താനെ ഒരു ആലോചന കേട്ടു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. താനെ രണ്ടാമത് ദൈവം പറഞ്ഞു, നീ എൻ്റെ പാലായി സാക്ഷിയായി തീരണം, അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു.
അങ്ങനെയെങ്കിൽ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പുള്ളി മരിക്കുകയും ചെയ്തു. அவருடைய தகப்பனாராகிய உலகனான் அவர்கள் முதலாவது எங்களுடைய ஆலோசனை கேட்டு வந்தார்கள். இரண்டாவது நீங்கள் பாலாவிலே சாட்சி சொல்ல வேண்டும் என்ற தேவ ஆலோசனை சொன்ன பொழுது செய்ய மாட்டேன் என்ற பொழுது அப்பொழுது நீர் மரித்து விடுவீர் என்று. അടുത്ത കാലത്ത് ഇത് ഡോക്ടർ ഫെലിക്സിന് ആരോ അയച്ചു കൊടുത്തത് നിങ്ങളെ പറ്റി ഒരു സാക്ഷ്യം പാസ്റ്റർ ചെറിയാങ്കുഞ്ഞിന്റെ പ്രസംഗത്തിലുണ്ട്. പാസ്റ്റർ ചെറിയാങ്കുഞ്ഞിനുடைய செய்தியிலே உங்களை பற்றி செய்தி வந்தது என்று அவருக்கு அனுப்பி இருக்கிறார். അദ്ദേഹം തിരുവല്ലയിൽ ചെന്ന് നമ്പർ എടുത്ത് എന്നെ വിളിച്ചു. அவர் திருவள்ளாவில் போய் என்னுடைய நம்பரை வாங்கி என்னை அழைத்தார். ഇപ്പോൾ അദ്ദേഹം തിരുവല്ലയിൽ കാത്തിരിപ്പ് യാത്രയൊക്കെ പോകുന്നുണ്ട്. இப்பொழுது அவர் காத்திருப்பு கூட்டங்களுக்கு திருவிழாவுக்கு போகிறார். അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, அவர் சொல்லுகிறார், എന്നോട് പറഞ്ഞ പാസ്റ്ററെ ഈ നാളുകളിൽ ഞാൻ യൂട്യൂബിലെ പലരുടെയും പ്രസംഗം കേൾക്കുന്നുണ്ട്. இந்த நாளிலே പലരുടെയും പ്രസംഗങ്ങളെ യൂട്യൂബിൽ ഒരു 4 പേരുടെ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നു. 4 കാര്യങ്ങളെ സ്ഥിരമായി കേട്ടു. അതിലൊന്ന് ഈ സാജു മാത്യു എന്ന് പറഞ്ഞ സാജു ജോൺ മാത്യു என்பவர். ഞാൻ പറഞ്ഞു എനിക്കും അറിയാം, അദ്ദേഹം കർത്താവിനെ വളരെ സ്നേഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. அவர் ஆண்டவரை நேசித்து செயல்படுகிற ஒருவர், പണത്തിന്റെ പുറകെ പോകുന്നവരല്ല, பணத்திற்கு பின்னால் போகிறவர் அல்ல. നിങ്ങൾക്കും വേണമെങ്കിൽ യൂട്യൂബിൽ സാജു ഇതിന്റെ കേൾക്കാം. நீங்களும் அதை கேட்கலாம். നന്നായിട്ട് യേശുവിനെ പറ്റി പറയുന്നുണ്ട്. നന്നാக அவர் இயேசு கிறிஸ்துவை. നമ്മുടെ ആളുകൾക്ക് യേശുവിനെ വേണ്ട. നമ്മുടെ ആളുകൾക്ക് യേശുവെ വേണ്ട. പക്ഷേ അദ്ദേഹം എം.ജെ. മാത്യു പറയും, പക്ഷേ എം.ജെ. മാത്യു சொல்வார், CPM-ലെ കുറെ വേലക്കാർക്ക് സിയോൻ 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 പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കത്തി നടക്കുക. CPM-ൽ இருக்கிறதான ஊழியர்கள் சியோன் ചിലർ சியோன் சியோன் എന്ന് அதை தேடுகிறார்கள். എന്തുവാന്ന് പോലും അറിയത്തില്ല സിയോൻ. അത് என்ன എന്ന് கூட தெரியாது. ഇങ്ങനെ തത്തമ്മ പൂച്ച പൂച്ച പറയുന്ന പോലെ സിയോൻ 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 എന്ന് പറഞ്ഞു ചുളിച്ചാണ്. കിളി പൂனை പൂனை என்று சொல்வது போல சொல்கிறார்கள். എന്തുവാന്ന് പോലും അവർക്ക് അറിയത്തില്ല. என்ன என்பது அவளுக்கு தெரியாது. പ്രിയപ്പെട്ടവരെ, സിയോനിൽ ഒന്നുമില്ല. പ്രിയമാനവരെ, സിയോൻ என்பது ഒന്നുമില്ല. അങ്ങനെ പാസ്റ്റർ യാനസ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. அப்படித்தான் பாஸ்டர் யானஸ் படிப்பித்தார். സിയോനിൽ ഒന്നുമില്ല. സിയോനിൽ ഒന്നുമില്ല. പക്ഷെ അവിടെ ഉള്ളതാണ് പ്രാധാന്യം. அங்க இருக்கிற நாம் இருக்கிறது தான் பிரதானம். നാം അല്ല അവിടെ ഇരിക്കുന്നത്. அங்க இருக்கிறது தான். ആരാണ് സിയോനിൽ? யார் அங்க സിയോനിൽ? വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വെളിപ്പെടുത്തുന്ന വിശേഷം 14-ാം അധ്യായത്തിൽ ഇത് നടത്തിപ്പുകാര് തലതിരിഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങിയ പിന്നെ ആരാ എന്ത് പറയാനെന്ന് വെച്ചാൽ സാധാരണക്കാരാണ് തിരക്കേടില്ല. TPM-ലെ ചില സ്ഥാനത്തിരിക്കുന്ന പുള്ളികൾ പോലും, ഞാൻ ചീഫ് പാസ്റ്റർമാർ കാര്യമല്ല പറയുന്നത്, അതിന്റെ താഴെ ചില പുള്ളികളുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഇവനൊക്കെ നരകത്തിൽ വിടത്തുള്ളൂ. சில ஊழியர்களுடைய பிரசங்கத்தை கேட்டால் அவர் கேட்கிறவர்கள் நரகத்திற்கு தான் போகக்கூடிய அளவு. കേട്ടിട്ടെങ്കിലും ആരെങ്കിലും ക്രൂശിക്കാൻ വരുന്ന ക്രൂശിച്ചോട്ടെ, എന്നാലും തിരക്ക്. ഇதை കേട്ട് யாராவது என்ன சிலுவையில் அறைய முயற்சித்தால் சிலுவையில் அறையட்டும். എന്തോ ഒരു വിവരക്കേടാന്നറിയാം നമ്മുടെ ചില വേലക്കാർ പറഞ്ഞു. എவ்வளவு മദീനமான കാര്യം. സിയോൻ 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 അപ്പോസ്തലന്മാരെ. എടാ, അപ്പോസ്തലന്മാരുടെ ഏറ്റവും വലിയ യോഗ്യത സഹിഷ്ണുതയാണ്. അപ്പോസ്തലരുടെ மிகப்பெரிய தகுதி பொறுமையாயிரு. ഇങ്ങനെ കാലങ്ങൾ പറഞ്ഞു 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 പോവാണ്. நீங்க இப்படி பறந்து பறந்து போகிறீர்கள். എടാ, സിയോനിൽ ഒന്നുമില്ല, ബാരൻ ഗ്രൗണ്ടാ. സിയോൻ வந்து எதுவும் இல்லை. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ. അത് മലയാ. ഇടുക്കിക്കാരുടെ മലയെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഇടുക്കിക്കാർക്ക് മലയെ പറ്റി. ഞാൻ 35 വർഷം ഇവിടെ ഇരിക്കുന്ന സമയത്തിൽ, 35 വർഷം മുമ്പ് കട്ടപ്പനയുള്ളപ്പോൾ, 45 ആണ്ടുകൾ കട്ടപ്പനയിൽ ഇരിക്കുമ്പോൾ ഞാനും വിശ്വാസ സഹോദരന്മാരോട് ആ വലിയ മലയിലൊക്കെ പോയിരുന്നു. രാത്രി കുറച്ചു നേരം പ്രാർത്ഥിക്കും. நாங்கள் அந்த பெரிய மலையிலே போய் கொஞ்ச நேரம் ஜெபிப்போம். അപ്പോൾ ഈ മല നിങ്ങൾക്കറിയാം പച്ചപ്പുണ്ടായ ഒരു സ്ഥലമാണ്. அந்த மலையிலே அதிகமான പശും പുല്ലുകൾ. പക്ഷേ അവിടുത്തെ പ്രാധാന്യം എന്താണ്? அங்கே உள்ள பிரதானம் என்ன? ക്രിസ്തു കുഞ്ഞാട് അവിടെ ഉണ്ടെന്നാണ്. அங்கே ആട്ടുകുട്ടിയാனவர் இருக்கிறார். இருக்கிறார். TPM-ലെ ചില വേലക്കാർക്ക് വിശ്വാസികൾ യേശുവിനെ വേണ്ട എന്നാണ് പാസ്റ്റർ എം.ജെ. മാത്യു പറയുന്നത്. CPM-ൽ இருக்கிற വേല ஊழியர்களுக்கும் ചിലർക്ക് നിങ്ങൾക്ക് എന്താ എല്ലാ ഊഴിയക്കാരനും വല്ല വൈകാരമുണ്ടോ? ചില ஊழியர்களுக்கு அதை குறித்ததான தவறான எண்ணங்கள் இருக்கிறது. ഏജിന്ന് വന്നല്ലയോ? ശരി. അപ്പോ എല്ലാ വേലക്കാരൊന്നുമില്ല. ഇവിടെ വേലക്കാരെല്ലാം ഒരുപാട് പേര് നല്ല വേലക്കാരാണ്. ഇங்கே இருக்கிற பெரும்பான்மையான ஊழியர்கள் மிகவும் நல்லவர்கள். കുറെ സമ്മിശ്ര ജാതികളുണ്ട്. പറയാതിരിക്കാൻ ഒക്കത്തില്ല. அவர்கள் சில கலப்படமானவர்களாണ് ഇവരെ നശിപ്പിക്കുന്നത്. இவர்கள் இந்த ஊழியத்தை അത് ചില സ്ഥാനത്തിരിക്കുന്നവരുണ്ട്, അല്ലാത്തടത്തുമുണ്ട്. அவர்கள் പദവിയിൽ இருக்கிறവர்கள் ഇവരൊട്ട് സിയോനെ ഒരിടത്തും പോകത്തില്ല. இவர்கள் சியோனுக்குள்ள எங்கேயும் போக. കാരണം പ്രതികാരവും വൈരാഗ്യവും പകയാണ് ഇവർക്ക്. இவர்களுக்குள்ளே பகையும் வைராக்கியமும் இருக்கிறது. ഇവർ യേശുവിനെ പറ്റി പ്രസംഗിക്കത്തില്ല. സിയോൻ 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 സിയോൻ. இவர்கள் இயேசுவை குறித்து பிரசംഗിക്കാமல் സിയോനെ. അതുകൊണ്ടാണ് പാസ്റ്റർ എം.ജെ. മാത്യു പറഞ്ഞത്. ஆகவேதான் பாஸ்டர் எம்.ஜே. மாത്യு சொன்னார்கள், ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതൊന്നും അറിയാതെ വന്നവനാ. நான் இதெல்லாம் தெரியாமல் வந்தவன். ഞാൻ പാസ്റ്റർ എം.ജെ. മാത്യുവിന്റെ ഇങ്ങനെ കുറെ നല്ല വിശുദ്ധന്മാർ പറഞ്ഞത് കേട്ട് ഞാനങ്ങ് പറയുന്നുള്ളൂ. മുഖ്യமான പരിശുദ്ധവാன்கள் சொல்வதை കേട്ട് ഞാൻ சொல்கிறேன். വചനം പഠിച്ചു, ഉപദേശവും പഠിച്ചു. വചനത്തെയും അതുകൊണ്ട് അത് ഇനി ആരും പഠിപ്പിക്കാൻ വരണ്ട. ഇനി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാം. ஏதாவது புது காரியங்கள் சொன்னால் கேட்கிறோம், பழையதை எனக்கு கற்றுக் கொடுக்க வேண்டாம். അത് വിശുദ്ധന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. அதை பரிசுத்தவான்கள் ഇതിനകത്ത് നല്ല സൂപ്പർ വിശുദ്ധന്മാരുണ്ട്, എനിക്ക് പരിചയമുണ്ട്. எனக்கு ഇതിൽ இருந்தாலும் சிறந்த பரிசுத்தவான்களே பழக்கம் இருக்கு. ഇപ്പോഴും ഉണ്ട്. അവർ ഇപ്പോഴും இருக்கிறார்கள். കേരളത്തിലും ഉണ്ട്. കേരളത്തിലേ இருக்கிறார்கள். ചിലവന്മാരുണ്ട് യാതൊരു പരിജ്ഞാനം വിവരമില്ലാത്ത
ഇല്ലാത്ത കുറേ എണ്ണമുണ്ട്. சிலர் ஞானமே இல்லாத சிலர் இருக்கிறார்கள். ഇവരാണ് ഈ മാർഗത്തിന് ഈ പറഞ്ഞ വിഷപ്പാമ്പുകളായിട്ട് നടക്കുന്നത്. இவர்கள் இந்த மார்க்கத்தின் விஷப்பாம்புகளாய் இருக்கிறார்கள். ഇവർ മറ്റുള്ളവരെ നാശത്തിലേക്ക് കൊണ്ടുവന്നവരായി. இவர்கள் மற்றவர்களை அழிவுக்கு நேர நடத்துகிறார்கள். ഇത് നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ இதை நீங்கள் புரிந்து கொள்ள യൂദായുടെ ലേഖനത്തിലും യൂദാ നിരുവത്തിലും 2 പത്രോസിന്റെ 2-3 അധ്യായത്തിലുണ്ട്. 2 പേതുരു 2-3 ഇവരെ തിരിച്ചറിയണം. இதை நாம் சரியாக ഇവർ മാനുഷികമായ പരിഗണനകൾ ഒരുപാട് കാണിച്ചു കൊടുക്കും. இவர்கள் மனுஷிகமாய் பலதை செய்வார்கள். വേലക്കാരെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ നോക്കും. அவர்கள் ஊழியர்களை தன் பக்கம் இழுப்பார்கள். വേലക്കാർക്ക് ഷുഗർ കൂടാനുള്ള ബിസ്ക്കറ്റ് മുട്ടായി ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. சுகர் கூடாமல் இருப்பதற்கு முட்டாய் பிஸ்கட். ഞാൻ ഈയിടെ ഒരു അച്ചായനോട് പറഞ്ഞു, நான் ஒரு ஐயாடத்தில் சொன்னேன், അച്ചായനും ബുദ്ധിയോടെ ചെയ്യും, ഈ ഒന്നാമത് വേലക്കാർക്കെല്ലാം ഷുഗറാണ്. ஐயா ஊழியர்களுக்கெல்லாம் சுகர். ഈ സാക്രീൻ നിറഞ്ഞതും ഈ വേണ്ടാത്ത കെമിക്കൽ ചേർത്ത ഈ ബിസ്ക്കറ്റ് മുട്ടായിയൊക്കെയാണ് വേലക്കാർ കൊടുക്കുന്നത്. സാക്രീം നിറഞ്ഞതും അവശ്യമില്ലാത്ത മുട്ടായികളെയും ബിസ്ക്കറ്റുകളെയും കൊടുക്കും. ഇത് പരിജ്ഞാനമില്ലാത്തവരെ പെണ്ണുങ്ങൾ വാങ്ങിച്ചോണ്ട് പോകും. ഇത് ஞானമില്ലാത്തവർ വാങ്ങിക്കൊണ്ട് ഉപദേശം അപ്പച്ചൻ തന്നതല്ലേ, അപ്പച്ചൻ കൊടുത്തത്. അപ്പച്ചൻ തന്നാൽ അത് വായിക്കാനുള്ള ബോധം നിനക്ക് വേണ്ടേ? അപ്പച്ചൻ കൊടുത്താലും ഇത് വാങ്ങக்கூடிய അറിവ് உங்களுக்கு വേണ്ട. നീ പിന്നെ രോഗിയാകത്തേ ഉള്ളൂ. നിങ്ങൾ വീണ്ടും നോയാളിയാകുക. അതുകൊണ്ട് ഇവിടെ അപ്പച്ചനും അമ്മച്ചിക്കും വലിയ പ്രാധാന്യം. പണ്ട് സിലോണിൽ വെച്ച് ഒരു ഭാഷ പറഞ്ഞ പോലെ, ഫിലിപ്പാണ്ടപ്പിള്ളയുടെ അപ്പന്റെ ഭാര്യ പറഞ്ഞ പോലെ, ഫിലിപ്പാണ്ടപ്പിള്ളയുടെ അമ്മ, ഫിലിപ്പാണ്ടപ്പിള്ള ഊഴിയുടെ അമ്മ சொன்னതുപോലെ, പുള്ളിയുടെ ഭർത്താവ് അവളുടെ കണവനാർ ചാണ്ടപ്പിള്ള പാസ്റ്റർ അന്നത്തെ വിശുദ്ധന്മാർ ഈ 2ാം ക്ലാസ്സിൽ പോകുമ്പോൾ അത് ബക്കറ്റിലേക്ക്, അന്ന് അങ്ങനെയാണല്ലോ, ടോയ്ലറ്റില്ല, ബക്കറ്റ് എടുത്തുകൊണ്ട് പോകും. അവர்கள் ബക്കറ്റ് എടുത്തുകൊണ്ട് പോവാர்கள் வெளியேறுவதற்கு. അപ്പോൾ സ്മെല്ലുണ്ടായി, മണം இருக்கும். ഉടനെ ഒരാൾക്ക് അത് പാസ്റ്റർ ആൽവിൻ്റെയാന്ന് പറഞ്ഞു. അത് പാസ്റ്റർ ആൽവിനുള്ളത് എന്ന് சொன்னார். അപ്പോൾ പാസ്റ്റർ ചാണ്ടപ്പിള്ള പാസ്റ്റർ പറഞ്ഞു, ആണ്ടപ്പിള്ള ഊഴിയർ சொன்னார், ഇതിപ്പോ ആരുടെ ആയാലും എല്ലാം മണക്കുമെന്ന് പറഞ്ഞത്. ഈ വിശുദ്ധന്മാർ കൊണ്ട് കത്തി പോകാതെ നിങ്ങൾ എന്ത് വേലയാണ് ചെയ്യുന്നതെന്ന് ആദ്യം നിങ്ങൾക്ക് ബോധം വേണം. നിങ്ങൾ എന്താണ് പറഞ്ഞു പിടിപ്പിക്കുന്ന ഒരു ബോധം നിങ്ങൾക്ക്. നിങ്ങൾ കാണിക്കുന്നതിൽ എത്രത്തോളം പരിജ്ഞാനമുണ്ട് നിങ്ങൾ മനസ്സിലാക്കും. കസേരയുടെ ബലത്തിൽ ചെയ്താൽ നാളെ കസേര തെറിച്ചാൽ നീ ഒന്നുമില്ല, ബലൂണിലെ കാറ്റ് പോയതുപോലെ ആയി. ഇതാ കൊണ്ട് ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ. കുറെ നാളായിട്ട് ഞങ്ങൾ കണ്ടു കേട്ട് സഹിച്ചുകൊണ്ടിരിക്കും. ബാക്കി ഞാനും നോക്കിക്കോളാം. പക്ഷെ പറയാതിരുന്ന ദൈവം തമ്പുരാൻ എന്നോടും കോപിക്കും. അപ്പോൾ ഞാൻ അങ്ങനോട് പറഞ്ഞു, ഒരു 2 കിലോ ആട്ടിറച്ചി വാങ്ങിച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുക, ഇത്രയും കാശ് പോകത്തില്ല, ഞങ്ങൾക്ക് ഒരു സന്തോഷം വരും. ഈ സാക്രിനും അനാവശ്യമായി മുട്ടായി വാങ്ങിച്ച് ഓരോ മാസത്തിനും കൊടുത്ത് മനുഷ്യരെ വികടങ്ങളാക്കാതെ, ഒവ്വൊരു മാസവും വിധമായി മുട്ടായികളെ കൊടുത്തു ബിസ്ക്കറ്റുകളെ കൊടുത്തു മനുഷ്യരെ നോയാളികളാക്കാതിരുങ്ങൾ. അത് പറഞ്ഞാൽ കുറ്റമാണോ? അത് ചൊന്നത് തപ്പാ? ഇനി ഇത് പറഞ്ഞില്ലെങ്കിൽ വേലക്കാർ പെട്ടെന്ന് ചത്തുപോകത്തില്ല. ഇത് ചൊല്ലാവിട്ടാൽ ഊരികൾ സരിതയായി മരണമടൈവാர்கள். അത് പറയുന്നതാണ് തെറ്റ്. അത് ചൊല്ലുന്നത് തവറ്. നീ കാണിക്കുന്നില്ല തെറ്റ്. നിങ്ങൾ ചെയ്യുന്നത് തവറ്. വിവരം ഉണ്ടെ കാണിക്കത്തില്ലേ? உங்களுக்கு വിവരം இருந்தால் செய்வீர்களா? ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നിങ്ങളും പുരിഞ്ഞു കൊള്ള വേണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ ബേക്കറിയിൽ നിന്ന് അതും വാങ്ങിച്ചു കൊടുക്കും. ഉങ്ങളുടെ പിള്ളകളെ പ്രിയപ്പെടുത്താൻ നിങ്ങൾ ബേക്കറിയിൽ നിന്ന്, എന്നിട്ട് ടിവിയും തുറന്നു വെച്ചുകൊണ്ട് കാർട്ടൂണാണ് പിള്ളേരെ കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആ കാർട്ടൂൺ കണ്ട പിള്ളേരുടെ മാനസിക നിലവാരം മാറിപ്പോകും. കാർട്ടൂൺ പാർക്കുന്ന പിള്ളയുടെ മനനില മാറും. അത് ഒറിജിനൽ അല്ലല്ലോ, അത് ഉണ്മയല്ല. പകരം നിങ്ങൾ എന്തെങ്കിലും ഡിസ്കവറിയോ ആനിമൽ പ്ലാനറ്റോ നടക്കുന്ന സംഭവത്തെ കാണിച്ചുകൂടെ? നടക്കக்கூடிய കാര്യങ്ങളെ നിങ്ങൾ കാട്ടുങ്ങൾ. ഇത് ആരംഭം തൊട്ട് കാണിച്ചാൽ അവർ കണ്ടോളും. ആരംഭം മുതൽ അതേ കാട്ടി. ഈ ബോധമില്ലാത്ത മാതാപിതാക്കൾ അല്ലെ അമ്മമാര്, ഇത് ശരിയായി പുരിഞ്ഞു കൊള്ളാതെ താഴെ, ഞാനൊരു സ്ത്രീയോട് നിങ്ങൾ എന്തേ കാണിക്കുന്നു ചോദിച്ചു. നിങ്ങൾ എന്നെ ഇതിട്ട് കൊടുത്ത് അവൻ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഇതേ ഫോട്ടോ വെച്ചാൽ അവൻ അങ്ങ് ഇരുന്നോളൂ. ഇച്ചിരി ഗുണമില്ലാത്ത മിക്സർ വാങ്ങിച്ചു കൊടുത്ത ഇതും കുറിച്ച് സ്നാക്സ് വാങ്ങി കൊടുത്തു വിട്ടാൽ തിന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും. ഇതേ അവൻ സാപ്പിട്ടുകൊണ്ട് ബോധം വേണ്ട മനുഷ്യർക്ക്. മനുഷ്യനക്ക് ഒറിജിനലാണോ? ഇത് ഉണ്മയാ? ഈ ആർട്ടിഫിഷ്യൽ എല്ലാം കണ്ട് ഈ പിള്ളേരുടെ മനസ്സ് കെട്ടുപോകും. ഇവകളെ കற்பനയാണ്, ഇവകളെ പാർത്ത് പിള്ളേരുടെ മനസ്സ് കെട്ടുവിടും. അവസാനം പിള്ളേരെ സ്ട്രൈറ്റ് ആക്കാൻ സാധിക്കത്തുമില്ല. പിള്ളേരെ ശരിயான വഴിയിൽ കൊണ്ടുവരും. പിന്നെ അവർ പഠിക്കാതാകുമ്പോൾ അവരെ പിന്നെ അന്നേരം പ്രഹസനം തുടങ്ങും. അവർ കൽവി നഷ്ടപ്പെടുമ്പോൾ അവർ ഈ കോമാളിത്തരെല്ലാം കാണിക്കുമ്പോഴേ ഇവർക്ക് ചൂട് വരുന്നത്. ആരാ അതിന്റെ കാരണം? നീയല്ലേ ഇതിന്റെ കുഞ്ഞിനെ നശിപ്പിച്ചത്. നിങ്ങളാണ് പിള്ളേ കെടുக்கிறீர்கள். ഇത് പെന്തക്കോസ്തുകാർക്ക് ബോധം പോയ പിന്നെന്ത് പറയാൻ? പെന്തക്കോസ്തുകാർക്ക് ജ്ഞാനമില്ല എന്നാൽ എന്ത് ചെയ്തത്?
ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். അപ്പോൾ നമ്മൾ തന്നെയാണ് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നത്. நாமே நமக்கு தீமை செய்கிறோம். എന്നിട്ട് നാം വലിയ സിയോനാണ് യെരുശലേമാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പറഞ്ഞു സിയോൻ യെരുശലേം എന്ന് പീത്തി കൊണ്ട് തിരിகிறோம். ഇപ്പൊ എന്ത് സംഭവിച്ചു? என்ன நடந்தது? ദൈവത്തിന്റെ വചനം പറയുന്നത്, தேவனுடைய வசனம் சொல்லுகிறது, അവർ ஞானிകളെന്ന് പറഞ്ഞ് മൂഢന്മാരായി പോയി. அவர்கள் ஞானிகள் என்று சொல்லி அவர்கள் மதியினர்களாகிறார்கள். ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ ലീഡർഷിപ്പ് നമുക്ക് ആവശ്യമാണ്. ஆகவே பரிசுத்த ஆவியானவருடைய நடத்துதல் தேவை. ദൈവത്തിന്റെ പരിശുദ്ധ, അതുകൊണ്ടാണ് യോബിന് വഴിയറിയാതെ പോയെങ്കിലും யோபு வழி தெரியாமல் യെശയ്യാവിൽ വായിക്കുമ്പോൾ വഴി ഇതിലേ എന്നൊരു ശബ്ദം കേൾക്കും. ஏசாயாவில் வாசிக்கிறோம் வழி இதுவே வழி எதுவே என்கிற ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാതെ പോയാൽ, அந்த பரிசுத்தாவுடைய சத்தத்துக்கு ഏത് വലിയ പാസ്റ്റാണെങ്കിലും ശരി, വിശ്വാസിയാണെങ്കിലും ശരി, நீங்கள் எவ்வளவு பெரிய விசுவாசியாயிருந்தாலும் ഈ അവസാനം ലക്ഷ്യം തെറ്റി അല്ലാത്തടത്ത് പോകേണ്ടി വരും. நீங்கள் முடிவில் இலக்கை தவறி நீங்கள் போகக்கூடாத இடத்துக்கு നിന്റെ പ്രവൃത്തി എന്താണെന്ന് നീ പരിശോധിക്കേ. உங்களுடைய செயல் என்ன? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയാണോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? தேவனுக்கு பிரியமான செயலை நீங்கள் செய்கிறீர்கள். വാചോടിക്കാം, பேசலாம். മനുഷ്യ ശൗലിന്റെ കാര്യം പറഞ്ഞ പോലെ പൊരുളുകളും അതെല്ലാം കൊടുത്ത് മയക്കെടുക്കാം, பொருட்களை கொடுத்து ஜனங்களை மயக்கலாம். പക്ഷെ നിന്നെ ന്യായം വിധിക്കും, നിന്റെ ജനത്തെ ന്യായം വിധിച്ചു. உங்களையும் நியாயம் தீர்ப்பால் உங்களுடைய ஜனங்களை நியாயம் தீர்ப்பால். ശൗല് ന്യായം വിധിക്കപ്പെട്ടു, சவுல் நியாயம் தீர்க்கப்பட்டார். അവസാനം ഒരു പരിശുദ്ധാത്മാവ് ആലോചനയില്ല, ദൈവദാസന്മാരും ആലോചനയില്ലാതായി. முடிவில் பரிசுத்தாவியின் ஆலோசனை அவனுக்கு கிடைக்கவில்லை. എന്നിട്ട് വെളിച്ചപ്പാടത്തിലെ ആലോചനയ്ക്ക് പോയി. അവൻ சூனியக்காரிடத்தில் போனான். അവസാനം സ്വന്തം വാളുകൊണ്ട് തന്നെ അവൻ വെട്ടേറ്റ് മരിക്കേണ്ടി വന്നു. முடிவில் தன்னுடைய வாளிலே அவன் மரணத்தை சந்தித்தான். നിന്റെ കാലം കഴിഞ്ഞുകൊണ്ട് വേല നശിക്കത്തില്ല. உன்னுடைய காலத்திற்கு பின் ஊழி அழிந்து விடாது. ദൈവം ഒരു ദാവീദിനെ ഉരുവാക്കിക്കൊണ്ടിരുന്നു. அங்கே தேவன் தாவீதை உருவாக்குகிறார். നിന്റെ സ്ഥാനത്ത് അവനെ വെച്ച് ദൈവം തന്റെ വേല ജയിക്കുന്നവനാണ്. உன்னுடைய ஸ்தானத்திலே அவனை வைத்து വേലക്കാരും ഭയപ്പെടണം, ஊழியர்கள் നടത്തിപ്പുകാരും ഭയപ്പെടണം. അധികാരവും കസേരയും കൊണ്ട് കൈയാളാൻ ശ്രമിക്കരുത്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് വേല ചെയ്യണം. அதிகாரத்தை வைத்துக் கொண்டு நீங்கள் கையாளக்கூடாது, பரிசுத்தாவிக்கு கீழ்ப்படியுங்கள். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். ഇവിടെ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. பரிசுத்தாவின் நடத்தலை குறித்து യെശയ്യാ 55-ാം അധ്യായത്തിൽ 8-ാം വാക്യം വായിക്കുമ്പോൾ, യെശയ്യാ 55:8 വായിച്ചേ, പെട്ടെന്ന് വായിക്കുക. യെശയ്യാ 55:8, യോഹന്നാൻ 21-ാം അധ്യായത്തിലൂടെ, എന്റെ വിചാരങ്ങളല്ല என்னுடைய நினைவுகள் உங்களுடைய நினைவுகள், നിങ്ങളുടെ വിചാരങ്ങളല്ല. വായിക്കാം. என்னுடைய நினைவுகள் உங்களுடைய நினைவுகள் அல்ல, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ, என்னுடைய வழிகள் அல்ல உங்களுடைய வழிகள். അതുകൊണ്ട് ദൈവത്തെ നമ്മുടെ വഴികളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. தேவனை நம்முடைய வழிக்கு கொண்டு வராமல் അപ്പൊ പകരം വരുന്ന പിശാചാണ്. പിശാച് എന്ന ദൈവമായിരിക്കും നീ കൊണ്ടിരുന്ന വഴികൾ വരുന്നത്. உங்களுடைய வழிகளில் வருகிறவன் சாத்தான். അങ്ങനെയാണ് ഇന്ന് പലരും തെറ്റിപ്പോകുന്നത്. இப்படித்தான் பலரும் தவறி விடுகிறார்கள். എന്നാൽ ദൈവത്തിന്റെ വഴിയിലേക്ക് നീ വരണം. தேவனுடைய வழிக்கு நீங்கள் வர வேண்டும். ആ വഴി അന്വേഷിക്കണം, அந்த வழியை தேட வேண்டும். വഴി ഏതെന്ന് അന്വേഷിക്കണം. வழி எது என்று விசாரியுங்கள். യിരെമ്യാവിൽ പോകുമ്പോൾ, യിരെമ്യാവിൽ വായിക്കുമ്പോൾ, യെരമ്യാവിലെ നാം വാസിക്കുമ്പോൾ, വഴികളിലെ നിന്ന് வழியிலே நின்று പൂർവ്വ വഴി ഏതെന്ന് பூர்வ வழி என்று பார்த்து അതിൽ നോക്കി അതിലേ നടപ്പിൻ, அதிலே நல்ல വഴിയിൽ നടങ്ങൾ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രാമം ലഭിക്കും. அப்பொழுது உங்களுடைய ஆத்துமாவுக்கு இளைப்பாறுதல். വഴി അറിയാതെ പോകുന്ന മൂഢന്മാർ, வழി தெரியாமல் போகிற மூடர்கள். വായിച്ചേ, 6:16 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി യിരെമ്യാ 6:16 വായിക്കാം. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൽ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം. എന്നാൽ നിങ്ങളുടെ മനസ്സിന് ഏതാണ് പഴയ വഴി? எது பழைய வழി? കുറെ പാഷന്മാരെ പ്രസംഗിക്കുന്ന വഴിയല്ല ഇത്. போதகர்கள் போதிக்கிற வழி அல்ல. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. நானே வழியும் சத்தியமும் ஜீவனும். ക്രിസ്തുവിലേക്കാണ് നമ്മൾ വരേണ്ടത്. നാം ക്രിസ്തുവുக்குள் വര வேண்டும். ഞങ്ങളെ നോക്ക്, ഞങ്ങൾ അപ്പോസ്തലന്മാരെ നോക്ക്, ഞങ്ങളുടെ ഉപദേശിമാരെ നോക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തലകുത്തി പോകും. எங்களை பாருங்கள், அப்போஸ்தலரை பாருங்கள், ஊழியர்களை பாருங்கள் சொன்னால் தலைகளை. ഇന്ന് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് നാം அப்படிப்பட்ட காலத்தில் வாழுகிறோம். ഉപദേശിമാരെ വേലക്കാരെ നോക്കേണ്ട കാലമല്ല ഇപ്പോൾ. ഉപദേശികളെയോ ஊழியர்களை பார்க்க வேண்டும். അതാണ് നമ്മൾ പഠിപ്പിക്കുന്ന സൈന്യത്താലും അല്ല, ശക്തിയാലുമല്ല. இதுதான் நாம் சொல்லுகிறோம், பலத்தினாலும் அல்ல, பராக்கிரமத்தினாலும். സക്കറിയ 4-ാം അധ്യായത്തിൽ വായിക്കും, 2 ഒലിവുമരം നമുക്കുണ്ട്. அங்கே சகரியா 4 அதிகாரத்தில் 2 ഒലിവുമരങ്ങൾ. പരിശുദ്ധാത്മാവും ക്രിസ്തു സഭയിലുണ്ടല്ലോ. പരിശുദ്ധാവി ക്രിസ്തു സഭയിൽ. നീ ഇതിന്റെ അഹങ്കാരം കാണിക്കുന്നതിന് അത് സമ്മതിക്കുക. ഈ സഭ നടത്തുന്ന പരിശുദ്ധാത്മാവാണ്, ഇതിന്റെ അധിപൻ ക്രിസ്തുവാണെന്ന് നീ സമ്മതിക്കാതെ. നിങ്ങൾ ഉങ്ങൾ മേട്ടിമയെ വിട്ട് இந்த சபையை நடத்துகிறவர் பரிசுத்தாவியானவன் கிறிஸ்து என்று ஒத்துக்கொள்ளுங்கள். ആ അഹന്ത കാണിച്ചുള്ള സകല വേലക്കാരും ലക്ഷ്യം തെറ്റാതെ സമയത്തിനു മുമ്പ് മരിച്ച ലിസ്റ്റ് ഞാൻ തരാം. இந்த விதமாய் அகந்தையாய் இருந்தவர்கள் காலத்திற்குள் மரித்த சரித்திரத்தை நான் சொல்லுகிறேன். ലക്ഷ്യം തെറ്റി മരിച്ചത്, ഇലക്കை തവറി അനേക വേലക്കാർ, അനേക ഊഴിയர்கள். 84 മുതൽ എനിക്കറിയാം, 78 മുതലേ അറിയാം. 78 മുതൽ. എന്നാൽ ഞാൻ ശരിക്കും പഠിച്ചത് 84 മുതൽ ഈ കാര്യം. நான் சரியாக கற்றுக்கொண்டது 84 முதல். അനേക വേലക്കാർ ലക്ഷ്യം തെറ്റിപ്പോയി. അനേക ഊഴിയர்கள் ഇലക്കை തവറവിட்டார்கள். അനേക വേലക്കാർ ക്രിസ്തുവില്ലാതെ വേല ചെയ്തു. അനേക ஊழியர்கள் கிறிஸ்துவை இல்லாமல் ஊழியம் செய்தார்கள். അല്ലാതെ ചെയ്തവർ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. അല്ലാமல் உண்மைയായി ചെയ്തവരുടെ ലക്ഷ്യത്തിൽ. അതുകൊണ്ട് വഴികളിൽ ചെന്ന് പൂർവ്വ വഴി ഏതാ നോക്കി അതിലെ
നടക്കണം. പാതകളിൽ നിന്ന് പൂർവ്വ പാതകളെ കണ്ട് അതിലെ നടവുകൾ. സഭാപ്രസംഗിയിൽ വായിക്കുമ്പോൾ 15:10, 10:15 വായിച്ച്, പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ, പട്ടണത്തിലേക്ക് പോകും വഴിയെ നീ தெரியாத പുതിയ യെരൂശലേമിനെ നോക്കിയായിരിക്കും യാത്ര ചെയ്യുന്നതാണ്. നിങ്ങൾ പുതിയ യെരൂശലേമെ பார்த்து പക്ഷെ നീ മൂഢനായി പോയാൽ, നിങ്ങൾ മൂഢനായി വിവേകമില്ലാത്തവനായി തീർന്നാൽ, പരിജ്ഞാനമില്ലാത്തവനായി തീർന്നാൽ നീ എന്റെ വഴി തെറ്റിപ്പോകും. നിങ്ങളുടെ വഴി തവറും. പട്ടണത്തിലേക്ക് വഴിയറിയാത്ത മൂഢന്മാർ പട്ടണത്തിലേക്ക് പോകും വഴി தெரியாத തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകുന്നു. വായിക്കാം. അവരുടെ செயல்களால் நலிவடைகிறார்கள். 10:15 സഭാപ്രസംഗി 10:15. പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു. നമ്മുടെ മുയற்சியினால் ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഗലാത്യ നിരുപത്തിൽ പൗലോസ് നിങ്ങൾ നന്നായി അധ്വാനിച്ചു. നിങ്ങൾ നന്നായി ഉழைத்தீர்கள். എന്തിനു വേണ്ടി? എதற்காக? കെട്ടിടം പണിയാൻ, നിങ്ങൾ കെട്ടിടങ്ങൾ നിങ്ങളുടെ മതത്തെ സ്ഥാപിക്കാൻ, നിങ്ങളുടെ മതത്തെ പൊക്കി പറയാനും, നിങ്ങളുടെ മതത്തെ ഉയർത്തി ചൊല്ലവും, നിങ്ങളുടെ മതത്തിന് വേണ്ടി കെട്ടിടങ്ങൾ പണിയാനും. ഞാൻ ഒരുപാട് കെട്ടിടം പണിതിട്ടുണ്ട്, സ്ഥലവും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ദൈവത്തിന്റെ ആലോചന പ്രകാരം മാത്രമാണ്. അവിടെ ഒന്നും ഒരുത്തന്റെ മുമ്പ് കൈകൊട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. വിശ്വാസത്താൽ ദൈവത്തെ കൂടെ സകലവും ചെയ്തിട്ടുണ്ട്. വലിയ വേലകളൊക്കെ, பெரிய வேலைகளை செய்திருக்கு. പലയിടത്തും കിടപ്പുണ്ട്. அதெல்லாம் அங்கே இருக்கிறது. അത് ചെയ്യട്ടെ, அது நடக்கட்டும். പക്ഷെ அது മാത്രമല്ല, അതല്ല വേല. அது மட்டுமன்று வேலை. അല്ല, അതല്ല വേല. അതല്ല വേല. നീ ക്രിസ്തുവിനെ അനുസരിക്കണം. നിങ്ങൾ ക്രിസ്തുവെ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. പരിശുദ്ധാവിക്ക് സഭയെ ദൈവിക സ്വഭാവത്തിൽ വളർത്തണം. സഭയെ ദേവ ഗുണാതിശയങ്ങൾ. അല്ലാതെ വേലക്കാരെ പിരിക്കുകയല്ല നിന്റെ വേല. വേലക്കാരെ പിരിപ്പത്. നിനക്ക് വേലക്കാരെ കൈ തന്നാൽ, ഉങ്ങളിടത്തിലെ ഊഴിയർകളെ ഏത് മനുഷ്യനെയും ക്രിസ്തുവേശു തികഞ്ഞവനായി നിർത്തണം എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം. എന്ത മനുഷ്യനെയും പൂർണ്ണനാക വേലക്കാരെ പക്ഷം കൂടി നടത്തിപ്പുകാരെന്ന് പറയുന്നവർ പോലും വേലക്കാരെ പിരിക്കുകയാണ് ചെയ്യുന്നത്. ഡിവിഷൻ ഉണ്ടാക്കുകയാണ്, പാർഷ്യാലിറ്റി ഉണ്ടാക്കുകയാണ്. എല്ലാവരും അല്ല, ചുരുക്കം. എല്ലാവരും അല്ല, ചിലർ. അത് പ്രത്യേകം പറയണം. അല്ല, നമ്മുടെ ആളുകൾക്ക് വേദന വരും. ഞാൻ ഈ എതിരാളികളെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് തോർപ്പട പണിയുന്നവന്മാർക്കിട്ടായി പറയുന്നത്. എവരെ ഞങ്ങൾ വിടമാട്ടേൻ, വിടത്തില്ലടാ നിന്നെ ഒന്നിനെ. അവസാനം വരെ പോരാടി നിന്നെ ഒതുക്കും. ഇറുതി മൂച്ച് വരെ പോരാടുവോ? ഞങ്ങളുടെ വേലൊക്കെ കളിക്കുന്നു. നിനക്കൊക്കെ സ്ഥാനവും തന്നു, കുപ്പായവും തന്നു, ശാപ്പാടും തന്നു, അധികാരം തന്നിരിക്കുമ്പോൾ നീ യേശുക്രിസ്തുവിനോട് നന്ദി കാണിക്കാതെ ദൈവത്തിന്റെ ജനത്തിനെതിരായി പാരപണിയാൻ വന്നാൽ ആശാരി ഉപദേശം പറഞ്ഞു ആപ്പീസ് പൂട്ടിക്കും. അതിനുള്ള അധികാരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതോടെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം. ആപ്പീസ് പൂട്ടിക്കുന്ന ആശാരി ഉപദേശം പറഞ്ഞു. ഇത് ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞപ്പോ ഓർമ്മയുണ്ടോ? ആശാരി ഉപദേശം പറഞ്ഞ കാര്യം ഇവിടെ കോവിഡ് കാലത്ത് ഞാൻ ഇവിടെ ഒരു ചെറിയ മീറ്റിംഗ് പറഞ്ഞപ്പോഴേ ഞങ്ങളുടെ സിയോൺ സംഘത്തിലെ 2-3 പേര് ചാടി എഴുന്നേറ്റ് അവരിപ്പോ കട്ടപ്പനയ്ക്ക് പോകണമെന്നാണ്. ചിലരല്ല, 2-3 പേര് കട്ടപ്പനയ്ക്ക് പോകണ്ടെന്ന് சொன்னார்கள். ഞാൻ കട്ടപ്പന താത്ത ഇരിപ്പുണ്ടെന്ന് ചോദിച്ചു. ഇവിടെ സിയോ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്നു പറ. ഇപ്പൊ ബെന്നി പറഞ്ഞു ചെല്ലേ, അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ പോലീസ് അവിടെ നിൽപ്പുണ്ട്, പിടിച്ചകത്തോടെന്ന് പറഞ്ഞു. അപ്പൊ പേടിച്ചു പോയി. പോലീസിനെ പേടിച്ചു. ദൈവത്തെ ഭയമില്ല, നടത്തിപ്പിനെ ഭയമില്ല, പോലീസിനെ പേടിച്ചു. അയ്യോ പറയണ്ട, എന്തെല്ലാം സാധനങ്ങൾ അതിനകത്ത് കിടക്കുന്നറിയാം. ഇത് തിരിച്ചറിയണം. തിരിച്ചറിയാതെ പോയാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തിയോടെ പറയുന്നത്. ചെറിയാങ്കുഞ്ഞിനെയും ജീവനോട് വെച്ചിരിക്കുന്ന ഇതിനാ, മനസ്സിലായോ? മനസ്സിലായോ? അത് അവസാനം വരെ പറയും. ഒരുത്തിനും കഴുത്തിൽ പിടിക്കാൻ പറ്റത്തില്ല. വന്നാ വിവരം അറിയും. ഉദാഹരണം പറയാം. ഇത് അഹങ്കാരം പറയല്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. ഇത് അഹങ്കാരമല്ല. ഇത് അഹങ്കാരമല്ല. ഉദാഹരണം പറയാം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ സ്ട്രീറ്റിലൊക്കെ വാളംപുളി തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ മരങ്ങളൊക്കെ തേക്കൊക്കെ ഇങ്ങനെ സർക്കാർ മുദ്രയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചാല ഓരങ്ങളിലെ തമിഴകത്തിற்கு ചെല്ലുമ്പോൾ മുദ്ര പോട്ട് வைத்திருக்கிற പുളിയ മരങ്ങളെ பார்ப்பீர்கள். പെട്ടെന്ന് ഒരു മരം ഒടിഞ്ഞു പോകുന്നു. അങ്ങ് ഒരു മരം ഒടിഞ്ഞത്. നമ്മൾ പറയുന്നത് വഴിയിൽ ഒരു തേക്ക് മരം ഒടിഞ്ഞു പോയെന്ന് പറയും. വാളംപുളി ഒടിഞ്ഞു പോയെന്ന്. പുളിയ മരം ഒടിഞ്ഞു വിട്ടത്. പുളിയാമരം ഒടിഞ്ഞു പോയി. ഉടനെ ഉദ്യോഗസ്ഥന്മാർ കളക്ടർ ഫയൽ എടുക്കുകയാണ്. ഇന്ന സ്ഥലത്ത് ഇന്നിടത്തിൽ ഏതോ ഒരു മരമല്ല, 287ാമത്തെ മരമാണ്. 287ാമത്തെ മുദ്ര പോട്ടിരിക്കുന്ന മരം.
വീണ് കിടക്കുകയല്ലേ, அது அங்க விழுந்து கிடக்கிறது. ഇച്ചിരി വിറക് കുത്തിയെടുക്കാതെ നീ കൊത്താൻ പോയാൽ அதுல கொஞ்சம் விறகு எடுப்போம் என்று ഇവിടെ ഇത് മുദ്രയിട്ടിരിക്കുന്ന ഇതേമേൽ കൈവച്ചാൽ വേറെ അറിയും. முத்திரை போட்டிருக்கிற இதன் மீது கை வைத்தாலும் അതുകൊണ്ട് മുദ്രയിട്ട വേലക്കാരൻ വിശ്വാസികളെ നീ തൊടാൻ വന്നാൽ, முத்திரை போட்டிருக்கிற ஊழியர்களை விசுவாசிகளை தொட முயற்சித்தால் ചിലപ്പത്തിലും അനുവദിക്കും. വിവരം അറിഞ്ഞേ പോകത്തുള്ളൂ. ஆனால் நீ இதனுடைய സൂക്ഷിച്ച് വേണം മുദ്രയുള്ളവരെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ. விவரம் தெரியும். நீங்கள் முத்திரைகளை தொடும்போது பார்த்து தொடுங்கள். ഇത് അവരുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാണ്. இது அவருடைய நன்மைக்காக சொல்லுகிறோம். ഇല്ല, അബദ്ധം കാണി നരകത്തിൽ പോകത്തില്ല ഇവനൊക്കെ. அபத்தம் காட்டி அவர்கள் நரகத்திற்கு போய் விடுவார்கள். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். അപ്പോ പട്ടണത്തിലേക്ക് പോകുന്ന വഴിയറിയാത്ത മൂടന്മാർ, பட்டணத்திற்கு போகும் வழி தெரியாமல் மூடன் തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകുന്നു. தன்னுடைய காரியங்களில் அவன் இளைப்படைகிறான். അവൻ വഴി അറിയണം. ஆகவே வழி தெரிய வேண்டும். വഴി അറിയണം. എന്ത് ചെയ്യണം? வழி அறிய வேண்டும். സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനാൽ നാം നടത്തപ്പെടണം. സകല സത്യത്തിற்குள் നമ്മെ വഴി നടത്തുகிற பரிசுத்தாவினால் நடத்தப்பட. പരിശുദ്ധാത്മാവ് നമ്മളെ കെട്ടി നടത്തുന്ന ഒരു അവസ്ഥ വരും. பரிசுத்தாவி உங்களை கட்டி நடத்துகிறான். അവസാന കാലങ്ങളിൽ, கடைசி நாட்களில் നിങ്ങളും ഞാനും நீங்களும் நானும் പരിശുദ്ധാത്മാവിനാൽ കെട്ടപ്പെട്ട് നടക്കുന്നില്ലെങ്കിൽ, பரிசுத்தாவினால் கட்டப்பட்டு நடக்கவில்லை என்றால் നമ്മൾ ലക്ഷ്യം തെറ്റിപ്പോകും. நாம் இலக்கை தவற விடுவோம். അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ஆகவேதான் யோவான் சுவிசேஷம் 21-ാം അധ്യായത്തിൽ യേശു പറയുന്നത്, 21 அதிகாரத்தில் இயேசு പത്രോസിനോട് പറയും, നീ വയസ്സായ ശേഷം, நீ உனக்கு பிராயமாகும் பொழுது, 21-17-18 വായിച്ചേ, நீ 21-17-18. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ സീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് നിനക്ക് എന്നോടാ പ്രിയം വരേണ്ടത്. உனக்கு என்னிடத்தில் பிரியம் வர നീ യേശുവിനേക്കാൾ കൂടുതൽ നിന്റെ കൂട്ടുവേലക്കാരെ സ്നേഹിക്കരുത്. இயேசுவை விட உன்னுடைய உடன் ஊழியர்களை நேசிக்காதே. നിന്റെ വീട്ടുകാരെ സ്നേഹിക്കരുത്. உன்னுடைய വീട്ടാരെ நேசியாதே. ഇപ്പൊ കാപട്യമാണ് ഇതൊക്കെ. ഇതെല്ലാം കപടം. തന്റെ കാലം തന്റെ സുഖസന്തോഷത്തിന് വേണ്ടി പോകാൻ വേണ്ടി ചില തന്ത്രങ്ങളും സൂത്രങ്ങളും ചതിവുകളുമാണ് ഇന്ന് നടത്തുന്നത്. തങ്ങളുടെ ആദായത്തിற்காக അവர்கள் ചില തന്ത്രമായി ചെയ്ത് അത് മക്കളെ ചതിവുക്കുள் നടത്തുகிறார்கள். വേലക്കാരുൾപ്പെടെ, ஊழியர்கள் ഉൾപ്പെടെ. പാവപ്പെട്ടവർക്ക് അറിയത്തില്ല. എളിയവർക്ക് ഇത് അങ്ങനെ മനുഷ്യർ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഞങ്ങളെ പോലുള്ളവർ ശക്തമായിട്ട് അതിനെ നേരിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. இவர்கள் வஞ்சிக்கப்படாமல் இருக்க நாங்கள் நேரடியாக சொல்லுகிறோம். അതാണ് പൗലോസ്. ஆகவேதான் பவுல் ശരിയായ ഉപദേശങ്ങളിൽ കൂടെ അല്ല പത്രോസ് പറഞ്ഞു പോകുന്നതിനെ എതിരായിട്ട് സംസാരിച്ചു. അതിനെന്താ? பேதுரு தவறான முறையில் போதித்த பொழுது பவுல் அதை எதிர்த்தார். എതിർക്കുകയല്ല, വിളക്കി കൊടുത്തു. அதை அவர் விளக்கி ഇത് എതിർക്കുകയല്ല, ഇത് വിളക്കി കൊടുക്കുക. இது விளக்கி கொடுத்தார். മലയാളത്തിലെ വിളക്കല്ല, തമിഴിലെ വിളക്കി കൊടുക്കുക. அதற்கு சரியான விளக்க உரை கொடுத்தார். അതുകൊണ്ട് വിളച്ചിലും കൊണ്ട് വരരുത്. ஆகவே நீங்கள் சேட்டை വിശേഷ വേലക്കാരോ നടത്തിപ്പുകാരോ ദൈവസഭയിൽ വിളച്ചിലും കൊണ്ട് വരരുത്. നിന്റെ വീട്ടിലെ സംസ്കാരമോ കുടുംബത്തിലെ സംസ്കാരമോ ദേശ സംസ്കാരമോ സഭയിൽ എടുക്കരുത്. உங்களுடைய தேசத்தினுடைய குடும்பத்தினுடைய அந்ததான நாகரிகத்தை சபையில் நீங்கள் ഇത് കർത്താവിന്റെ പ്രതിനിധിയായി പറയുന്നത്. கர்த்தருடைய பிரதிநிதி நான் இதை നിനക്ക് നിന്റെ തലയിൽ തന്നെ വീഴും അവസാനം. முடிவில் அது உங்கள் தலையில் விழும். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். അപ്പോൾ அப்பொழுது എന്താ വായിച്ചേ? இங்கே நாம் என்ன வாசித்தோம்? നീ 18-ാം വാക്യം വായിച്ചു. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ ഇളവയത് ഉള്ളവനായി ഇരിക്കുകയിൽ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. നമുക്ക് ചില സന്ദർഭങ്ങളിൽ തനിയെ പോകാനുള്ള അനുവാദം കൊണ്ട് ചിലപ്പോൾ പോയെന്നും വരും. നമുക്ക് തനിയെ ചെല്ലக்கூடிയതാണ് അനുമതി. പക്ഷെ നിന്റെ അവസാന പണി വരുമ്പോൾ, ஆனால் உங்களுடைய முடிவிலே വേറൊരുത്തൻ നിന്റെ അര കെട്ടും. വേറൊരുവനുடைய അരയെ കെട്ടുവാൻ. ആരാണ് ഈ അര കെട്ടുന്നവൻ? யார் இந்த அறையை கட்டுவது? പരിശുദ്ധാത്മാവിന്. പരിശുദ്ധാവി. ആ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കണം. പരിശുദ്ധാവിക്ക് ഇടം കൊടുക്ക വേണം. അവൻ മൊത്തം കെട്ടട്ടെ. അവർ മുഴുവൻ. കാരണം ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേ, വയതാകും പൊഴുത് തലയ്ക്ക് ചിലപ്പോൾ എല്ലാം ഓർമ്മ വരുന്നില്ല. ചില സമയത്തില് തലയിൽ നിனைவுകൾ இருக்காது. ഇല്ലെങ്കിൽ ഒരു കസേര കയറി അഹങ്കാരം കയറുമ്പോഴേ, ഒരു നാർക്കാളിയിൽ ഇരുന്ന് അഹങ്കാരം വരുമ്പൊழுது ലക്ഷ്യം തെറ്റിപ്പോകും. നാം ഇലക്കை തവറ. അവിടെയൊക്കെ പരിശുദ്ധാത്മാവിനോട് വിനയപ്പെട്ട് നാം പരിശുദ്ധാവിക്ക് കീഴ്പ്പടിഞ്ഞ് അവരെ ഏൽപ്പിച്ചു കൊടുത്താൽ, അവരുടെ ഒപ്പ് കൊടുത്താൽ, അവർ നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കും. അവർ നമ്മെ ഇലക്ക്. അതുകൊണ്ടാണ് വയസ്സായ ശേഷം എന്ന് പറഞ്ഞാൽ പ്രായമല്ല, പ്രായം മാത്രമല്ല, നീ ഈ ആത്മീയത്തിന്റെ പക്വതയിൽ വരുന്ന സമയത്തിൽ. വയതാ എന്ന് சொல்லும் பொழுது വയത് ശരീരപ്രകാരം വയതല്ല, നിങ്ങൾ ആവിക്കുரிய നിലയിൽ പക്വം അടയും പൊழுது അപ്പോൾ പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് കൊടുക്കണം. നിങ്ങൾ മുഴുവനായി പരിശുദ്ധാവിക്ക് കീഴ്പ്പെടും. കാരണം ഒരുപാട് ബന്ധങ്ങളുണ്ട്, ஆனால் நிறைய உறவுகள் இருக்கு, ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, நிறைய സൂழ்நிலைകൾ இருக்கு. പലരും കണക്ക് കൊടുക്കേണ്ടി വരും. പലർക്ക് നാം കണക്ക് കൊടുക്കണം. അവിടെ മാനുഷികമായി തിരിഞ്ഞു പോയാൽ നാം മനുഷ്യത്തെ തിരുമ്പ ദൈവേഷ്ടം ചെയ്യാൻ കഴിയാതെ വരും. ദൈവസിദ്ധം ചെയ്യ முடியாது. ദൈവത്തിന്റെ ആലോചന അറിയിക്കാതെ വരും. தேவனுடைய ஆலோசனை അതുകൊണ്ടാണ് ഭക്തന്മാർ ദൈവത്തോട് തനിച്ചു നിൽക്കണം. ஆகவேதான் தேவனுடைய தேவனிடத்தில் അവിടെ ജഡപ്രകാരം ആരെ അറിയുന്നില്ലെന്നാ പറയുന്നത്. அவன் மாம்சப்பிரகாரமா ஒருவனே அறியும். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ என்ன? പരിശുദ്ധാത്മാവ് നിന്നെ കെട്ടും. പരിശുദ്ധാവി ഉങ്ങളെ കെട്ടുവാ. ഞാൻ പറഞ്ഞല്ലോ, പോർട്ടിലൊക്കെ ഈ സീ പോർട്ടില്
തുറമുഖത്തില് തുറമുഖത്തിലെ വിദേശത്ത് നിന്ന് കപ്പൽ വരുമ്പോൾ, വെളിനാട്ടിൽ നിന്ന് കപ്പൽ വരുമ്പോൾ, ഞാൻ എറണാകുളത്ത് ആയിരിക്കുന്ന സമയത്തല്ല, വിരലല്ല, അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് പോകും. நான் கல்வி கற்கும் பொழுது நான் சில நேரங்களில் அங்கே செல்லுவேன். എറണാകുളത്ത് പോർട്ടിലേക്ക് പോയി കപ്പലിലൊക്കെ കയറും. நாங்கள் കപ്പലിൽ പ്രവേശിച്ചു. നമുക്ക് പരിചയമുള്ള ആളവിടെ ഉണ്ടായിരുന്നു. നമുക്ക് പഴക്കമുള്ളവർ അങ്ങ് இருந்தார். അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് വിദേശത്ത് കപ്പലുകൾ വരും. വെളിനാട്ടുകളിലിருந்து ഈ പോർട്ടിൽ വരുന്നതിന് മുമ്പേ இந்த முக்கிய துறைமுகத்திற்கு ആ ക്യാപ്റ്റൻ ഇറങ്ങി കൊടുക്കും, മാറി കൊടുക്കും. அங்கே இருந்து வருகிற கேப்டன் மாறி விடுவார். സീറ്റിൽ നിന്ന് മാറിയിട്ട് അവരുടെ ചെയറിൽ ഇരുന്ന് ആ തുറമുഖത്തിനകത്തൂടെ കപ്പൽ വരുന്ന സമയം ഓടിക്കാൻ അറിയാവുന്ന ഒരുത്തനുണ്ട്. அங்க துறைமுக பகுதியிலே சரியான பழக்கமுடைய ஒரு மாலுமி ആ இருக்கிறார். വഴിയിൽ കൂടെ കൊണ്ടുപോയി ഇവർക്ക് അറിയത്തില്ല. அந்த வழி இவர்களுக்கு தெரியாது. കാരണം ശത്രുക്കൾ കയറി അറ്റാക്ക് ചെയ്യാതിരിക്കാൻ எதிரிகள் அவங்களை தாக்காமல் இருக்க അതിന് പ്രത്യേകമായ ചില കുടുക്ക് വഴികളെല്ലാം ഉണ്ട്. அங்கே சில வழிகள் எல்லாம் மாறி இருக்கும். അത് ആ സ്ഥലത്തെ ക്യാപ്റ്റനെ അറിയത്തുള്ളൂ. அது அந்த ஊர் கேப்டனுக்கு மட்டும் தான் தெரியும். ആ ക്യാപ്റ്റൻ വേണം അത് നടത്തിക്കൊണ്ട് അവിടെ കൊണ്ടെത്തിക്കാൻ. அந்த கேப்டன் தான் அந்த வழியிலே அதை நடத்துவார். മറ്റേ ക്യാപ്റ്റൻ എത്ര സീനിയർ ആയാലും അല്ലെങ്കിൽ എത്ര വലിയവനായാലും ശരി, அவர் എவ்வளவு பெரியவராயிருந்தாலும் எவ்வளவு பழக்கமுடையவராயிருந்தாலும் മാറിക്കൊടുക്കും. കാരണം അതങ്ങനെയാണ് എൻ്റെ റൂള്. அவர் മാറി വിടുവാർ. ഇതുപോലെ നമ്മുടെ തഴക്ക പഴക്കങ്ങളല്ല വിഷയം. ഇത് നമ്മുടെ പഴക്ക വഴക്കങ്ങളോ മേന്മയല്ല. നമ്മൾ ഇതിനകത്ത് കുറെ സാഹിത്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലെ നാം കൊഞ്ചം അവസാന കാലത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ നടത്തുന്നില്ല എങ്കിൽ പരിശുദ്ധാവിക്ക് നാം മുടിവ് കാലത്തിൽ പലരും തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. പലരും തവറി വിടുகிறார்கள். ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. അതുകൊണ്ടാണ് ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ കെട്ടും, പരിശുദ്ധാവി ഉങ്ങളെ കട്ടുവാൻ, നിങ്ങളുടെ മനസ്സിന്റെ അരയെ കെട്ടി, മനസ്സിനെ നിയന്ത്രിച്ച് മനதை കട്ടുപ്പെടുത്തി കൊണ്ടുപോയെങ്കിൽ മാത്രമേ കൊണ്ടുപോയാൽ ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയൂ. இந்த பயிற்சி நிறைவடையும். നമുക്ക് യേശുവിനെ കുറിച്ച് വായിക്കുമ്പോൾ യേശുവെ കുറിച്ച് വാസിക്കും. അതിനൊരു വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. அதற்கு அவர் முக்கியத்துவம் கொடுத்தார். ലൂക്കോസ് സുവിശേഷം 3-21 വാക്യത്തിൽ ലൂക്കാ 3:21 യേശു സ്നാനമേറ്റ് കരയേറിയ ഉടനെ, യേശു ജ്ഞാനസ്നാനം പെറ്റ് കരയേറിയ ഉടനെ വളരെ ശക്തിയായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ വല്ലമയായി ജപിക്കാൻ, സ്നാനപ്പെട്ട സന്തോഷത്തിൽ ഫോട്ടോ എടുക്കാൻ പോയതല്ല. ஸ்நானம் பெற்ற உடனே அவர் அதை போட்டோ எடுக்கவில்லை. അല്ലെങ്കിൽ சாப்பாடு വിതരണം ചെയ്യാൻ പോയതല്ല. அவர் சாப்பிடுவதற்கு போகவில்லை. സ്നാനപ്പെട്ട ഉടനെ യേശു പ്രാർത്ഥിച്ചു. വായിച്ചേ. ജ്ഞാനസ്നാനം എടുത്തவுடன் ஆண்டவர் ஜெபம் பண்ணினார். ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ എന്തിനു പ്രാർത്ഥിച്ചു? அவர் எதற்காக ஜெபித்தார்? തനിക്ക് മനസ്സിലായി അടുത്ത സ്റ്റെപ്പിലേക്ക് പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. അടുത്ത പടിക്ക് നാം പോകുമ്പോൾ പരിശുദ്ധാവി தேவை. അതുകൊണ്ട് സ്നാനമേറ്റോട് താൻ മേലോട്ട് നോക്കി പ്രാർത്ഥിച്ചു. അവർ ജ്ഞാനസ്നാനം പെറ്റவுடன் മേലെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നു. പരിശുദ്ധാവി അവർ മേൽ വന്നത്. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. ദേഹരൂപത്തിൽ പരിശുദ്ധാത്മാവ് നിന്നാണ്. പ്രാവ് പോലെ പരിശുദ്ധാവിയാണ്. പരിശുദ്ധാത്മാവിന് ദേഹരൂപം എടുക്കാം. പരിശുദ്ധാവി ദേഹരൂപം, ബോഡി. അവർക്ക് ഒരു ശരീരത്തിൽ. അതുകൊണ്ടാണ് തൃത്വ ദൈവത്തിൽ പരിശുദ്ധാത്മാവും ഒരാളെ കാണുന്നത്. ആകവേதான் திரியேக தேவனில் பரிசுத்தாவியை பார்க்கிறோம். യേശു നിലവിലുണ്ട്. യേശു இருக்கிறார். വചനമായ യേശു വെളിപ്പെട്ടു. വചനமாக യേശു വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ ഇറങ്ങി. പരിശുദ്ധാവിயான രൂപത്തിൽ ഇറങ്ങിനാർ. യേശു വെള്ളത്തിൽ നിൽക്കുന്നു, കരയിൽ നിൽക്കുന്നു. യേശു കരയിൽ ഇരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ജപിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങുന്നത് കണ്ടു. പരിശുദ്ധാവിயான പ്രാവിൻ രൂപത്തിൽ ഇറങ്ങിനാർ. പിതാവായ ദൈവം, പിതാവാകിയ ദേവൻ സ്വർഗ്ഗത്തിൽ പറയുന്നു, ദേവൻ പർവ്വതത്തിൽ சொல்கிறார், ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവർ என்னுடைய நேசகுமாரன், ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവർ ഞാൻ പ്രിയമായിരിக்கிறேன். അതുകൊണ്ടാണ് പിതാപുത്ര ബന്ധത്തിൽ ത്രിത്വ ദൈവം നമ്മൾ പറയുന്നത്. ഇത് അറിവില്ലാത്ത മനുഷ്യര് അതില്ലാന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഇല്ലാതെ വരുമോ? അത് യാരാவது അറിവില്ലാത്തവർ சொன்னா இல்லை என்று சொன்னால் അത് വേറെ വിഷയം, അത് വേറെ കാര്യം. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാവിനോട് വന്നാൽ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ അന്യഭാഷ പറയുന്ന നല്ല വിഷയം. പരിശുദ്ധാവിന്റെ സന്തോഷത്തിൽ അന്യഭാഷ. അടുത്ത വാക്യം വായിക്കുമ്പോൾ അടുത്ത വചനത്തെ വായിക്കും. 4-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കാം. 4-ാമത് അധികാരം മുതൽ വചനം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. യേശു പരിശുദ്ധാവിൻ പരിശുദ്ധാത്മാവ് വരുന്ന ഒരു അനുഭവം, പരിശുദ്ധാവി വരുന്നത് നിറയുന്നത് മറ്റൊരു അനുഭവം, നിറമ്പുகிறது വേറെ ഒരു അനുഭവം. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാത്രത്തിൽ തണ്ണീരെ ഊറ്റും പൊழுது അത് നിറഞ്ഞു കഴിയുന്ന ഒരു അനുഭവം ഉണ്ട്. അത് നിറമ്പുகிற ഒരു അനുഭവം. നിറഞ്ഞു കഴിഞ്ഞാണ് അത് തുളുമ്പുന്നത്. നിറമ്പിനെ പുറപ്പെട്ട് വഴിகிறது. അതാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി പോകുന്നത്. അതാണ് മറ്റുള്ളവർക്ക് ആശീർവാദമാകുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാവി നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ബലമടൈந்து യഹൂദയിലെയും സമരിയയിലും യെരുശലേമിലും ഭൂമിയുടെ അറ്റത്തോളം, ഭൂമിயின் கடைசி വரைയിലും ആ അഭിഷേകം നിങ്ങൾ എത്തിക്കും. அந்த അഭിഷേകം നിങ്ങൾ ശരീരത്തിൽ പോകണമെന്നില്ല, നിങ്ങൾ ശരീരത്തിൽ നിങ്ങളുടെ പ്രവൃത്തി സാക്ഷ്യങ്ങളെല്ലാം പോയിക്കൊണ്ടേയിരിക്കും. ഉങ്ങളുടെ செயலும் സാക്ഷ്യം പോയിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തണം. പരിശുദ്ധാവി ഉങ്ങളെ നടത്തണം. ഇവിടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, പരിശുദ്ധാവിൽ നിറമ്പി. യേശു അവിടെ വലിയ അന്യഭാഷകൾ പറഞ്ഞെന്നല്ല എൻ്റെ അർത്ഥം. യേശു അന്യഭാഷയിൽ പേശിനാരല്ല, അന്യഭാഷ പറഞ്ഞു കാണും. ഒരുവേള അന്യഭാഷ പേശിയിരുപ്പാർ. പക്ഷേ ஆனால் അവനെ പരിശുദ്ധാത്മാവ് നടത്തി. പരിശുദ്ധാവിയാനവർ അവരെ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്കേதான் എന്തിനു നടത്തി?
எப்படி நடக்கும்? അടുത്ത് വായിക്കുമ്പോൾ அடுத்து வாசிக்கும் പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന്, സാത്താനാൽ ശോധിക്കപ്പെടുവதற்கு ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആവിയാനവർ അവരെ ഇതാണ് ക്രിസ്തീയ ജീവിതം. இதுதான் கிறிஸ்தவ. പരിശുദ്ധാത്മാവ് നമ്മളോട് കിടന്ന് ഒരു അന്യഭാഷ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി സന്തോഷിച്ചു പോകുക. ഇപ്പൊ അതാ പലർക്കും താല്പര്യം. இன்று பரிசுத்தாவின் நிரம்பி சந்தோஷப்படுகிறது தான் பலருக்கு. ഭയങ്കര ശക്തിയോടെ മറിഞ്ഞ് തിരിഞ്ഞ് ഇവരെ ജഡത്തിന്റെ ഇളക്കി, ജനങ്ങളെ அப்படியே ഇളക്കി, ജഡത്തിലിളകി മാംസത്തിൽ അവர்கள் നിരമ്പി, അത് കൂടുതൽ ദോഷം ഉണ്ടാകത്തുള്ളൂ. അത് തീമയും ഉണ്ടാക്കും. നമുക്ക് നിയന്ത്രിക്കാൻ ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഈ കിടന്ന് മറിയുന്നത്. നമുക്ക് കട്ടുപ്പെടുത്ത മുടിയാതെന്നാ. ഇന്ന് ഭയങ്കര ഉണർവായിരുന്നു പറഞ്ഞാൽ അത് തെറ്റാണ്. ഇന്ന് അധിക എളുപ്പത്തിൽ ഇരുന്നതിന് പരിശുദ്ധാത്മാവ് ഇവിടെ കിടന്ന് ഉരുണ്ട് മറിയാനല്ല. പരിശുദ്ധാവി ഇங்கே ഉരുളുവதற்காகല്ലേ. നമ്മുടെ ഒരു മൂപ്പനച്ചായൻ പാസ്റ്റർ, നമ്മുടെ ഒരു ബോധകർ, പുള്ളിക്ക് അഭിഷേകം പ്രാപിച്ച ഈ ബൈക്ക് തന്നെ പോകുന്ന പോലെയാണ് അങ്ങോട്ട് പോകുന്നത്. അവർ ബൈക്ക് പോലെ പോവാ. പക്ഷെ തന്നെ ഒന്ന് എന്തെങ്കിലും തൊട്ടാൽ പുള്ളി ഉടനെ കോപിച്ച് ഭയങ്കരമായിട്ട് അസഭ്യം പറയും. അവരെ തൊട്ടാൽ അവർ കോപമടൈந்து മോശമായി. പരിശുദ്ധാത്മാവാണത്. ഇത് പരിശുദ്ധാവിയാ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് സഹിഷ്ണുതയും ഇതെല്ലാം കിട്ടും. പൊറുമ നമുക്ക് വരും. അപ്പൊ ഇങ്ങനെയുള്ള ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് ഇതെല്ലാം പരിശുദ്ധാത്മാ ഉണർവാണ്. ഇന്ന് ഭയങ്കര ഉണർവായിരുന്നു. ഇന്ന് ഭയങ്കര അധികமான ഉണർവ്. ഇങ്ങനെയാ പലരും ധരിക്കുന്നത്. ഇതേ എപ്പടി പലരും നിனைக்கிறார்கள். നമുക്കൊരു അച്ചായൻ ഉണ്ടായിരുന്നു, ബേവിച്ചായൻ എന്ന പേര്. നമുക്ക് ബേവിച്ചായൻ ഒരു അച്ചായൻ இருந்தா. അഭിഷേകം പ്രാപിക്കാത്തവരെ പോലും ഇങ്ങനെ ഈ കിണ്ണത്തിന്റെ അടിയിൽ ഇതിനുള്ള ഇതാ എന്തോ ഈ പരുന്ത് റാഞ്ചിയ പരുന്ത് പിടിച്ചതാണ് കോഴിക്കുഞ്ഞിനെ ഈ കിണ്ണത്തിന്റെ അടിയിൽ അമ്മച്ചിമാരൊക്കെ അടിക്കും. அந்த வெண்கல கும்பாவுக்குள்ள போட்டு அடிப்பார்கள். மேலே അമ്മച്ചിമാർക്ക് അടിക്കാൻ தெரியும். அந்த അമ്മമാർക്ക് അത് അടിക്കാൻ தெரியும். പതുക്കെ അടിച്ച് കഴിയുമ്പോൾ ജീവൻ റെഡിയായി വരും. മെതുവാக അടിത്ത് ഉയർ தெரியும். അറിയാത്തവൻ അടിച്ചാൽ പോയി ചത്തുപോകും. தெரியாதவர்கள் அந்த കിണ്ണത്തെ അടിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അച്ചായന് രാത്രിപ്യോഗം നടത്തും. രാത്രിപ്യോഗം കഴിയുമ്പോൾ 40 പേര് അഭിഷേകം പ്രാപിച്ചു. എന്റെ കാലത്ത് என்னுடைய நாட்களில் 30 பேர் அபிஷேகம் பெற்றார்கள். എങ്ങനെ പ്രാപിക്കുന്നത്? எப்படி பெற்றார்கள்? ഒറിജിനൽ പ്രാപിക്കുന്നവരുണ്ട്, சரியான മുறைയിൽ പെറുകൾ இருக்கிறார்கள். പുള്ളി പറഞ്ഞു അവസാനം ഇവന് തൂത്തു പറയാന്ന് പറഞ്ഞു. അഭിഷേകം പ്രാപിച്ചു. 1 2 3 4 5 6 8 10 മൊത്തം 10 പേർ. എന്ത് വൃത്തികേടകുമാർ കാണിച്ചു കൊടുക്കുന്നത്. എவ்வளவு മോശமான കാര്യം. യേശു സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. യേശു ജ്ഞാനസ്നാനം അരച്ചോണ്ടിരിക്കുമ്പോൾ വന്നിട്ടുണ്ട്. ഒരു സഹോദരി അരച്ചോണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്. സഹോദരി കുളവി അരത്തുകൊണ്ടിരിക്കുമ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ കല്ലുകിടന്ന് ഇത് തുള്ളുന്നുണ്ട്, കുതിക്കുന്നത്. ചിലർ അഭിഷേകം പ്രാപിച്ച് 3 ദിവസമൊക്കെ അന്യഭാഷ മാത്രം പറഞ്ഞവരുണ്ട്. അതൊക്കെ ശരിയാ. ചിലർ അഭിഷേകം പറ്റി 3 നാൾ കിണ്ണത്തിന്റെ അടി എങ്ങനെ വെക്കും? അതുதான் കിണ്ണത്തിൽ അടിക്കുന്നത്. അതെങ്ങനെ വെക്കും? അത് എപ്പടി നടക്കും? പിന്നെ തലയ്ക്ക് പിടിച്ച് ഉരുട്ടി ബഹളം ഉണ്ടാക്കി ഇവൻ പിന്നെ ശരി ഇങ്ങേർക്ക് ശല്യത്തെ ഒഴിവാക്കാൻ വേണ്ടി പുള്ളി 2 അന്യഭാഷ പറഞ്ഞു. പോഷത്തരവാ ചിലവന്മാർ കാണിക്കുന്നത്. ഇതെല്ലാം എவ்வளவு மோசமான காரியம், தேவனுக்கு பிரியமில்லாதது. എന്നിട്ടുള്ള ഗുണമുണ്ടോ? ஏதாவது விசேஷம் இருக்கிறதா? ഈ ആരോനെ പോലുള്ളവന്മാർ ഇങ്ങനെ ഫ്രണ്ട് ഇരിക്കും. ആരോനെ പോലുള്ളവർ മുന്നാലെ കാത്തിരിപ്പ്, അച്ചായന്മാർ കാത്തിരിപ്പ് നടത്തും. ஊழியர் കാത്തിരിപ്പ് നടത്തുവാர்கள். അച്ചായന്മാരെ പേടിച്ചിട്ട് അച്ചായന്മാർ ഇങ്ങോട്ട് വരുമ്പോൾ ഇമ്മാരോട് ഇങ്ങനെ കിടന്ന് പറയും. അയ്യോ പക്കത്തിൽ വരുമ്പോൾ അവർ കുതിപ്പാர்கள். പാഷ് പോകുന്നുണ്ടാൽ പാഷ് കൂടി ഇടി തുടങ്ങും. പാഷ് തിരിച്ചു വരുമ്പോഴേ പാഷ് പറഞ്ഞ് പിന്നെ നിറയും. പിള്ളേരൊക്കെ എന്തോ ഒരു അഭിഷേകം. പിള്ളേർക്ക് എവിടെ പെരിയ അഭിഷേകം. എന്ത് ചെയ്യാനാ എന്നെ ചെയ്യുന്നത് ഈ പെന്തിക്കോസുകാരുടെ കാര്യം, പെന്തോസ്തക്കാരുടെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വിവരക്കേടുകൾ ഒരുപാട് നമ്മുടെ ഇപ്പടിപ്പെട്ട കാര്യങ്ങൾ നമുക്കുള്ള ഇരിക്കുന്നത് തവറാണത്. എന്നിട്ടുള്ള ഗുണമുണ്ടോ? ഏതാ വിശേഷം ഇവിടെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. പരിശുദ്ധാവിനാൽ നടത്തപ്പെടണം. എന്തിന്? പരീക്ഷകളാണ് വരുന്നത്. വരുകിற നാட்கள் പരീക്ഷ. അന്യഭാഷ പറഞ്ഞ് ഇങ്ങനെ തുള്ളാനല്ല. അന്യഭാഷയെ പറ്റി തുള്ളുവதற்கு തുള്ളിക്കും. അത് കുഴപ്പം, ഞാനും തുള്ളിയിട്ടുണ്ട്. തുള്ളുങ്ങൾ തവറല്ല. ഇപ്പോഴും തുള്ളും. ഇപ്പോഴും നാം തുള്ളും. അത് വേറെ കാര്യം. അത് വേറെ. പക്ഷെ നിങ്ങളെ മരുഭൂമിയിലേക്ക് നടത്തും. നിങ്ങളെ വനാന്തരത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും വിശ്വാസത്തിൽ അനേക കഷ്ടങ്ങളിൽ കൂടി നടത്തണം. അനേക പാടുകളിലൂടെ നടത്തപ്പെടണം. അത് മാത്രമല്ല, അത് மட்டும் പരിശുദ്ധാത്മാ നമ്മെ ദിവ്യ സ്വഭാവത്തിലേക്ക് നടത്തും. അത് നമ്മെ പരിശുദ്ധ ആവിയാനവർ ദിവ്യ യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മൾ വരണം. യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നാം വര வேண்டும். അതാണോ ദിവ്യ സ്വഭാവം? കുമളി കൺവെൻഷൻ വെച്ചപ്പോഴേ കട്ടപ്പനയിൽ ഒരു ദൈവദാസൻ, നിങ്ങളാരും പോകണ്ട, പോകാൻ പാടില്ല, അവരെല്ലാം എന്റെ ഞങ്ങൾ പോകാനൊക്കെ ഇരുന്ന അങ്ങേര് ഞങ്ങളെ തടസ്സപ്പെടുത്തി വെച്ചു.
ഇതാണോ പരിശുദ്ധാത്മാവ്? ഇതാ പരിശുദ്ധ, ഇതാണോ അപ്പോസ്തലീയ വേല? ഇതാണോ അപ്പോസ്തല ഊഴിയം? ട്രാക്ട് കൊടുക്കാൻ പോകണ്ട, നിങ്ങൾ കൈപ്പതി കൊടുക്ക പോവേണ്ട. ഒരു വിശ്വാസിയോട് പറഞ്ഞെന്ന് പറഞ്ഞു. ഒരു വിശ്വാസിടത്തിൽ சொன்னார்கள், അയാൾ പുതിയ ഭൂമിയിൽ പോകുന്ന ആളാ, അങ്ങനെ പ്രസംഗം കേൾക്കാൻ പോകണ്ട. അവർ പുതിയ ഭൂമിക്ക് പോകുகிறோம், അവരെ ചെയ്തി കേൾക്ക വേണ്ട. ഞാൻ പറഞ്ഞത് നിത്യം ചെല്ലുമ്പോൾ നാം പർവ്വതത്തിലേക്ക് പോകുമ്പോൾ കർത്താവിനോട് പറയാ, ചെറിയാങ്കുഞ്ഞ് പോയി പുതിയ ഭൂമിയിൽ ഇരിക്കാൻ പറഞ്ഞാൽ ഒരു വിരോധം ഇല്ലാതെ പോയിരിക്കും. നീ പുതിയ ഭൂമിയിലെ പോയിരേ എന്ന് சொன்னா അங்கே പോവേൻ. തിരുവല്ല വെച്ച് പ്രസംഗിച്ചതാ. തിരുവല്ല പ്രസംഗിച്ചേൻ. പകരം അതற்கு பதில் അച്ചായന്മാരൊക്കെ വിശുദ്ധന്മാരുടെ സിംഹാസനത്തിലിരിക്കും. ചെറിയാങ്കുഞ്ഞ് ഔട്ട് ഹൗസിൽ പുതിയ ഭൂമിയിൽ. ആര് പറഞ്ഞിട്ട്? കർത്താവ്. ஆண்டவர் சொன்னதினால் நான் வெளியில் இருக்கிற வீட்டில் இருக்கிறேன், அவர்கள் சிங்காசனத்தில் இருக்கட்டும். എന്നാൽ വൈകിട്ട്, ஆனால் இரவு നിങ്ങൾ യേശുവിനെ തപ്പിയാൽ நீங்கள் இயேசுவை தேடினால் യേശു അവിടെ കാണും. എവിടെ? ഔട്ട് ഹൗസിൽ, പുതിയ ഭൂമിയിൽ. യേശു പുതിയ, കാരണം അവർക്ക് ഈ സിംഹാസനവും സ്വർണവും നിങ്കോ പുള്ളിക്ക് ഇതൊന്നും വലിയ, അങ്ങേർക്ക് ഇതൊന്നും വലിയ ഇഷ്ടമല്ല. ஆண்டவருக்கு இதெல்லாம் பெரிய காரியமல்ல. അവർ മുൻകൂട്ടി ജീവിച്ച് ജനിച്ച് അവർ മാട്ടുത്തോളത്തിൽ പിറന്ന് അല്ലെങ്കിൽ കടന്ന് അങ്ങേ ഇരുന്ന് കാൽവരിൽ അവസാനിച്ച് വരാം നമ്മുടെ യേശു. കൽവാരിയിലെ യവന്മാരുടെ സ്വർണ്ണ സിംഹാസനം ഒന്നും പുള്ളിക്ക് വേണ്ട. ഇവരുടെ തങ്ക കൃപ നഷ്ടപ്പെട്ടവർ, പരിജ്ഞാനമില്ലാത്ത വേലക്കാർ സിയോനെ സ്വർണ്ണ സിംഹാസനം പോലെ അങ്ങോട്ട് പൊലിപ്പിച്ച് പറയുക. അവர்கள் മുഴുമയടയാതെ ഊഴിയர்கள் സിയോനെ, പിശാചിന്റെ ഉപദേശമാണത്. അത് പിശാചിൻ. സിയോനിൽ യേശു ക്രിസ്തുവാണ് അവിടുത്തെ യഥാർത്ഥം. അங்கே സിയോനിൽ യേശു ക്രിസ്തു மட்டும்தான். യേശുവാണ് സിയോനിലെ മെയിൻ. യേശുதான் സിയോനിലെ മുഖ്യമാനവർ. ശൗല് രാജാവായിരുന്നപ്പോൾ സൗൽ അരസനായിരിക്കുമ്പോൾ സിയോനും യെരുശലേമൊക്കെ അവിടെ കിടപ്പുണ്ട്. സിയോനും യെരുശലേമും അങ്ങ് ഇരുന്നത്. തിരിഞ്ഞു പോലും നോക്കാത്ത യെബൂസ്യർ കയറി മേയുകയായിരുന്നു. യെബൂസ്യர்கள் അതിലെ പോയി അവர்கள் ദാവീദ് അവിടെ ചെന്നപ്പോൾ ദാവീദ് അങ്ങ് പോണപ്പോൾ അവിടെയാണ് സിയോൻ. അതുதான் സിയോൻ. അപ്പോൾ സിയോൻ ദാവീദാണ്. സിയോൻ ദാവീദ്. ആ ദാവീദ് ഇരുന്നുകൊണ്ടാണ് അതിന് പ്രാധാന്യം. ദാവീദ് ഇരുന്നതിനാൽ അത് മുഖ്യത്വം. ദാവീദ് അവിടുന്ന് പോയപ്പോൾ ദാവീദ് അങ്ങ് ഇരുന്ന് അവന്റെ മകൻ അബ്സലോം, അവനുடைய മകൻ അബ്സലോം അതേ സിയോനിൽ, അതേ സിയോനിലെ വെപ്പാട്ടികളുമായിട്ട് വേശ്യാസ്ത്രീകളുമായിട്ട് പാപം ചെയ്ത് പരസ്യമാക്കി കാണിച്ചു. അവൻ അങ്ങേ വ്യഭിചാരം ചെയ്താൻ ബഹിരംഗമായി. ദാവീദ് കാട്ടിലായി. ദാവീദ് വനാന്തരത്തിലായിരുന്നു. അപ്പോൾ പെട്ടകവും പുരോഹിതന്മാരും ആചാര്യர்களுം നല്ല മനുഷ്യരും ദാവീദിനോട് കാട്ടിലേക്ക് പോയി. നല്ലവர்களെല്ലാം ദാവീദോട് കാട്ടിൽ. ഇപ്പൊ സിയോൻ കാട്ടിലാണ് എന്ന് പറഞ്ഞു. എന്റെ പൊന്നു പേരക്കാരെ, ഈ അബദ്ധോപദേശം പഠിക്കരുത്. ആകവേ இந்த தவறான, യേശു ക്രിസ്തുവാണ് സിയോൻ. യേശു ക്രിസ്തുதான் സിയോൻ. അതല്ലേ നമ്മുടെ അവകാശം. അതുதான் நம்முடைய உரிமை. യേശുവിനെ കൂടെ എന്ത് സിയോൻ? യേശു അല്ലാതെ എന്ത് സിയോൻ? കുറെ സ്വർണം കിട്ടിയാൽ മതിയോ? നിന്നെപ്പോൾ ഒരൊറ്റ ദുരാഗ്രഹികൾ എവിടെ കയറത്തില്ലെന്ന് വിചാരിച്ചോണ്ട് പേരാശയെ പിടിച്ചു പോക മുടിയാതെ സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കാൻ, തങ്ക നാற்காலി, സ്വർണ്ണ തകിടെ നടക്കാൻ, എന്തെല്ലാം വൃത്തികെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നെല്ലാം തവറാണ് കാര്യത്തിൽ சொல்லுகிறார். സിയോനുണ്ട്, സിയോൻ ഇരിക്കുന്നു, യെരുശലേമും ഉണ്ട്. ഇതെല്ലാം ആത്മീയ വ്യാഖ്യാനം. യെരുശലേമും ഇരിക്കുന്നത് ആവിക്കുரிய വ്യാഖ്യാനം. അത് ആര് കണ്ടു? അത് യാർ പാർത്തത്? ഒരു ഐഡിയ കൊടുത്തെന്നല്ലാതെ. ഒന്ന് വരുന്ന 2-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 2-ാം അധികാരം വചനം പറയുന്നു, വചനം சொல்லுகிறது, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ദേവൻ തമ്മിടത്തിൽ അൻപ് കണ്ടിട്ടില്ല, കണ്ണുകൾ കാണാതെ ചെല്ലുന്നവൻ കണ്ടോളും. അവൻ അങ്ങ് പോകുമ്പോൾ നിനക്ക് കാണിച്ചു തന്നിട്ട് എന്ത് കൊടുക്കാനാ? ഉനക്കത് കാട്ടി എന്ന പോകാത്തവന്മാർ കാണിച്ചിട്ടുള്ള കാര്യമുണ്ട്. പോകാതെ കാട്ടി എന്ന വിശേഷം. രണ്ടാമതായി പൗലോസേ പറയുന്നു, പൗലോസിനെ പോലെ ഒരു മനുഷ്യനുണ്ടോ? പൗலை போன்ற மனிதர்கள். കർത്താവ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ സ്ഥാനം കൊടുക്കുന്ന പൗലോസിനാണ്. കർത്തർക്ക് അടുത്ത് ഞാൻ ഇടം കൊടുക്കുന്നത് പൗലുക്ക്. തൊട്ടടുത്ത് യോഹന്നാനും, അടുത്ത് യോവാൻ. ഇവർ രണ്ടുപേരുമാണ് യേശു ക്രിസ്തുവിനെ ശരിയായി വെളിപ്പെടുത്തിയവർ രണ്ടുപേര്. ഇവர்கள் இருவருமே ஆண்டவராய் இயேசுவை சரியாக வெளிப்படுத்தினார்கள். അവിടെ അവരുടെ പ്രത്യേക സ്നേഹമുണ്ട് അവരുടെ മീതെ എനിക്കും. ആ പൗലോസ് പറയുന്നു, அந்த പൗൽ சொல்லுகிறார், 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2 കൊരിന്ത്യർ 12-ാം അധികാരത്തിൽ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. 7-ാவது വചനത്തെ വായിച്ചു. ആ 3-ാം സ്വർഗ്ഗത്തിലേക്ക് ചെന്നപ്പോൾ 3-ാவது വാനത്തിൽ അവിടെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ കേട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങേ ഉച്ചരിക്കക്കൂടാതെ. കാരണം അത് പൗലോസിന് പോലും മനസ്സിലായിട്ടില്ല. പൗലുക്ക് കൂടാതെ പുരിയവില്ലേ. അതിപ്പോ മനസ്സിലാക്കേണ്ട കാര്യമല്ല, ഇപ്പോഴത് പുരിഞ്ഞുകൊള്ള വേണ്ട, ചെല്ലുന്നവർക്ക് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങേ പോകുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഈ കുരുട്ട് ബുദ്ധിയിലിട്ട് ഇതെല്ലാം കുരുട്ട് ആലോചന ജനങ്ങളെ തെറ്റായി പഠിപ്പിക്കരുത്. ജനങ്ങളെ തവറായി പഠിപ്പിക്കാതിരുകൾ. യേശു ക്രിസ്തുവാണ് സിയോൻ. യേശു ക്രിസ്തുവാണ് സിയോൻ. യേശു ക്രിസ്തുവാണ് യെരുശലേം. യേശു ക്രിസ്തുവാണ് യെരുശലേം. യേശു ക്രിസ്തുവാണ് പുതിയ ഭൂമി. യേശു ക്രിസ്തുവാണ് പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ വാനം. TPM-ലെ ചില വേലക്കാർക്ക് പുതിയ ഭൂമി എന്ന് കേട്ട അലർജിയാണ്. പുതിയ ഭൂമി എന്ന് ചൊല്ലുമ്പോൾ അവർക്ക് അലർജി. പുതിയ ആകാശം, പുതിയ ഭൂമി. ഞങ്ങൾ സിയോൻ സിയോൻ ഒരെണ്ണം അവിടെ ചെല്ലത്തില്ലെന്ന് ഓർത്തോളൂ. പുതിയ വാനത്തിനും പിശാച് സിയോന് ചെല്ലാൻ ആഗ്രഹിച്ചവൻ താഴെ വീണു. പിശാച് സിയോനുക്ക് നീ പുതിയ ഭൂമിയെ പോലെ താഴ്മയുള്ളവനായി ജീവിച്ചാൽ നിനക്ക് എവിടെയും ചെല്ലാം. യേശു പോകുന്നിടത്തല്ല നിനക്ക്. ഒരു മണവാട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളാണോ നിശ്ചയിക്കണ്ടേ? മണവാട്ടി തിരുമണമാണ് അവളാ തീരുമാനിപ്പത്. ഓ ഞാൻ സിയോന് മാത്രമേ ഇരിക്കത്തുള്ളൂ. അതല്ല എന്റെയാ, പുതിയ ഭൂമി എന്റേതാണ്, സിയോൻ എന്റേതാ. അപ്പൊ നമുക്കൊന്ന് പുതിയ ഭൂമിയിലേക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞ് ഞാൻ മറിച്ചില്ല, ഞാനിവിടെ കസേര ഇരിക്കാൻ വന്നു. ആ പുതിയ ഭൂമി വരെ പോകുമെന്ന് சொன்னான் வரமாட்டேன். വിഡ്ഢി കുഷ്മാണ്ഡങ്ങളെ, നിങ്ങൾ അതായത് புத்தி இல்லாதவர்களே,
നിങ്ങളോട് ഇങ്ങനെ തന്നെ പറയണം. உங்களிடத்தில் ഈ അബദ്ധോപദേശങ്ങളെല്ലാം മനുഷ്യനെ പഠിപ്പിക്കാതെ இந்த தவறான உபதேசம் യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൂടെ? இயேசு கிறிஸ்துவை അവന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൂടെ? குணாதிசயங்களை வெளிப்படுத்துங்கள். നിന്റെയൊക്കെ കസേര നിനക്ക് മറിച്ചിട്ട് തകർത്ത് കളയും. உங்களுடைய சேரை ஆண்டவர் தகர்த்து விடுவார். ചുമ്മാ അനാവശ്യങ്ങൾ പഠിപ്പിക്കുകയാണ്. தவறான காரியத்தை സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കാം, தங்கச்சேரில் இருக்கலாம், തങ്ക തെരുവിൽ കൂടെ നടക്കാം. ഈ അഹന്തയെല്ലാം അകത്ത് കയറി കഴിഞ്ഞാൽ இவைகளெல்லாம் உள்ளே நுழையும் ഇത് വല്ലതും നിലത്തും താഴെയാണോ? இதெல்லாம் பொறுக்கக்கூடிய காரியங்கள். പണ്ട് കരിക്കമ്മലെ അമ്മച്ചി அம்மாமா കേട്ടിട്ടുണ്ടല്ലോ അല്ലയോ? അമ്മാമ്മയുടെ ഇവിടെ മുതൽ ഇവിടെ പറയാ സ്വർണ്ണ വളകള് அவருடைய கையின் மணிக்கட்டு முதல் முழங்காய் வரை ഇത്രയും വലിയ ചെയിൻ ആയിട്ടിരിക്കും. பெரிய செயின் கழுத்துல போட்டிருக்கிறார்கள். നല്ല പട്ടുസാരി, நல்ல பட்டு சாரி. വയസ്സാറും ഉണ്ട്. வயசு 60 இருக்கும். അമ്മാമ്മ ഇപ്പോഴും കൊച്ചുപെണ്ണിനെ പോലെ നടക്കുന്നു. அம்மா இளம் பெண்ணை போல் நடக்கிறார்கள். സ്റ്റാൻലി ജോൺസ് മാരാമൻ കൺവെൻഷനില് വിശുദ്ധനായ ഒരു മനുഷ്യനോട് പ്രസംഗിച്ചു. പരിശുദ്ധവാൻ ഒരുവർ അങ്ങ് പ്രസംഗിത്താർ. ക്രിസ്തുവിന്റെ മണവാട്ടിയെ കുറിച്ച് കൊണ്ട് പ്രസംഗിച്ചു വന്നപ്പോൾ ക്രിസ്തുവിൻ മണവാട്ടിയെ കുറിച്ച് പേശിന പൊழுது ആരുണ്ട് ഈ അനുഭവത്തിലുള്ള മണവാട്ടി എന്ന് ചോദിച്ചു. യാർ ഇരിക്കാ இந்த അനുഭവത്തിൽ മണവാട്ടി? കരിക്കുമ്പലെ അമ്മാമ്മ ചാടി എന്നിട്ട് ഈ സ്വർണ്ണ വളയിട്ട് ഒരു കിളുക്ക്, തങ്ക വളകളെ പോട്ട് ഇതാ നോക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇരിக்கிறேன்னு சொன்னார்கள். നോക്കണം, വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇത്രയും സ്വർണ്ണവള കണ്ടപ്പോൾ ഇவ்வளவு തങ്കത്തെയും பார்த்த பொழுது സ്വന്തം അനന്തരവൻ സ്വന്തം സഹോദരൻ മദ്രാസിൽ കാശില്ലാതിരിക്കുക, മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമപ്പെട്ടിരിക്കുന്ന സമയത്ത് മയക്കുമരുന്നുക്കും കഞ്ചാവുക്കും അടിമപ്പെട്ടിരിക്കുന്ന അമ്മാമ്മയുടെ കയ്യിലെ ഈ സ്വർണ്ണവള കണ്ടുവോ? പാട്ടിയുടെ കയ്യിൽ அந்த വളകളെ பார்த்தான். കാശുണ്ട്, പണം ധാരാളമായി இருக்கிறது. അവൻ കുറെ ആഫ്രിക്കൻ പിള്ളേരുമായിട്ട് വന്ന് അവൻ 2 ആഫ്രിക്ക ദേശത്താരെ രാത്രിയിൽ അമ്മാമ്മയുടെ സർക്കാരും കഴിഞ്ഞ് എല്ലാം കളിந்த പിൻ കഴുത്തറുത്ത് ഈ സ്വർണ്ണമെല്ലാം എടുത്ത് തങ്കത്തെ എടുത്ത് അവന്റെ കൂടെ വന്നവര് ഈ പ്രായമുള്ള അമ്മാമ്മയെ റേപ്പും ചെയ്തിട്ട് പോയി. കൂടെ இருக்கிற കൂട്ടത്തിൽ പാവപ്പെട്ട അപ്പനെയും തട്ടിക്കളഞ്ഞു. அந்த வயதான முதியவரையும் கொண்டு விட்டார்கள். ഈ അഹങ്കാരം ടിപിഎംകാർക്ക് ഇരിക്കരുത്. இந்த அகங்காரம் டிபிஎம்காரருக்கு இருக்கக்கூடாது. വഴിയെ എന്നെ പോലെ വഴിയാധാരമായി കടന്നവനെല്ലാം പിടിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് വഴിയാധാരമായിരുന്ന എന്നെ പോன்றവരെ കൊണ്ടുവന്ന് കർത്താവ് ഇത്രയും സ്ഥാനവും മഹത്വം തന്നു. പിന്നെ നിലത്തും താഴെയല്ല, ഇവർക്ക് തലയിൽ നിൽപ്പതില്ലേ. ചില പുള്ളികൾ, കുറച്ച് പേര്, കൊഞ്ചം പേര് தான் കേട്ടോ, തപ്പാ വെള്ളം കൂടാതെ കൊഞ്ചം പേര് தான், மிக குறைந்தவர்கள். എന്തോ ഒരു അഹങ്കാരം എൻ്റെ പൊന്നെ, എவ்வளவு மேட்டிமை. ഇതൊക്കെ ലോകത്ത് ജീവിച്ചിരുന്നെങ്കിൽ ആണ്ടവർ இந்த உலகத்தில் வாழ்ந்திருந்தா നമ്മുടെ മറിയക്കുട്ടി അമ്മ എടുത്ത പോലെ ചട്ടി എടുത്തുകൊണ്ട് നടക്കേണ്ട പാർട്ടികളുണ്ട്. മറിയക്കുട്ടി അമ്മ എടുക്കുന്നത് പോലെ ചട്ടിയെ എടുത്തുകൊണ്ട് എന്നാൽ അവർ സ്ത്രീയാ, അവർ ഒരു പെൺ, സത്യത്തിന് വേണ്ടി പോരാടും. അവർ സത്യത്തിற்காக പോരാടി തമ്മിൽ പോരാടുകയല്ല. എന്റെ പൊന്ന് ടിപിഎം വേലക്കാരെ, എന്റെ സഹോദരങ്ങളെ ഞാൻ പറയണം, ഈ അഹന്തയെല്ലാം പലരും കളാം. അർപ്പിയமான ஊழியர்களே, இந்த அகந்தையை நீங்கள் விடுங்கள். എന്നിട്ട് കുഞ്ഞാടിന്റെ കാന്തയായിട്ട് മാറേ. நீங்கள் ஆட்டுக்குட்டியானுடைய மணவாட்டியாய் மாறுங்கள். കുഞ്ഞാടാണ് സിയോനിൽ എല്ലാ സ്വത്തും. அந்த ஆட்டுக்குட்டிக்கு தான் இல்ல എല്ലാ സ്വത്തും. കുഞ്ഞാടിനെ സ്വന്തമാക്കാൻ നോക്കേ. நீங்கள் முதலாவது ആട്ടുകുട്ടിയാനെ സ്വന്തമാക്കുங்கள். ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. അപ്പോൾ മരുഭൂമിയിൽ നമുക്ക് പരീക്ഷകളുണ്ട്. വനാന്തരത്തിൽ നമുക്ക് സോധനയുണ്ട്. യേശുക്രിസ്തു എന്ത് ചെയ്തു? 40 ദിവസം മരുഭൂമിയിൽ പരീക്ഷിച്ചു. 40 നാட்கள் വനാന്തരത്തിൽ അവർ പരിശോധനയ്ക്കുൾപ്പെട്ടു. 4:16 വായിച്ച്, 4:16, 4:18. അവൻ വളർന്ന നസ്രയത്തിൽ വന്ന് ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തു. ആ വാക്യം 4 ഉണ്ടല്ലോ, 16 യേശു ശക്തിയോടെ മുടങ്ങി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ. 14 വായിച്ചേ. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് ആത്മാവിൽ പോയി പരീക്ഷകളെ നേരിട്ട് ആത്മാവിന്റെ ശക്തിയോടുകൂടി മടങ്ങി. അവർ ആവിയിനാലെ കടന്നു ചെന്ന് ഈ അഭിഷേകം നമ്മൾ നഷ്ടപ്പെട്ടാൽ, இந்த അഭിഷേകം നമ്മെ ഇളന്താൽ, പിന്നെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ കൂടി പാരമ്പര്യം ചൊല്ലിനാൽ എന്ത കഥയുമില്ല. ഇപ്പൊ പറഞ്ഞു, ഞാൻ പെന്തക്കോസ് ജനിച്ചതാന്നാ പറഞ്ഞത്. ഞാൻ പെന്തക്കോസിൽ പിറന്നത്. അഹങ്കാരം പറയുന്നത്, ഞാൻ പെന്തക്കോസിലെ മാതാപിതാക്കന്മാർക്ക് ജനിച്ചു. ഞാൻ പെന്തക്കോസിലെ പെற்றோருக்கு പിറந்தേ. എടോ സുഹൃത്തേ, ആത്മീയ നண்பரേ, പെന്തക്കോസിൽ ജനിച്ചുകൊണ്ട് നീ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. നിങ്ങൾ പെന്തക്കോസിൽ പിറന്നാൽ പരലോകത്തേക്ക് പോകാൻ முடியாது. പെന്തക്കോസിന്റെ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. പെന്തക്കോസിലെ കുടുംബത്തിലെ പിറന്നാൽ എന്ത് പ്രയോജനമില്ല. ഉണ്ട്. ആ മാതാപിതാക്കന്മാർ നല്ലതാണെങ്കിൽ, നമ്മുടെ സഹോദരി മദർ സാക്ഷി പറഞ്ഞ പോലെ, അവർ ആ ഒരു കാഴ്ചപ്പാട് വളർത്തും. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ പരലോകത്തേക്ക് പോകണം. അതുകൊണ്ടാണ് പള്ളിപ്രമാണി നിക്കോദമസുമായ യേശുവിനോട് പറഞ്ഞു, നിക്കോദമനോട് യേശു சொன்னாரு, നീ മറുപടിയും പിറക്ക വേണ്ടും, വീണ്ടും ജനിക്കണമെന്നാണ്. നീ മറുപടിയും പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ, നീ മറുപടിയും പെന്തക്കോസ് ജനിച്ചവന്മാർക്ക് എല്ലാവർക്കും അല്ല, കൊഞ്ചം പേർക്ക്, പെന്തക്കോസിൽ പിറന്ന ചിലർ
ഒരു അഹങ്കാരമുണ്ട്. ഞങ്ങളുടെ തറവാട്ട് സ്വത്താ ഇതെന്ന് അവന്മാരുടെ വേല. യവനൊന്നും സ്വർഗത്തിൽ പോത്തുമില്ല. ഇവൻ പർവ്വതത്തിൽ പോമാട്ടാ. പിന്നെ ഇവിടെ കിടന്ന് ചില ചാരത്തിൽ കിടന്ന് പൂച്ചയെ പോലെ ഇങ്ങനെ മറ്റുള്ളവർക്ക് അടച്ചു ഉണ്ടാക്കുക. സാമ്പല് കിടന്ന് ഉരുളുകിற പൂനെ പോലെ മറ്റുള്ളവർക്ക് ഇടലായിരുപ്പാர்கள். ഞങ്ങൾ ഇതിനകത്ത് ജനിച്ചതാണ് 4ാം തലമുറയാണ്. ഈ 4അല്ല 40 തലമുറയാണെങ്കിലും നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ലെന്ന നിങ്ങളുടെ ഭാഷന്മാരല്ല പറഞ്ഞത്, എന്റെ യേശുവാ പറഞ്ഞത്. നിങ്ങളുടെ ചില ഭാഷന്മാരുണ്ടാക്കിയത് രാജ്യം ഉണ്ടെങ്കിൽ കിട്ടും. എല്ലാ ഭാഷന്മാരും കൊഞ്ചം പേര് ബഹുഭൂരിപക്ഷം നല്ലവരാണ്. ഈ സമ്മിശ്ര ജാതികൾ കുറെ ഇതിനകത്തുണ്ട്. എമ്മാരെ നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വേലയ്ക്ക് ദോഷമാണ്. കലപ്പിനമാണവர்கள் கொஞ்சம் பேர் இருக்கிறார்கள். அவர்களை நாம் சரியாக நடத்தாவிட்டால் இந்த ஊழியத்திற்கு ഹാൻഡിൽ பண்ணணும், കൈകാര്യം ചെയ്യണം, നടത്തുകയല്ല. அவர்களை நாம் என்ன செய்ய வேண்டும்? അതാ പൗലോസ് കാണുന്നിടത്തെല്ലാം വെച്ച് കൊടുക്കുമായിരുന്നു. ஆகவேதான் பவுல் பார்க்கிற இடங்களெல்லாம் அவர்களை கண்டித்தார். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு സ്തോത്രം. ഇതിനകത്ത് ഞങ്ങൾ പെന്തക്കോസ്ത് ജനിച്ചതാണ്. നാം പെന്തക്കോസ്തിൽ പിറന്നവർ. ഇവിടെ പെന്തക്കോസ്ത് ജനിച്ചുകൊണ്ടാകുന്നില്ല. പിന്നെ കുറെ ട്രെയിനിങ്, ചില സുവിശേഷം ഞങ്ങൾ മദ്രാസ് 2 വർഷം ട്രെയിനിങ് എടുത്താന്ന്. ചെന്നൈയിലെ 2 ആണ്ടുകൾ ട്രെയിനിങ് എടുത്തു. അതിന്റെ ഗുണം കാണണ്ടേ? അതിൽക്കൂടി എന്ത് കാര്യമില്ല. പണ്ട് പറയും, മുൻകാലത്ത് കുറച്ചു കാലം മുമ്പ് പാഷന്മാർ പറയും, കാലങ്ങൾക്ക് മുമ്പ് ഊഴിയர்கள் சொல்வார்கள், ഈ മദ്രാസിൽ നിന്ന് വരുന്നവരെല്ലാം ഭയങ്കര ഉറക്കമാണെന്ന് പറയും. ചെന്നൈയിൽ നിന്ന് വരുന്നവர்கள் നന്നാ തൂങ്ങുகிறார்கள். പ്രാർത്ഥനയ്ക്ക് തൂങ്ങും, ജപത്തിൽ ഉറങ്ങുവാர்கள். പിന്നെ കാണുന്നിടത്തെല്ലാം തൂങ്ങുന്നവർ. പാർക്കിടത്തിലെല്ലാം அவங்க ഉറങ്ങി വിടുവാர்கள். എനിക്കറിയാൻ കാരണം എന്നാന്ന് എനിക്കറിയാം. കാരണം എന്നാന്ന് എനിക്ക് தெரியும். കാരണം അവിടെ പ്രയർ ചെയിനുണ്ട്, അങ്ങ് ജപ ചങ്കിലി ഇരിക്കുന്നത്. അവിടെ പിന്നെന്തുവാ നൈറ്റ് പ്രയർ ഉണ്ട്, ഇരവ് ജപം, ഉപവാസം, പ്രാർത്ഥന, ഉപവാസം, ജപം. ഒരു ഷേപ്പ് തിരിഞ്ഞാ വരുന്നത്. അങ്ങേ അവർ മാറുതലായി ആ ക്ഷീണമെല്ലാം ഇവിടെ തീർക്കും. அந்த களைப்பை இங்க வந்து കേരളത്തിലെ പുള്ളികൾക്ക് സുഖമല്ലേ? കേരളത്തിൽ இருக்கிறവர்கள் മികുந்த സുഖം. അവരെല്ലാം ചാപ്പിട്ട് രാത്രിയെല്ലാം സുഖമായിട്ട് ഉറങ്ങും. അവർക്ക് ഇരവ് നന്നായി ചാപ്പിട്ട് ഉറങ്ങും, പകലും ഉറങ്ങും. ഉറങ്ങുവാർ. അവിടെ അവർക്ക് മീറ്റിംഗ് ഉറക്കം അതി കുറവാണ്. അവർ കൂട്ടങ്ങളിൽ ഉറങ്ങും. പിന്നെ ഉറക്കപ്പിശാച് പറഞ്ഞു. ഇവരെല്ലാം ഉറങ്ങുகிறவர்கள். ചിലർ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിക്കും, പകലെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ചില ഇരവ് മുഴുവൻ ജീവിപ്പാர்கள், പകലെ മുഴുവൻ ഉറങ്ങുവാർ. പകല് പെയ്ത്തവും ജോലി ചെയ്യത്തില്ല. എന്നോട് ആര് പറഞ്ഞു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാൻ? യാർ ഉങ്ങളെ ഇരവ് നേരം മുഴുവൻ ജീവിക്കാൻ? ചില ഒക്കേഷനുകളിൽ രാത്രി മുഴുവൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്, പ്രാർത്ഥിക്കണം. ചില നേരങ്ങളിലെ പ്രത്യേകമായ നേരങ്ങളിൽ അപ്പടി രാത്രി ഉറങ്ങാനല്ലേ ദൈവം തന്നിരിക്കുന്നത്? ഇരവ് ഉറങ്ങു തൂങ്ങുവതற்கல்லவா? ഞാൻ രാത്രി പ്രാർത്ഥിക്കും. ഇരവ് ജപിപ്പേൻ. ഒരു അമ്മച്ചി പറഞ്ഞു, ഞാൻ 12 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഒരു അമ്മ சொன்னாണ് ഇരവ് 12 മണിക്ക് എഴുന്നേറ്റ്. എന്തിനാ അമ്മച്ചി 12 മണിക്ക്? ഞങ്ങളെ ശല്യപ്പെടുത്താനാണോ? ഏതൊക്കെ 12 മണിക്ക് എഴുന്നേറ്റ് ജപിക്കുന്നത്? അല്ല മക്കളെ, 12 മണിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങും, യേശു മാത്രം ഉണർന്നിരിക്കും. അപ്പൊ എനിക്കും പ്രാർത്ഥിക്കാം. അപ്പൊ എന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. என்னுடைய ஜெபத்தை ஆண்டவர் கேட்பார். எல்லாரும் உறங்கி விடுவார்கள். അമ്മച്ചിക്കറിയാം ഭൂമി കറങ്ങുന്നതാണെന്നും പകുതി പകൽ ഇവിടാണെങ്കിൽ പകുതി രാത്രിയോടെ அம்மாவுக்கு பூமி உருண்டையானதும் பூமி சுழல்கிறது என்றும் இங்கே பகலாகும்போது வேறொருத்தல இரவு, வேறொருத்தல இரவாகும்போது இங்கே பகல். എന്തിന്? അലക്സാണ്ടർ ചക്രവർത്തി ക്രിസ്ത്യാനിയാണെന്ന് പ്രസംഗിച്ച പാർട്ടിയാണ്. അലക്സാണ്ടർ പട്ടക്കോളനിൽ ഒരുത്തൻ പ്രസംഗിച്ചു, അലക്സാണ്ടർ ചക്രവർത്തി ക്രിസ്ത്യാനിയാണ് പ്രിയരെന്ന് പറഞ്ഞു. അലക്സാണ്ടർ ചക്രവർത്തി ക്രിസ്തവർ എന്ന് சொன்னார். അപ്പൊ അത് എന്ത് ബേസിലാ? അത് എന്ത് അടിപ്പടയിൽ? കേട്ടോ, മടയ പേര് കേട്ടോ നിനക്ക് അറിയത്തില്ല. അലക്സാണ്ടർ എന്ന് പറഞ്ഞ പിന്നെ ആർക്കാടാ പേര്? പേര് കേട്ട ഉനക്ക് தெரியாத അലക്സാണ്ടർ വേറെ എന്താ? ഇങ്ങനെയുള്ള പാർട്ടികളെയൊക്കെയാണ് കർത്താവ് വേലയ്ക്ക് വിളിക്കുന്നത്, എന്നെ ഉൾപ്പെടെ. ഇപ്പടിപ്പെട്ടവர்களை என்னை ഞാനും തുറന്നു പറയാമല്ലോ, തമ്പുരാൻ വിളിച്ചതിന് ഗുണം മാത്രമേ ഉള്ളൂ. ആണ്ടവർ അழைത്തതിന്റെ സിറപ്പ് மட்டும்தான். ഇതാണ് പാർട്ടികൾ. ഇപ്പടിപ്പെട്ടവர்கள். ബാക്കിയുള്ള പെന്തിക്കോസിലൊക്കെയാണ് ബൈബിൾ കോളേജിലും വിട്ട്, പിന്നെ റബ്ബർ വെട്ട് വേഷമൊക്കെ മാറ്റി, പിന്നെ പാൻറ്റും കോട്ടും ഇടിച്ച് നല്ല ടിപ് ടോപ്പിൽ അവർ നടത്തിക്കൊണ്ട് ഡിസിപ്ലിൻ ഉണ്ട്. മറ്റേടത്തിലെ നല്ല അച്ചടക്കം ഇരിക്കുന്നത്. അച്ചടക്കമല്ല, ഡിസിപ്ലിൻ ഇരിക്കുന്നത്. അവർക്കറിയാം, അവർക്ക് தெரியும் പുതിയ ആളുകൾ എങ്ങനെ നേരിടണം, പുതിയ ആളുകളെ എപ്പടി അങ്ങനെ അടിതടയൊക്കെ പഠിപ്പിച്ച് അവർ വിടുന്നത്. അപ്പടിപ്പെട്ട കാര്യങ്ങളെ കற்றுകൊടുക്കും. ഇവിടെ വിശുദ്ധന്മാർ പറഞ്ഞു, നിങ്ങൾ മുഴങ്കാലിൽ നിന്ന് പഠിച്ചോളാനാണ് പറയുന്നത്. പരിശുദ്ധവാന്കൾ നിങ്ങൾ മുഴങ്കാലിൽ നിന്ന് കற்றுകൊള്ളുക. ദൈവം തരുന്നു സംസാരിച്ചു. ആണ്ടവർ சொல்வதை பேசுங்க. അതാ കറക്റ്റ്, അത് ഉണ്മ, അതാണ് ശരി. പക്ഷെ അത് ശരിയായി പോകണം. അത് ശരിயான മുറയിൽ. അത് ശരിയായി പോയില്ലെങ്കിൽ അത് ശരിയായി പോകാം. ഇതുപോലെ ഗതികേട് വേറെ ഒരു മാർഗവും ഇല്ല. ഇതേപോലെ ഗതികേട് വേറെ ഏതുമില്ല. ലോകജ്ഞാനവും ഇല്ല, ഉലകജ്ഞാനമില്ല, ദൈവജ്ഞാനവും ഇല്ല, ദേവജ്ഞാനമില്ല. പിന്നെ കിടന്ന് കളിക്കുന്ന കളികൾ. അത് വരാതിരിക്കാനാണ് നടത്തിപ്പുകാർ ദൈവത്തോട് പറ്റിയിരിക്കാൻ പറയുന്നത്. ആകവേதான் ஊழியர்கள் தேவனோடு சேர்ந்திருக்க. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ജനിച്ചതാണ്. நாங்கள் ഇതിലെ പിറந்தோம். മദ്രാസിൽ ട്രെയിനിങ് എടുത്തു. நாங்கள் ചെന്നൈയിലെ പോയി പயிற்சி பெற்றோம். പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. நான் മുൻപ് ഒരു കഥ കേൾവിപ്പെട്ടിരിக்கிறேன். അരയന്നം അന്നപ്പക്ഷി മുട്ടയിട്ടിട്ട് പോയി. അത് മുട്ട പോട്ടത്. അപ്പോൾ വീട്ടുകാരതെടുത്ത് താറാവിൻ്റെ മുട്ടയോട് കൂടി ചേർത്ത് വെച്ച് വിരിക്കാൻ പോയി. അത് വാത്ത് മുട്ടയോട് ചേർത്ത് അത് പൊരിക്കാൻ മുയற்சி ചെയ്താர்கள். അങ്ങനെ
രണ്ടും ഇറങ്ങി. இரண்டும் பொறித்த குஞ்சுகளாக வெளியே வந்து അരയന്നത്തിന് അറിയില്ലല്ലോ അരയന്നെ വന്നു. അരയണத்துக்கு தெரியாது தான். അപ്പൊ കോഴി കൊണ്ട് കിടന്ന് കുറെ ഡിസിപ്ലിൻ ഒക്കെ പഠിപ്പിച്ചു. അത് കൊണ്ട് அதை கூட்டிக்கொண்டு சில டிசிப்ளின் கற்றுக் கொடுத்தது, പഠിപ്പിച്ചു. சில ஒழுங்குமுறைகளை கற்றுக் கொடுத்தது. താറാങ്കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചു. ഇതും അരയന്നും താറാങ്കുഞ്ഞായിട്ടല്ലേ വളരുന്നത്. அந்த அன்னமும் வாத்து குஞ்சாக வளருகிறதுனா അதைക്കും கற்றுக் கொடுத்தது. തിന്നേണ്ടത്, சாப்பிட வேண்டியது, പരുന്ത് വന്നാൽ വിളിക്കേണ്ടത്, பறந்து வந்தால் ஒளிப்பது, ഇങ്ങനെ കുറെ അടിതടെയെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. கொஞ்சம் காரியங்கள்லாம் கற்றுக் கொடுத்தது. പക്ഷേ ஆனால் ഒരു സുപ്രഭാതത്തിൽ ஒரு நாள் അരയന്നെ മേളിൽ കൂടെ പറക്കുന്ന കണ്ടു. அன்னம் மேலே பறந்ததை பார்த்தது. അപ്പോഴെന്തോ ഈ അരയന്ന കുഞ്ഞിന്റെ അകത്തൊരു ഏതോ ഒരു വ്യാപാര ശക്തി. இந்த அன்னத்தினுடைய குழந்தை அதற்குள்ள ஏதோ ஒரு வல்லமை செயல்பட்டது. ആ അരയന്ന കുഞ്ഞ്, அந்த குஞ்சு ഇച്ചിരി പ്രായമായി, அது கொஞ்சம் பெரிதாகி விட்டது. അതൊന്ന് കുടഞ്ഞു, அது ஒன்று குலுக்கினது, അവരോട് പറന്നുപോയി. அவர்களோடு பறக்கிறவர்களோடு பறந்து சென்றது. അതേ ഡിസിപ്ലിൻ കിട്ടിയതാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക്, താറാങ്കുഞ്ഞുങ്ങൾക്ക്. இதே காரியங்களை தான் வாத்து குஞ்சுகளும் கற்றது. അപ്പൊ ഇതിങ്ങനെ കുടുങ്ങിയാലൊന്നും ഒരു പരിധിക്കുള്ളിൽ പൊങ്ങത്തില്ല. இது கொஞ்சம் குலுக்கினா கொஞ்சம். അതുകൊണ്ട് നിങ്ങൾ പെന്തക്കോസ്തി വന്ന് കുറെ ട്രെയിനിങ് കിട്ടിയോണ്ട് കാര്യമൊന്നുമില്ല. பெந்தகோஸ்தே வந்து கொஞ்சம் ட்ரைனிங் கிடைத்தனா கதை ஒன்றும் കൊള്ളാം, പക്ഷേ ശരിയായി ജനിച്ചിരിക്കണം. சரியாய் நாம் பிறந்திருக்க வேண்டும். നീ ക്രിസ്തുവിൽ ജനിക്കാതെ, நீங்கள் கிறிஸ்துவுக்குள் பிறக்காமல் എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ട് കരുവാടിനെ, പച്ചമീനെ കരുവാടാക്കി പോറ്റുന്ന സ്വപ്നം ഞാൻ പറഞ്ഞില്ലേ, ഒരു അമ്മച്ചി കണ്ടതാ. ஒரு அம்மா சொப்பனம் கண்டார்கள், மீன் கருவாடான. സുവിശേഷ വേലയ്ക്കുള്ള വിളി എന്താണെന്ന് പാസ്റ്റർ ജേക്കബ് ചോദിച്ചപ്പോൾ, ஊழியத்திற்கு அழைப்பிற்கு காரணம் என்ன என்று ஜேக்கப் பாஸ்டர் கேட்ட பொழுது ഈ അമ്മ எழுப்பி சாட்சி கொடுத்தாங்க. அந்த அம்மா எழுப்பி சாட்சி சொன்னார்கள். ஐயா ஸ்தோத்திரம், ஐயா ஸ்தோத்திரம், நான் ஒரு சொப்பனத்தை பார்த்தேன். நான் ஒரு சொப்பனம் கண்டு. என்ன சொப்பனம்? എന്താണ് സ്വപ്നം? கொஞ்சம் மீனுകളെല്ലാം പിടിച്ച്, കുറച്ച് മീനെ ഞാൻ പിടിച്ച് കിണറ്റിൻകരയിലെ പോട്ട് കരുവാടാക്കി മാറ്റുന്നു. ഞാൻ കിണറ്റിൻകരയിലിട്ട് അതിനെ മുളക്കമീനാക്കി. പാസ്റ്റർ ബോബി ഞങ്ങൾക്ക് അടുത്തിരിപ്പുണ്ട്. പാസ്റ്റർ ബോബി ഞാനെല്ലാം അവിടെ ഉണ്ട്. പാസ്റ്റർ ஐயா இந்த அம்மா ஊழியத்துக்கு எடுக்கக்கூடாது, இங்கே வந்த பச்சை மீன்களெல்லாம் கருவாடாக்கி மாற்றிக்களை ശുശ്രൂഷയ്ക്ക് എടുക്കരുത്, ഇവർ പച്ച മീനെല്ലാം ഉണക്ക മീനാക്കും. ഇതാണ് ദർശനം. இதுதான் ദർശനമൊന്നും വേണമെന്നില്ല, தரிசனம் வேண்டுவதில்லை, സമർപ്പണമാണ് നമുക്ക്. സമർപ്പണം தான் മുഖ്യം. വീണ്ടും ജനിക്കണം, முதலாவது மறுபடியும் பிறக்க வேண்டும். അവർ വന്നാൽ കുഴപ്പമില്ല, அவர்கள் வந்தால் பிரச்சனை. അവർക്ക് ഡിസിപ്ലിനോട് കിട്ടിക്കഴിഞ്ഞാൽ அவர்களுக்கு இந்த டிசிப்ளின், അവർ ശ്രേഷ്ഠരാകും, அவர்கள் மேன்மையடைவார்கள். ഇല്ല മദ്രാസിൽ 2 വർഷം ഇരുന്ന് കുടുങ്ങിയതുകൊണ്ടോ, മദ്രാസിൽ ഇരുന്ന് 2 ആണ്ടുകൾ കുലുങ്ങിനതിനാലോ, അവർ തുന്തുവണ്ടി തള്ളിയുണ്ടോ, അങ്ങേ വണ്ടിയെ തള്ളിന കുറെ വചനം കേട്ടോണ്ടോ ഒന്നും ഒരു രൂപാന്തരം ഉണ്ടാകാൻ പോകുന്നു. கொஞ்சம் வசனத்தை கேட்டால் எந்த, കാരണം നിന്റെ ജനനം ശരിയല്ല, உன்னுடைய பிறப்பு சரியில்லை, നിന്റെ പിറവി, உன்னுடைய பிறவி சரியில்லை. ഏത് എസെക്കിയേൽ 17-ാം അധ്യായത്തിലുണ്ട് ആ പിറവിയെ പറ്റി, ഇപ്പോൾ വായിക്കണ്ട. എസേക്കിയ 17-ാം അധികാരത്തിൽ இருக்கிறது. നിന്റെ അപ്പനും അമ്മയും വേറെയാ, உன்னுடைய தாயும் தகப்பனும் வேறே. നീ ഹിത്യാസ്ത്രീയിൽ ഉണ്ടായതാ, நீ கேத்தியஸ்திரிக்குள் பிறந்தவன். ഏശാവിന്റെ ഭാര്യമാര് ഹിത്യാസ്ത്രീകളായിരുന്നു. ஏசாவுடைய பெண்கள் கானானி ஸ்திரீகள். അതുകൊണ്ടാണ് അവളുമാർ ഇപ്പോഴും പുലമ്പുലും ബഹളമാണ് എപ്പോഴും ഉണ്ടാകും. அவர்கள் எப்பொழுதும் தங்களுக்குள்ள சண்டையிடுகிறார்கள். അത് മടുത്തിട്ട് അവൻ പോയി ഇസ്മായിലിന്റെ ഒരുത്തിയെ പോയി കല്യാണം കഴിച്ചു. അതിന് അവൻ സോർവടൈந்து ഇസ്മായിൽ, നിന്റെ അപ്പൻ അമോര്യരും നിന്റെ അമ്മ ഹിത്യസ്ത്രീ, 17-ാം അധ്യായം അമ്മോനിയൻ, ഉന്റെ തായ് കാനാനി സ്ത്രീ. അങ്ങനെ വരുന്നവരെല്ലാം அப்படி வருகிறவர்கள் എത്ര ട്രെയിനിങ് കിട്ടിയാലും ഉണ്ടാവും, எவ்வளவு அவர்கள் பயிற்சி അല്ലെങ്കിൽ അതിനേറ്റവും നമ്മൾ സമർപ്പിച്ച് പരിശ്രമിച്ച് നേടിയെടുക്കണം. നാം ഒപ്പ് കൊടുത്ത് മുയற்சி ചെയ്ത് പെற வேண்டும். ஆனால் ഇരമ്യാവ് വായിക്കുമ്പോൾ, യെരമ്യാവിനെ വാസിக்கிறோம், ഇരമ്യാവാണ് സങ്കീർത്തനത്തിൽ, ഇവനും അവനും അവിടെ ജനിച്ചെന്ന് സിയോനെ കുറിച്ച് 87-ാം സങ്കീർത്തനം. 87-ാം സങ്കീർത്തനം ഇരമ്യാവ് വായിക്കുമ്പോൾ, യെരമ്യാവിനെ വാസിக்கிறோம், പട്ടണത്തിൽ ഒരുവനെയും പട്ടണത്തിൽ വംശത്തിൽ 2 പേരെയും അழைച്ച് ഞാൻ സിയോനെ കൊണ്ടുവരും. വംശത്തിൽ 2 പേരെ അழைத்து நான் സിയോനെ കൊണ്ടുവരുവേ. 2 വാക്യം വായിക്കും. 87-ന്റെ 5, 87-ാം സങ്കീർത്തനം 5, 87:5. അപ്പൊ അങ്ങനെ സിയോനിൽ ജനിക്കണം. அப்படி நாம் സിയോനിൽ பிறக்க ആ ജനിച്ചവർ വന്നാൽ അതിന്റെ ഗുണം കാണിക്കും. அங்கே பிறந்தவர்கள் வந்தால் அதற்குடைய குணம். പെന്തക്കോസ്ത് ജനിച്ചവരും பெந்தகோஸ்தே பிறந்தவர்கள் അവർക്ക് അവരുടെ ഗുണം ഉണ്ടാകത്തുള്ളൂ. அவர்களுக்கு அந்த குணம் தான் வரும். അവർ ജനിച്ച കുടുംബം, அவர்கள் ஜனிச்ச ജനിച്ച മാതാപിതാക്കന്മാർ, അവർ വളർത്തിയ பெற்றோர், അവരുടെ സൊസൈറ്റി, அவர்களுக்குள்ள இருக்கிற ചുറ്റുപാട്. അതുകൊണ്ടാണ് വേലയ്ക്ക് വന്നിട്ടും ചിലതൊന്നും ശരിയാകത്തിന്റെ കാരണം ഇത്. ஆகவேதான் இந்த ஊழியத்திற்கு வந்து ഇവർ ശരിയായി സിയോനിൽ ജനിച്ചിട്ടില്ല, இவர்கள் சரியாக சியோனில் பிறக்கவில்லை. അതുകൊണ്ട് കുറ്റമൊന്നുമില്ല, அதனால் குற்றமில்லை. അവർ പരിശ്രമിച്ച് നേടിയെടുക്കണം. அதை முயற்சி செய்து பெற வேண்டும். ഞങ്ങൾക്ക് ഇങ്ങനെ ജനനമില്ലെങ്കിലും இப்படிப்பட்ட பிறப்பில்லாவிட்டால் ഞങ്ങൾ കർമ്മം കൊണ്ട് നേടിയെടുക്കും. நாங்கள் செயலினால் அதை பெற்றுக்கொள்வோம். ആ തീരുമാനത്തിൽ പോവാമെങ്കിൽ അത് ജയിക്കും. அப்படிப்பட்ட தீர்மானம் இருந்தால் வெற்றி வருவோம். അപ്പൊ ഇവനും അവനും സിയോനിൽ ജനിച്ചു. இன்னார் സിയോനിൽ பிறந்தார்கள். ഇരമ്യാവ് വായിച്ചേ 3-ലാണ്, 3:14 വാസിക്കുക. സീർകെട്ട പിള്ളകളെ, പെന്തക്കോസ്ത് ടിപിഎംകാരെ വിളിക്കുക, அவர் டிபிஎம்காரரை அழைக்கிறார். சீர்கெட்ட பிள்ளைகளே, சீர்கெட்ட பிள்ளைகளே, சீர்கெட்ட ஊழியர்களே, சீர்கெட்ட ஊழியர்களே. ഉപദേശിമാർക്ക് പ്രസംഗിക്കുമ്പോൾ വിശ്വാസികളുടെ തലമുണ്ടക്കിട്ട് കൊടുക്കാം, ഊഴിയക്കാരെ ചൊല്ലക്കൂടാതെ.
ஊழியர்கள் பிரசங்கிக்கும் போது என்ன ஐயா ஊழியர்களை பற்றி சொல்லக்கூடாது, ஆனால் விசுவாசிகளை சொல்லலாம். எல்லாம் விஷயம் உண்டோ? இல்லை இல்லை இல்லை, என்ன பேசுங்க. இந்த விஷயம் இல்லை. அப்போ ஊழியக்காரர்கள் என்ன பரிசுத்துவாங்களா? அந்த ஊழியர்கள் என்ன விசேஷம்? வசனம் சொல்றது ரெண்டு கூட்டருக்கும் சேர்த்தா. வசனம் சொல்லுகிறது இரண்டு கூரை சேர்த்து. ഞാൻ അതിനെ മാത്രമേ പറയുന്നുള്ളൂ. நான் வசனத்தை மட்டும் தான் சொல்லுகிறேன். നാളെ പോയി അവിടെ ഇവിടെ കട്ടപ്പനയിലും പോയി ഇളക്കരുത്. கட்டப்பனை போய் அதை ஏதாவது சொல்லக்கூடாது. എനിക്ക് അടുത്ത ആയുധം എടുക്കേണ്ടി വരും. நான் அடுத்த ஆயுதம் எடுக்க வேண்டியது வரும். சீர்கெட்ட பிள்ளைகள், இது ഞാൻ പറയുന്നതാണോ? நான் சொல்லுவதா? இது பைபிளிலுள்ளதല്ലേ? அது வேதாகமத்தில் இருக்கிறது. இது லோகம் முழுவதும் வாയിക്കത്തില്ലേ? உலகம் முழுவதும் வேதத்தை வாசிக்கிறார்கள். தாவீது பெத்சபாவோடு பாவம் செய்து மொத்தம் எழுதி வச்சிരിക്കില്ലേ? தாவீது யெசபேலிடத்தில் ദൈവം പാപത്തെ മറക്കുന്നില്ല. നീ അങ്ങ് ഉപേക്ഷിച്ചാൽ മതി. தேவன் பாவத்தை மறைப்பதில் நீ பாவத்தை നീ വിട്ട് ഉപേക്ഷിക്കുക. എപ്പോൾ റെഡിയാകും? நீ அதை விட்டு. നിന്റെ അകത്ത് പാപം ഇരിക്കുന്നതുകൊണ്ടാണ് ഈ കുത്തുകൊള്ളുന്നത്. உனக்குள்ளே பாவம் இருக்கிறதா குத்தப்படுகிறாய். നിനക്ക് ഇല്ലെങ്കിൽ എന്നാ വിഷയം? உனக்கு இல்லாவிட்டால் என்ன ആർക്കിട്ടുമാണ് எதற்கும் யாருக்கும் பயப்பட வேண்டியது. നിന്റെ അകത്ത് പാവം ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് ഏറ്റുകൊള്ളാൻ ഒക്കാത്തത്. പാപം ഇരിക്കനാൽ ഇത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഇവിടെ സീർകെട്ട പിള്ളകളെ, വഷൾമാരായ മക്കളെ വായിച്ച് മലയാളത്തിൽ വായിച്ച്. വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ. വിശ്വാസം കളഞ്ഞിട്ട് വേഷധാരികളായ വിശ്വാസികളും വേലക്കാരുമായിട്ട് നടക്കുക. നിങ്ങൾ വിശ്വാസത്തെ മറുതലിത്ത് വേഷധാരികളായി തിരിகிறீர்கள். ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ രണ്ടുപേരെയും വീതമെടുത്ത്. എല്ലാരും വിളിക്കുന്നില്ല. ഇതാണ് இந்த வேலையுடைய சிறப்பு. സമുദായ ക്രിസ്ത്യാനികളായിരുന്ന ഞങ്ങൾ, സമുദായ ക്രിസ്തുക്കളായിരുന്ന ഞങ്ങൾ, സീറോ മലബാർ സിറിയൻ ക്രിസ്ത്യൻസ് വിഭാഗത്തിൽപ്പെട്ടവர்கள் രണ്ടുപേരെ കർത്താവ് വേർതിരിച്ചു. രണ്ടുപേരെ ആണ്ടവർ പിരിച്ചെടുത്താർ. എന്നെയും സിസ്റ്ററേയും. എന്നെയും എന്റെ സഹോദരി. രണ്ടുപേർ ചിലയിടത്തുനിന്ന് ഒരാളെ, ചിലയിടങ്ങളിൽ ഒരുവർ. കഴിഞ്ഞ ദിവസം മരിച്ച ആല ബാബു, கடந்த நாள்ல மரணமடைந்த അവന്റെ വീട്ടിൽ ഒരു സഹോദരിയെ വേർതിരിച്ചു. அங்கே இருந்த ஆண்டவர் ஒரு எடுத்தார். ഒരു സഹോദരിയുണ്ട്, സിസ്റ്റർ. ഒരു സഹോദരി സിസ്റ്റർ இருக்கிறார். എൻ്റെ കൂടെ ഇരുന്നതാണ്. അവர்கள் എന്നോട് ഇരുന്നാர்கள். ക്യാൻസർ വന്ന് മരണത്തോളം എത്തി. ക്യാൻസർ വന്ന് മരണത്തിற்கு ദൈവ സൗഖ്യം കൊടുത്തവരെ ഇപ്പൊ കൊണ്ടുവന്നു. അവர்கள் ഇപ്പോൾ இருக்கிறார்கள். അതുപോലെ തന്നെ പണിക്കരുടെ കുടുംബം, പണിക്കരുടെ കുടുംബത്തിൽ 5 പേരാ വേലയ്ക്ക് ഇറങ്ങി. 5 പേർ വന്നാர்கள். 3 സഹോദരന്മാർ 2 സഹോദരിമാർ. 3 സഹോദരങ്ങൾ 2 സഹോദരി. മർത്തമക്കാരാണ്. അവർ മർത്തമക്കാരാണ്. അപ്പൊ ഇങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇതാണ് ദൈവത്തിന്റെ ശക്തി. പട്ടണത്തിൽ ഒരുവനെയും വായിച്ചേ. ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതമെടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. ഞാൻ സിയോനുക്ക് കൊണ്ടുവരും. ഇവർ വഴക്കുണ്ടാക്കാനൊന്നും പോകത്തില്ലെന്നേ. ആകവേ ഇവർ വഴക്കട പോകമാട്ടാர்கள். ഇവർ ഈ ചപ്പൻ ചവന്റെ പിന്നാലെ പോകത്തില്ല. ഇവർ മരണത്തടയുന്നവർക്ക് പിന്നാലെ പോകമാട്ടാர்கள். അതിനുവേണ്ടി വഴക്കുണ്ടാക്കി കിടക്കുന്നതല്ല. ശരിയായ ജനനമില്ലാതെ സുവിശേഷ വേലയ്ക്ക് വരുന്നവരാണ്. ശരിயான പിറപ്പിൽ എത്ര ഡിസിപ്ലിൻ കൊടുത്താലും എவ்வளவு കற்றுக் കൊടുത്താലും സംഗതി പഴയതാകും. ശരിയാകുന്നില്ല. കാരണം അകത്തില്ലല്ലോ, ഉള്ളേ ഇല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞു പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ. മറുപടിയും അതിനാണ് നിങ്ങൾ മാനസാന്തരപ്പെടാൻ പറയുന്നത്. അതற்கு தான் மனம் திரும்ப சொல்லுகிறார். പിന്നീടായാലും ശരിയായ ഒരു മാനസാന്തരം ഉണ്ടായാൽ ശരിயான மனம் திரும்ப ഈ ജനനത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ ഉണ്ടാകും. இந்த பிறப்பினுடைய செயல் അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വായിക്കാം വാക്യം. വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ. വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിൻ. മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുക എന്നാണ്. മാനസാന്തരപ്പെടുമ്പോൾ വീണ്ടും പുതിയ ജന്മം ഉണ്ടാകും. ഈ മാനസാന്തരം ഇല്ലാതെ കൊണ്ടാണ് വിശ്വാസം വിട്ട് കലക്കം ഉണ്ടാക്കുന്നത്. അവർ ശരിയായി ജനിച്ചവരല്ല, അവർ ശരിയായി പിറന്നവരല്ല. എന്നാൽ വന്നതിന് ശേഷമെങ്കിലും ജനിച്ചു പോകണ്ടേ. വിശ്വാസികളും അങ്ങനെയാണ്. സമ്മിശ്ര ജാതികൾ, വിശ്വാസികൾ അപ്പടിയെ കലപ്പനത്താർ ജാതികളുടെ സംസ്കാരവും പെന്തക്കോസ്തിന്റെ ചിലതും ചേർത്ത് കൊണ്ടുപോകുന്നവരാണ് ഈ സഭയ്ക്ക് ചേർത്ത് കൊണ്ടുപോകുന്നവരാണ്. അവർ യഥാർത്ഥ വിശ്വാസികളല്ല, അവർ സമ്മിശ്ര ജാതികളല്ല. അവരാണ് ഈ വേണ്ടാത്തനെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത്. അവരെ സിയോനിൽ കൊണ്ടുവരും. അവർ സിയോനുക്ക് കൊണ്ടുവരുവാർ. ഈ സിയോനിൽ ജനിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സിയോനിൽ പിറപ്പത് എന്നാൽ യേശു ക്രിസ്തുവിൽ ജനിക്കുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അവർ 2 സിയോനിൽ കൊണ്ടുവന്നു. അവർ സിയോനുക്കുൾ എപ്പോൾ? ദൈവത്തിന്റെ അഭിഷേകത്താൽ. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. ഇനി എന്ത് ചെയ്യണം? ഇനി என்ன செய்ய வேண்டும்? വളരണം. നാം വളര வேண்டும். മൂന്നാമതായി ക്രിസ്തുവിൽ വളരണം. മൂന്നാമതായി ക്രിസ്തുവിൽ പണിയപ്പെടണം. നാം കട്ടപ്പെട வேண்டும். അപ്പോൾ സിയോനിൽ ജനിക്കണം, സിയോനിൽ പിറക്ക வேண்டும், സിയോനിൽ കൊണ്ടുവരണം, സിയോനായി വളരണം. സിയോനായി നാം വളര. പരിശുദ്ധാത്മാവിൽ നമ്മൾ വളരുകയാണ്. പരിശുദ്ധാവിൽ നിങ്ങൾ വളരുക. അങ്ങനെ പണി പൂർത്തീകരിക്കും. അപ്പടി കട്ടിയത് 104 സങ്കീർത്തനത്തിന്റെ 104 സംഗീതം 15 വാക്യം വായിക്കും. 15ാമത്തെ വചനം. യഹോവ സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. ആണ്ടവർ സിയോനെ കട്ടി മഹിമയിൽ വെളിപ്പെടുവാർ. 102:15.
യഹോവ സിയോനെ പണിത് യഹോവ അത് സിയോനെ പണിയുകയും ആ തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും ആ തമിഴ് പഠിക്കുക. കർത്തർ സിയോനെ കെട്ടി தமது மகிமையில் வெளிப்படுவார். മഹിമയിൽ വെളിപ്പെടും. மகிமையில் வெளிப்படும். അപ്പൊ കർത്തറാണ് സിയോനെ കെട്ടുന്നത്. கர்த்தர் தான் சியோனை നിങ്ങൾ അവിടെ സ്വർണ്ണ സിംഹാസനം വെച്ച് അവിടെ പിന്നെ പർവ്വതാനി അല്ലെങ്കിൽ സ്വർണ്ണത്തിന്റെ പർവ്വതാനി വിരിച്ച് അവിടെ പോകുന്നവന്മാരെല്ലാം മണ്ടന്മാരാണ്. நீங்கள் பரலோகத்திலே தங்க மூலம் பூசப்பட்ட ഇതെല്ലാം ക്രിസ്തുവിലുള്ള ആത്മീയ അനുഭവങ്ങളെയാണ് വ്യാഖ്യാനിക്കുന്നത്. இது தேவனுக்குள்ள இருக்கிற ஆவிக்குரிய അപ്പൊ அனுபவம். കർത്താവ് പണിയുന്ന പണിയതാ, அது ഞാൻ നിങ്ങൾക്ക് ആ ഒരു വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. நான் உங்களுக்கு ഒരു സ്ഥലത്തെ ആയത്തം பண்ண അത് പണിയുമ്പോൾ തരുമ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ചേർത്ത് കൊള്ളും. நான் உங்களை வந்து சேர்த்து അത് അവിടെ സ്വർണം കൊണ്ട് പണിയുന്നതല്ല, அங்கே தங்கத்தினால் സ്വർണം വിശ്വാസത്താലാണ്. விசுவாசத்தினால். അതാണ് എഫേസ്യർ 3:17 எபேசியர் 3:17 ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും கிறிஸ்து விசுவாசத்தினால் உங்கள் இருதயத்தில் வசிப்பதற்கு வரம் നൽകപ്പെட வேண்டும். ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. நீங்கள் അൻപിൽ വേരൂന്നി. എപ്പോഴാണ് സ്നേഹത്തിൽ വേരൂന്നുന്നത്? எப்பொழுது അൻപിലെ വേരൂന്നി? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ. പരിശുദ്ധാവിൻ അഭിഷേകത്താൽ. റോമർ 5:5 വായിക്കുമ്പോൾ റോമർ 5:5 വാസിക്കുമ്പോൾ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. നമ്പിക്കയ്ക്ക് അഴിവ് വരാமல். പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. നമ്പിക്കയ്ക്ക് അഴിവ്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. ദേവൻ അൻപ് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. നമ്മുടെ ഉള്ളങ്ങളിൽ പകർന്നിരിക്കുന്നത്. നമ്മളിലാണ് ഈ പണി നടക്കുന്നത്. നമുക്കുള്ള அந்த வேலை நடக்குது. നമ്മളിലാണ് ക്രിസ്തു സിയോൻ യെരുശലേം പണിയുന്നത്. നമുക്കുള്ള ആണ്ടവർ സിയോൻ യെരുശലേം കട്ടുகிறார். അത് ചിലര് പുതിയ ഭൂമിയാകും, അത് പുതിയ ഭൂമിയാകും. അവിടെ ഒരു പണി അതാ 30, അത് 30, ചിലത് 60, ചിലത് 60. അത് സ്വർഗത്തിന്റെ പണി, അത് പരലോകത്തിന്റെ പുതിയ ആകാശം, പുതിയ വാനം, പിന്നെ 100, പിന്നെ 100. അതാണ് പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം. അതുதான் പുതിയ യെരുശലേം. അതിൽ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ. അത് ഒരു മേന്മയാണ്. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ സുവിശേഷം അല്ലെങ്കിൽ വേല ചെയ്ത ആണ്ടവർക്ക് ഉണ്മയായി ഊഴിയം ചെയ്താൽ ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി അർപ്പിച്ചുകൊണ്ട് வாழ்க்கையை அதற்கு അർപ്പണിത്ത് തങ്ങളുടെ പ്രവൃത്തിയിൽ ഈടുപെട്ട அந்த செயலில் പുതിയ വിശുദ്ധന്മാരെയാണ് സിയോൻ എന്ന് അറിയപ്പെടുന്ന സത്യം. പുതിയ ഏർപ്പാട്ട് പരിശുദ്ധവാന്മാർ. ഇതെല്ലാം ആത്മീയ അനുഭവങ്ങളുടെ വ്യത്യാസങ്ങളാണ്. ഇത് ആവിക്കുரிய അനുഭവങ്ങളുടെ വ്യത്യാസം. സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അവർ സിയോനെ കട്ടി മഹിമ. ഈ ജനനമില്ലാതെ இந்த പിറപ്പില്ലാமல் രോഗശാന്തി പ്രാപിച്ചതിനകത്ത് വരാം, സൗഖ്യം പറ്റി പിശാചുക്കളെ തുരത്തിയിട്ട് ഇതിനകത്ത് വരാം. പിശാചിനാൽ തുരത്തപ്പെട്ടു. പക്ഷെ നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ, ஆனால் நீங்கள் மறுபடியும் பிராவிட்டால் ഇതിന്റെ അനുഭവത്തിലൊന്നും എത്താൻ ഒക്കത്തില്ല. இந்த അനുഭവങ്ങളെ பெற முடியாது. പെന്തക്കോസ്ത് സഭയുടെ അംഗമായി തീരാം. നിങ്ങൾ പെന്തക്കോസ്ത് സഭയുടെ അംഗമായി. യേശു നിക്കോദോസിനോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3-ാം 3-5 വരെ പറയുമ്പോൾ, യേശു சொன்னார், യോവാൻ 3-ാം വെള്ളത്താൽ ജനിക്കണം, ജലത്തിനാൽ പിറക്ക വേണ്ടും, പിന്നെ ആത്മാവിൽ ജനിക്കണം. ആവിൽ പിറക്ക വേണ്ടും. വചനവും ആത്മാവും, ആവിയും വചനവും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ, ഞാൻ ഉங்களிடത്തിൽ சொன்ன വചനം. യോഹന്നാന്റെ സുവിശേഷം 6:63 യോവാൻ സുവിശേഷം 6, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ഞാൻ ഉங்களிடത്തിൽ சொன்ன என்னுடைய വചനം ജീവനും ആത്മാവുമാകുന്നു. അത് ജീവനും ആവിയും. ജീവൻ ദൈവത്തിന്റെ വചനം. ജീവൻ ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നിഴലായി നോക്കുമ്പോൾ, പഴയ ഏർപ്പാട്ടിൽ നിഴലായി നാം பார்க்கிறோம். പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ യാത്രാ 19 2 മുതൽ 6 വരെ 2 മുതൽ 6 വരെ മോശ പർവ്വതത്തിലേക്ക് കയറി ചെന്നു. മോശെ മലയിന്മേൽ ഏറി അവിടെ ദൈവത്തെ കണ്ട്. അങ്ങേ ദേവനെ വേറെ വാക്യം വായിക്കുമ്പോൾ, വേറൊരു വചനം വായിക്കും, അവർ മൂപ്പന്മാരും അഹറോനും മോശയെല്ലാം ദൈവത്തെ കണ്ട് ഭക്ഷിച്ച് ആരാധിച്ചെന്നാണ്. അവர்கள் മൂപ്പர்களும் ആരോനും മോശയും ദേവനെ பார்த்து. അപ്പൊ ഈ ഉയരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ദൈവത്തെ ആത്മാവസത്തിലും ആരാധിക്കാനും ആത്മീയ അനുഭവങ്ങളെ ഭക്ഷിക്കാനും സാധിക്കും. அந்த ഉയരത്തിற்கு പോകുമ്പോൾ ദേവനെ ആവിയോട് അത് പ്രാപിച്ച് നാം ശക്തരായി വരിക. ആവിക്കുரிய ആഹാരത്തെ പെറ്റ് നാം വല്ലമൈ വരുவோம். അതാണ് ഈ ആത്മീയ അനുഭവം എന്ന് പറയുന്നത്. ഇതാണ് அந்த ആവിക്കുரிய അനുഭവം. രണ്ടാമത് പരിശോധിക്കുമ്പോൾ, അടുത്ത നാം സംഖ്യാപുസ്തകം 9-ാം അധ്യായത്തിൽ 15-ാം വാക്യം മുതൽ, ഇതേ ഇസ്രായേലിനെ നടത്തിയത് ഒരു മേഘസ്തംഭവും ഒരു അഗ്നിത്തൂണും. ഒരു അഗ്നിസ്തംഭവും ഒരു 9-ാം അധ്യായത്തിൽ മുഴുവൻ പറയുന്നുണ്ട്. அந்த 9-ാം വചനം അധികാരം. സംഖ്യാപുസ്തകം 9-ാം അധ്യായം. ഇസ്രായേലിനെ മരുഭൂമി നടത്തുമ്പോൾ വനാന്തരത്തിലെ ഒരു അഗ്നി തൂണും ഒരു അഗ്നിയും ഒരു മേഘത്തെ കാണിക്കുന്നു. ദൈവത്തിന്റെ വചനം, ദേവന്റെ വചനം. അവൻ നീതി, മേഘങ്ങൾ നീതി പൊഴിക്കട്ടെ. അത് മേഘങ്ങൾ നീതി പൊഴിക്കട്ടെ. ആ ദൈവത്തിന്റെ നീതി വചനം തന്നിരിക്കുകയാണ്. ദേവന്റെ നീതി വചനം. അവന്റെ വാഗ്ദത്തങ്ങളാണ്. അത് വാഗ്ദത്തം. അഗ്നി അഭിഷേകത്തെ കാണിക്കുകയാണ്. അഗ്നി അഭിഷേകത്തെ എസെക്കിയേൽ 1-ാം അധ്യായത്തിൽ, 1-ാം അധികാരം 10-ാം അധ്യായത്തിലും, ഈ വടക്കുന്ന് വരുന്ന ശക്തി വടക്കേന്ന് വരുന്ന വല്ലമൈ മനുഷ്യന്റെ മേൽ പകർന്ന പെന്തക്കോസ്ത് നാളിൽ, അത് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ, അപ്പോസ്തലരുടെ 2-ാം അധികാരം, ഈ അഭിഷേകമാണ് മനുഷ്യനെ മാറ്റി വരുത്തിയത്. இந்த അഭിഷേകം தான் മനുഷ്യനുക്ക്. ഇതാണ് ഹഗായി 2:5 ഇത് ആഹായ 2:5. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ. ഹഗായി 2:5 നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വായിക്കാം. ഹഗായി 2:5 നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പിൻ. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു.
என்னுடைய ஆவியானவர் உங்களுக்குள்ளே ചില സന്ദർഭങ്ങളിൽ சில நேரங்களில் സുവിശേഷ വേലക്കാർ പോലും ஊழியர்கள் கூட പരിശുദ്ധാത്മാവിനെതിരായി നിൽക്കുന്നുണ്ട്, பரிசுத்தாவிக்கு எதிராக நிற்கிறார்கள், വിശ്വാസികൾ നിൽക്കുന്നുണ്ട്. விசுவாசிகள் நிற்கிறார்கள். എന്നാലും പരമാർത്ഥികളെ നടത്താൻ പരിശുദ്ധാത്മാവും അതിനും വിശ്വസ്തരാണ്. ஆனால் നിസസ്തരെ നടത്ത പരിശുദ്ധ നിങ്ങൾ എത്രയോ പരീക്ഷ കൂടെ പോയിട്ടുണ്ട്. നിങ്ങൾ എത്രയോ സോദന വേലക്കാരിന്ന് പരീക്ഷ ഉണ്ടായിട്ടില്ലേ? ஊழியர்களில் இருந்து വിശ്വാസികൾ ഉണ്ടായിട്ടില്ലേ? എന്താ വിട്ടുപോകാത്തത്? ஏன் நீங்கள் விட்டு போகவில்லை? ഇരമ്യാൽ വായിക്കുന്ന പോലെ അല്ല, യെശയ്യാവിൽ ജീവശക്തി നിങ്ങളിലുണ്ട്. ജീവ വല്ലമൈ ഉங்களுக்குள்ளே இருக்கு. അതുകൊണ്ട് വേലക്കാരുടെ ക്രമക്കേട് കണ്ടാലും ஊழியருடைய தவறை கண்டாலும் വിശ്വാസികളുടെ ക്രമക്കേട് കണ്ടാലും விசுவாசியுடைய വിട്ടുപോകാത്തതിന്റെ കാരണം நாம் விலகாமல் വേലക്കാരെ കണ്ടതുപോലല്ല, வேலைக்காரர்களை பார்த்து നിങ്ങളുടെ അകത്ത് ജീവശക്തി ഉള്ളതുകൊണ്ട് உங்களுக்குள்ள ജീവ വല്ലമൈ വഴിയിലെ ദൂര നിമിത്തം ക്ഷീണിച്ചു പോകാതെ നിങ്ങൾ ഇളയപ്പെടാமல் നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ ജീവശക്തി ഉള്ളതുകൊണ്ട്. നിങ്ങൾ இந்த ജീവ വല്ലമൈനാൽ വേലക്കാർ ഇതിനകത്ത് എന്തെല്ലാം പരീക്ഷകളാണ്. ஊழியர்கள் இந்த இவ்வளவு சோதனைகள் ഇതിനകത്ത് നടത്തിപ്പുകാരിൽ നിന്ന് വ്യവസ്ഥയില്ലാത്ത ദണ്ഡനങ്ങൾ പരീക്ഷകൾ വരും. சரியில்லாத அநேக தண்டனைகள் வரும். നടത്തിപ്പുകാരുന്ന നടത്തുകളിടത്തിലിருந்து തങ്ങളുടെ ജീവിത കുറവുകൾ കൊണ്ട് വരും. നമ്മുടെ வாழ்க்கை குறைவினால் വരും. സഹ വേലക്കാരിന്ന് വരും, സഹ ഊഴിയർ സഭക്കാരിന്ന് വരും. സഭയാരിടത്തുനിന്ന് എന്നിട്ടും എന്തേ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കാതെ പിടിച്ചു നിൽക്കുന്നത് തിരുമ്പി പോകാமல் இருக்கிறோம். അവരുടെ അകത്ത് ജീവശക്തി ഉണ്ട്. ഉங்களுக்குள்ள ജീവ വല്ലമൈ. അതാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ. അതുதான் ഞാൻ ഉங்களிடத்தில் ഈ അഭിഷേകവും இந்த அபிஷேகம் വചനവുമായിരിക്കണം നമ്മളെ നിലനിർത്തേണ്ടത്. വചനവും നമ്മെ നടത്തണം. അതാണ് സക്രിയാൽ കിടന്ന രണ്ട് ഒലിവുമരം. സഖറിയാവിനെ ഇത് പാർക്കുക. നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കും. ഇത് നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കും. നമ്മുടെ വിളക്കുകൾ കത്തിക്കും. നമ്മുടെ വിളക്ക് എരിയ ചെയ്യും. മറ്റ് രണ്ട് സമയത്തും മറ്റ് രണ്ട് സമാഗമന കൂടാരത്തിലും ആചരിപ്പ് കൂടാരം ശലോമോന്റെ ആലയത്തിലും സാലോമോന്റെ ആലയത്തിൽ പുരോഹിതന്മാരാണ് എണ്ണ ഒഴിച്ച് കത്തിക്കുന്നത്. ആസാരികൾ എണ്ണ എന്നാൽ ഈ സ്ഥാനത്ത് വരുമ്പോൾ വേലക്കാരും വിശ്വാസികളും ഒരുപോലെ മണവാട്ടി സ്ഥാനത്തേക്ക് വരുമ്പോൾ നിന്നെ കത്തിക്കാൻ ഒരു പാസ്റ്റർമാരും ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ ഒരു പെന്തക്കോസ്ത് സഭ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതിനെല്ലാം പൊളിച്ചു മാറ്റാൻ പോവുകയാണ്. ഇതിനകത്ത് ആദ്യപദങ്ങളെ തീർത്തതിന് ശേഷം നെല്ല് കൊയ്ത് പണ്ടകശാല കയറ്റിക്കഴിഞ്ഞ് സെക്കൻഡ് ക്വാളിറ്റി മാറ്റി ബാക്കി സകല പതിരിനെയും കത്തിച്ചു കളയും. സകല പതിര് പോലെ ജീവിച്ച വേലക്കാരും വിശ്വാസികളും ഭൂമിയിട്ട് കത്തിക്കാൻ അന്തിക്രിസ്തു വരാൻ പോവാണ്. വളരെ ഭയത്തോടെ ജീവിച്ചു, രക്ഷിപ്പിനെ കരസ്ഥമാക്കൂ. ഇനി വഴക്കുണ്ടാക്കാൻ സമയമില്ല, വഴക്കുണ്ടാക്കാൻ സമയമില്ല. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കും. റോമാലേഖനം 8-ാം 5-ാം വാക്യം വായിക്കുമ്പോൾ ആത്മാവിനാൽ നിങ്ങളുടെ ശരീരങ്ങളെ മരിപ്പിക്കുന്നവരായിരിക്കണം. ഈ ശരീരം നമുക്ക് ശത്രുവാണ്, ഇത് നമ്മുടെ മിത്രമാണ്. പക്ഷെ ചില സമയത്ത് ശത്രുവായി മാറും. വേണ്ടാത്ത ചിന്തകൾ പ്രവർത്തിക്കാൻ ശരീരം റെഡിയാവും. നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ശത്രുവായി മാറുമ്പോൾ അതിനെ അടക്കി മാറാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ നാം അറിയാതെ പാപത്തിലേക്ക് പോകും. ഇല്ല, റോമർ 8:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികള് എത്രാം വാക്യം? 8:13 വായിക്കാം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികൾ മരിപ്പിക്കുന്നവരായിരിക്കണം. ഉപദേശം മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഉപദേശം അസ്ഥികൾ എന്നാ പറയുന്നത്. അസ്ഥികൾ, എലുമ്പുകൾ. നിങ്ങൾ നാളെ വീട്ടിൽ ചെല്ലുമ്പോഴേ നിങ്ങളുടെ മരിച്ചുപോയ അപ്പൻ മാംസമെല്ലാം പോയല്ലേ, അസ്ഥിയായിട്ട് നിങ്ങൾ മുറിക്കാതെ നിന്നാൽ എലുമ്പ് കൂടാതെ മുറിക്കത്ത് വന്നാൽ അയ്യോ അപ്പച്ചാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുവോ? ഒന്നും പറഞ്ഞ് ചാടി പോസില്ല. അപ്പൊ അസ്ഥി മാത്രം പോരാ, മാംസവും ഞരമ്പൊക്കെ വേണം. പ്രത്യാശയുടെ ജീവിതം, ആത്മാവിന്റെ ജീവിതം, ഇതെല്ലാം ആകുമ്പോഴാണ് സന്തോഷം. ഇതെല്ലാം ആകുമ്പോൾ ഇത് ഞായറാഴ്ച ഓരോ അസ്ഥി എടുത്തിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ എളുമ്പ കൊടുത്താൽ ആ കുത്തല പ്രയാസം. അസ്ഥിയോട് വെളിപ്പാട് വേണം, കരുണ വേണം, സ്നേഹം വേണം, ഇതെല്ലാം ചേർത്ത് വേണം പോകാൻ. ഇതെല്ലാം ചേർന്ന് വേണം. ഞങ്ങൾ ഉപദേശിക്കുന്നു പറഞ്ഞു നടന്നാൽ എം ജെ മാത്യു പറയും, ഞങ്ങളുടെ ചില പുള്ളികൾ ഇതാണ്. ഏത് മനുഷ്യൻ ക്രിസ്തുയേശു ഞങ്ങൾ ഉപദേശിക്കുന്നു. എന്ത് മനുഷ്യനൊക്കെ ക്രിസ്തുവെ പറ്റി പ്രസംഗിക്കാറുകൾ. അയ്യാ വേണ്ട, എനിക്കിത് പോതും, നില്ലടാ ഓടിച്ചിട്ട് നിന്നെ ഞങ്ങൾ തികച്ചിട്ട് വരത്തുള്ളൂ പാസ്റ്റർ പറയുന്നത്. ഈ കൂട്ടരെല്ലാം ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു. തമ്പുരാൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. തിരിച്ചറിഞ്ഞോണം, നിങ്ങളെ നടത്തുന്ന നടത്തിപ്പുകാർ യേശുക്രിസ്തുവാണോ അവരുടെ ലക്ഷ്യം, അതോ അവരുടെ സിംഹാസനമാണോ അവരുടെ രാജ്യമാണോ? അതിനെ വിട്ട് ഒഴിഞ്ഞോണം. നിങ്ങളെ നടത്തുகிறவர்களுடைய ലക്ഷ്യം സിംഹാസനമാ அல்லது യേശുക്രിസ്തുവാ என்பதை அறிந்து கொள்ள வேண்டும். ക്രിസ്തുവിനെ പറയുന്നവരെ നമുക്ക് പിൻപറ്റാം.
ஆண்டவரை பற்றி சொல்லுவது തങ്ങളുടെ രാജ്യവും സിംഹാസനം ഉറപ്പിക്കാൻ தங்களுடைய ராஜ்யத்தையும் ശൗലിനെ പോലെ പ്രതികാരവും വൈരാഗ്യം മറ്റുള്ളവരെ അടിച്ചൊതുക്കി ഇല്ലാതാക്കുന്ന നടത്തിപ്പുകാരെ വിട്ട് ഒഴിഞ്ഞോണം. சவுலை போல பிரதிகார மனப்பான்மையோடு மற்றவர்களை அடித்து ஒடுக்கலை விட்டு விலக സഭ வேண்டும். വിട്ട് പോകാനൊക്കത്തില്ലല്ലോ. சபையை விட்டு போக முடியாது. തൽക്കാലം അവരുടെ പ്രസംഗം കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. தற்சமயம் அவருடைய பிரசங்கத்தை അത് கேட்க എന്റേതാണെങ്കിൽ പോലും அது என்னுடையதா இருந்தாலும் വളരെ സൂക്ഷിച്ചു പോകണം. மிகவும் கவனமாக. അതാണ് 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ 2 കൊരിന്ത്യർ 11 യേശു പറഞ്ഞു വേറൊരു ക്രിസ്തുവിനെ അവർ പ്രസംഗിക്കുന്നു. வேறொரு இயேசுவை பிரசங்கிக்கிறார்கள். അവർ ഭൗമികമായ രാജ്യത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുക. அவர்கள் உலக பிரகாரமான അങ്ങനെ ചില വേലക്കാരിനകത്തുണ്ട്. அப்படிப்பட்டவர்கள் അവരെ വിട്ട് ഒഴിഞ്ഞോണം. அவர்களை விட்டு விலகுங்கள். അവരുടെ സംബന്ധം കൂടരുത്. அவரிடத்தில் எந்த உறவு வைக்காதீர்கள். അവരുടെ തിരുവത്താഴം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. அவருடைய திருவாரூரத்தை எடுக்காவிட்டாலும் பரவாயில்லை. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു എന്താ തിരുവത്താഴം എടുക്കാന്ന് ചോദിച്ചു. ஒருவர் இடத்தில் கேட்டால் ஏன் திருவந்து எடுக்கும்? ഞാൻ പറഞ്ഞു ഇപ്പോഴും നടത്തിപ്പുകാരുമായിട്ട് എനിക്ക് ഐക്യമില്ല. இப்பொழுது நடத்துவதில் எனக்கு ஐக்கியமில்லை. ഐക്യതയില്ല അങ്ങനെ എടുക്കും. ஐக்கியமில்லாமல் எப்படி സെൻട്രൽ പാസ്റ്റർ അനൗൺസും ചെയ്തല്ലോ തമ്മിൽ ഐക്യതയില്ലെങ്കിൽ എടുക്കരുത്. ஐக்கியமில்லாவிட்டால் எடுக்க. കാരണം കുറച്ച് നാളായിട്ട് கொஞ்ச நாட்களாக അവരുടെ പ്രവൃത്തിയിൽ എനിക്ക് സന്തോഷമില്ല. அவருடைய செயலில் எனக்கு மகிழ்ச்சி இல்லை. വിരോധമൊന്നുമില്ല. எந்த எதிர்ப்பும் இல்லை. കാണിക്ക കൊടുക്കും. காணிக்கை கொடுப்பேன். സ്തോത്രം പറയും. ஸ்தோத்திரம் சொல்லுவேன். പക്ഷെ നിങ്ങളുടെ ആത്മാവ് എൻ്റെ ആത്മാവോട് യോജിക്കുന്നില്ല. உங்களுடைய ஆவி என்னுடைய ஆவியோடு இசைந்து போவதில்லை. അത് ഏതാണോ ശരിയെന്ന് ദൈവം വെളിപ്പെടുത്തട്ടെ. எது சரி என்று தேவன் എൻ്റെ ആത്മാവ് ശരിയല്ലെങ്കിൽ என்னுடைய ஆத்மா சரியில்லாவிட்டால் നിങ്ങൾ എനിക്ക് മനസ്സിലാക്കിത്താ எனக்கு புரிய வையுங்கள். ഞാൻ കുറച്ച് വചനവും കുറിച്ച് കൊടുത്തിട്ടുണ്ട്. நான் கொஞ்சம் വചനத்தை കற்றுക്കൊടുത്തു. അതല്ല നിങ്ങൾ പോകുന്ന വഴി ശരിയല്ലെങ്കിൽ நீங்கள் போகிற வழி അത് சரியில்லை. തിരുത്തിയേ ഒക്കൂ. அதை நீங்கள் திருத்த வேண்டும். വേലയ്ക്ക് ദോഷം വരാൻ സമ്മതിക്കത്തില്ല ஊழியத்திற்கு ഇടஞ்சോറ് வரக்கூடாது എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങൾ പിരിഞ്ഞത്. அப்படி சொல்லித்தான். കണക്കൊന്നുമില്ല. எனக்கு எந்த பகையும் இல்லை. എനിക്ക് ഗിഫ്റ്റ് തന്നു. எனக்கு അത് വാങ്ങിച്ചു. அதைத்தான் வாசி. ഞാൻ ഒരു കവർ കൊടുത്തു. நான் ஒரு கவர். അതൊക്കെ നടന്നുകൊണ്ടിരിക്കും. இதெல்லாம் நடக்கும். പക്ഷെ എൻ്റെ അകത്തോട്ട് കയറ്റാൻ ഞാൻ സൂക്ഷിക്കും. எனக்குள்ளே நான் நுழைய. എനിക്ക് ദോഷം വരുന്നു ഞാൻ ഏറ്റെടുക്കത്തില്ല. எனக்கு தீமை வருகிறது. ഏത് വലിയ ഭാഷ പറഞ്ഞാലും எந்த பெரிய ഭാഷ എൻ്റെ ആത്മാവിന് ദോഷമുള്ളതിന് ഞാൻ ഏൽക്കത്തില്ല. என் ஆவிக்கு தோஷமானா ஏற்றுக்கொள்ள. ഇതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങളും நான் சொல்லுகிற காரியம் ക്രിസ്തുവിനെ വെളിപ്പെടുത്താതെ இயேசுவை வெளிப்படுத்த എന്നെയോ എൻ്റെ മതത്തെ പൊക്കുന്നെങ്കിൽ നിങ്ങൾ ഏറ്റുകൊള്ളരുത്. என்னையோ என்னுடைய மதத்தை உயர்த்தினால் நீங்கள் എഴുന്നേറ്റ് ஏற்றுக்கொள்ள. പോയാലും കുഴപ്പമില്ല. வெளியேறி போனாலும் അവർ பரவாயில்லை. ദൈവം നിങ്ങളെ ശിക്ഷിക്കത്തില്ല. அதனால ஆண்டவர் தண்டிக்க പിന്നെ மாட்டார். മനക്കെട്ടി ഉണ്ടെങ്കിൽ ഇരുന്നോണം. மனக்கட்டி இருந்தால் இருந்து கொள்ளுங்கள். കേട്ടിട്ട് നാളെ നല്ലൊരു എഴുത്തെഴുതാം. അച്ചായോ ഇത് നമ്മുടെ വചനമല്ലെന്ന് ഒരു എഴുത്ത് എനിക്ക് തരണം. நீங்கள் இதை கேட்டு இப்ப இல்லாத காரியத்தை நீங்கள் எழுதி அனுப்பலாம். അപ്പോൾ ഒന്നുകിൽ എനിക്ക് ബോധം വരും, ஒருவேளை நான் சுயநினைவடைவேன், ഇല്ല ഞാൻ സ്വയം നശിച്ചോളും. இல்லாவிட்டால் நான் രണ്ടിലും നേരം നടക്കും. ஏதாவது ஒன்று நடக்கும். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். സൂക്ഷിച്ചു പോക്കോണം ഇക്കാലത്തിൽ. கவனமாய் செல்வோம். കാണുന്നവരെ ഞാൻ കയറി അപ്പച്ചാന്ന് പേര് വിളിക്കരുത്. எல்லாரையும் அப்பச்சா என்று அழைக்க. വേണേ വിളിച്ചു, விழித்து கொஞ்சம் அழைத்தோம். പക്ഷെ ഹൃദയം കൊണ്ട് വിളിക്കരുത്. இருதயத்தில் விழிக்கக்கூடாது. പണ്ടെടുത്ത് പറഞ്ഞു ഞങ്ങൾക്കെല്ലാം ഒറ്റ തന്തയുള്ളെന്ന് പറയുക. ஒருவர் அந்த இடத்துல எங்களுக்கெல்லாம் ஒரு தகப்பன், ക്രിസ്തു, அது கிறிஸ்து പിതാവ്. பிதாவு. അതുകൊണ്ടാണ് ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കുന്നത് നമ്മൾ പഠിപ്പിക്കുന്നത്. நாங்கள் ஆகவேதான் பூமியில யாரையும் பிதாவை என்று அழைக்கக்கூடாது. എല്ലാവരും സഹോദരങ്ങളാണ്. எல்லாரும் അതിൽ சகோதரர். കൂടുതൽ പോകുന്നവനെല്ലാം அதற்கும் மிஞ்சி போகிறவர்கள் ഈ കത്തോലിക്ക ബിഷപ്പുമാരുടെ ഒരു ആത്മാവാണ്. ഇപ്പോഴല്ല, പണ്ടത്തെ ஒரு ആവി. ഇപ്പോഴത്തെ നല്ല യോഗ്യന്മാരായ ബിഷപ്പൊക്കെ ഒരുപാട്. இப்பொழுது நல்ல பிஷப்புகள் இருக்கிறார்கள். കാര്യം അറിയാവുന്നവരൊക്കെ ഉണ്ട്. காரியங்கள் தெரிந்தவர்கள். നമ്മുടെ ചങ്ങനാശ്ശേരി തോമസ് തറയിലെ പോലുള്ള ബിഷപ്പ്, ചങ്ങനാശ്ശേരി തോമസ് തറയിൽ போன்றவர்கள். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். അവിടെ തുറന്ന് പഠിപ്പിക്കുക സമയമില്ലെന്നേ. அவர்கள் சொல்லிக் கொடுவதற்கு நேரமில்லை. ഞങ്ങൾ ഏതായാലും ക്രൂശിക്കപ്പെടാൻ നിയമിക്കപ്പെട്ടവരാ. நாங்கள் சிலுவையில் அறையப்பட ஒப்புக்கொள். പക്ഷേ ഇവർ ക്രൂശിക്കാൻ വരുന്നതിന് കാഹളം നിലയ്ക്ക് ഞങ്ങൾ പോവുകയും ചെയ്യും. நாங்கள் சிலுவையில் அறையவிடத்தில் சத்தியத்தை சொல்லி. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ മരിപ്പിക്കണം. பரிசுத்த ஆவியினால் மரணமடைய. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ கலாத்தியர் 4-ാം വായിക്കുമ്പോൾ ആത്മാവിനാൽ നടത്തപ്പെടണം. ஆவியினால் நடத்தப்பட வேண்டும். ആത്മാവിൽ ജീവിക്കണം. ஆவியிலே ஜீவிக்க வேண்டும். ഏതാ വാക്യം? ഗലാത്യർ 5:16, 5:25 വായിച്ചു. கலாத்தியர் ഗലാത്യർ 5:16, 5:25. 5:16, 5:25. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ലെന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷ ആത്മാവിനും. അടുത്തത് ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ. ആവിയിലെ വാഴ വേണ്ടുമെന്നാൽ ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ. ആവിയിനാലെ നാം വാഴ வேண்டும். ഈ അനുഭവങ്ങൾ മറന്നു പോകണ്ട. இந்த അനുഭവങ്ങളെ നാം കർത്താവിന്റെ വരവടുത്തു. ആണ്ടോട് വരെ കാഹളം തുനിക്കാറായി. എക്കാലം തുനിക്കപ്പെടും. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനത്രേ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആണ്ടോടെ ആവിയാനെ ദുഃഖപ്പെടുത്തും. എഫേസ്യർ 4:30. എഫേസ്യർ 4:30. പരിശുദ്ധാത്മാവിന് വ്യാജം കാണിക്കരുത്. പരിശുദ്ധാത്മാവിടത്തിൽ നിങ്ങൾ പൊയ് சொல்லாதீர்கள். അപ്പോസ്തലപ്രവൃത്തി 5:4. അപ്പോസ്തലർ 5:4. യിരെമ്യാവിൽ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ മറുതലിക്കരുത്. ആ പരിശുദ്ധാവിയെ നിങ്ങൾ മറുതലിക്ക കൂടാതെ. യിരെമ്യാ പ്രവചനത്തിൽ നമുക്ക് അവന് പൂർണ്ണമായി സമർപ്പിക്കാം. ആകവേ മുഴുവനായി ഒപ്പடைப்போம். മനുഷ്യരാലും നടത്തിപ്പുകാരും നടത്തപ്പെടുന്ന കാലമെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ നടത്തുകളുടെ നടത്തിപ്പ് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവർ. പരിശുദ്ധാവിനാൽ
ആത്മാവിനാൽ നടത്തപ്പെട്ടു പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പോകുന്നവർക്ക് മാത്രമേ ലോകത്തെ ജയിക്കാൻ കഴിയൂ. ലോകം ജഡപിശാചിനെ ജയിച്ചവരായി നമുക്ക് അവന് മുമ്പാകെ നിൽക്കാം. ഒരു നിമിഷം നമ്മളെ തന്നെ താഴ്ത്താം, ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് വെളിപ്പെടാൻ പോവുകയാണ് പൂർണ്ണ ശോഭയോടെ. നമ്മൾ വാഗ്ദത്ത വചനം കിട്ടിയല്ലോ. എന്താണ് വചനം? നാം കർത്താവിനെ മഹിമയോടെ കാണാൻ പോവുകയാണ്. അവന്റെ സൗന്ദര്യത്തോടെ കാണാൻ പോവുകയാണ്. ആ സൗന്ദര്യത്തോടെ കാണുന്ന കർത്താവിനെ അതിനുവേണ്ടി നമുക്ക് എതിരേൽക്കാം. യേശുവിനെ കാണുവാൻ സമയമായി. ആ കോർസ് നമുക്കിത് പാടാം. ശോഭയേറും വേഗം നാം കണ്ടിടും പൂർണ്ണ ശോഭയുടെ സിയോൻ. വേഗം നാം ചേർന്നിടും പൂർണ്ണ ശോഭയുടെ പ്രിയനേ. അവനോട് സദർശരാകും. അവനോട് സദർശരാകും. നാം കണ്ടിടും പൂർണ്ണശോഭയോടെ വേഗം നാം കണ്ടിടും പൂർണ്ണശോഭയോടെ പ്രിയരേ. അവനോട് സദർശരാകും. അവനോട് സദർശരാകും. അവനോട് സദസ്യരാകും. അവനോട് സദസ്യരാകും. വൈകിട്ടത്തെ 5 മണിക്കുള്ള പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്യാം. ദൈവപ്രകാരം ഹോളിൻ്റെ പണിക്കായി സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കുക. നടന്നു
കർത്താവേ, അടികളെ താഴ്ത്തുന്നു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായിട്ട് അനുസരിപ്പാനും പരിശുദ്ധാത്മാവ് ജീവിപ്പാനും ആത്മാവിൽ ഞങ്ങളുടെ ശരീരങ്ങളെ മരിപ്പിച്ചുകൊണ്ട് ക്രിസ്തു പൂർണ്ണതയോടെ വെളിപ്പെടേണ്ടതിനായി, ഞങ്ങളിൽ വളരേണ്ടതിനായി, പൂർണ്ണപ്പെടേണ്ടതിനായി സമർപ്പിക്കുന്നു. കർത്താവേ, അരണ്യങ്ങളെപ്പോലെ കർത്താവ് ഞങ്ങൾ പറന്നുയരേണ്ടവരാണല്ലോ. ആ നിശ്ചയം ഞങ്ങൾ പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാനവമോഹത്തോടുത്തേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നമ്മോട് സർവ്വസംഭാവന കർത്താവിൻ്റെ വരവരെ നീക്കിയിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.